പ്രൈസ് ലോഡ്. എൻ്റെ കഥയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് എല്ലാ പ്രിയമുള്ളവരും ഒരു പ്രാവശ്യം വെൽക്കം ചെയ്യാണ്. വളരെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് നമ്മൾ ഒന്നിച്ച് കേൾക്കാൻ പോകുന്നത്. അതിനു മുന്നേ നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. കർത്താവിന് സ്തോത്രം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ വെളിപ്പെടുവാനിടയായി തീരട്ടെ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. പിന്നെയും കർത്താവേ, ഒരു പുതിയ സാക്ഷ്യവുമായിട്ട് നല്ലൊരു ജീവിതാനുഭവമായിട്ട് നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്കൊന്നിച്ച് കൂടി വരുവാൻ അവിടുന്ന് ചെയ്ത മുഖാന്തരത്തിനായ സ്തോത്രം. ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ മകൾക്കായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തേക്ക് നന്ദി പറയുന്നു, അവിടുത്തെ സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ബലത്തിന് കാരണമായി തീരണം. ക്രോശങ്ങളെ ക്ഷമിക്കണം, ദൈവമഹത്വം വെളിപ്പെടണം. വൻകാര്യങ്ങൾ നീ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മേലെല്ലാം നിഴലിലിടട്ടെ. ഓരോ വ്യക്തികളും ഈ വീഡിയോ കാണുന്ന എല്ലാ നിൻ്റെ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളുടെ മേൽ വെളിപ്പെടണം. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം കരങ്ങളെ കേൾപ്പിക്കുന്നു. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ആശ്വാദ പ്രാർത്ഥന വരെ അവിടുത്തെ പ്രത്യേക അനുഗ്രഹമുണ്ടാകണം. അങ്ങനെ ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സകല മാനം മഹത്വത്തേക്ക് തരുന്നു. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാടകണമേ. ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് കാനഡയിൽ നിന്ന് പ്രിയ സിസ്റ്റർ സൂര്യ സോമരാജനാണ്. പ്രിയ മകളെ സ്നേഹത്തോടെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്രൈസ് ലോഡ് മോളെ. പ്രൈസ് ലോഡ്. സുഖമായിട്ടിരിക്കുന്നേ? കാനഡ ജോയിൻ ചെയ്തിരിക്കുന്നില്ലയോ? ഞാൻ ഒരു ചെറിയ ചുമയൊക്കെ ഉള്ളതുകൊണ്ട് സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അതെ, മോള് പറഞ്ഞ 2 ദിവസമായിട്ട് ഓക്കെ ആയല്ലോ ഇല്ലയോ? ഓക്കെ ആണ്, പക്ഷെ ഇടയ്ക്ക് ഒരു ചെറിയ ചുമ വരും, സൗണ്ട് ചെറിയൊരു അങ്ങനെ അടച്ചിരിപ്പുണ്ട്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ക്ഷീണോസ്വസ്ഥതയും. ശരി ശരി. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ മൈക്ക് വാങ്ങിച്ചത് പ്രേക്ഷകരോട് റാന്നിക്കാരിയാണെന്ന് പറയാനാണ്. റാന്നിക്കാരി അല്ലയോ? അതെ അതെ, റാന്നിക്കാരിയാ. അതെ. ഞാൻ റാന്നിക്കാർ വന്നാൽ വിടത്തില്ല, കാരണം ഞാനും റാന്നിക്കാരനായതുകൊണ്ട് അതൊരു പ്രത്യേക സന്തോഷമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം ഞങ്ങളുടെ റാന്നിയിൽ നിന്ന് ഒരു സാക്ഷ്യം കൂടെ കൊണ്ടുവരാൻ ദൈവം ഒരുക്കിയ മുഖാന്തരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ചും യൗവനക്കാരായ ആളുകൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ്. പുതിയ തലമുറയിൽ നിന്നുള്ള ജീവിക്കുന്ന സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ കഴിയുന്നത് വലിയ സന്തോഷമാണ്. അതിനും കർത്താവിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറയുന്നത്, പെന്തക്കോസ്തിൻ്റെ പുതിയ തലമുറയിൽ നിന്നൊരു കൂട്ടം എഴുന്നേറ്റ് വരണം. കർത്താവിന് വേണ്ടി വിശ്വാസത്തോടു കൂടെ നിൽക്കുന്ന, പഴയകാല പിതാക്കന്മാരുടെ കാലത്തെ പോലെ ദൈവത്തെ അനുഭവിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരണം. അതാണ് ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും ആഗ്രഹം എന്നൊക്കെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പരിചയപ്പെടാൻ വേണ്ടി അല്ലേ, കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുന്ന അനുഗ്രഹമായിരിക്കും. ആയിക്കോട്ടെ. ഓക്കെ മോളെ, നമുക്ക് ഇപ്പം കാനഡയിൽ നിന്നാണ് ജോയിൻ ചെയ്തേക്കുന്നില്ലേ? ഫാമിലിയായിട്ട് കാനഡയിലായിരിക്കുന്നത്. അതെ അതെ അതെ. ഇനി നമുക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണോ? അതെ അതെ, നാട്ടില് വീട്ടിൽ ആരൊക്കെ ഉണ്ട്, പേരൻസിനെ പറ്റി, സഹോദരങ്ങളെ പറ്റി ഒക്കെ പറയാം. പറയാം. അപ്പം ആദ്യം പറഞ്ഞ പോലെ എൻ്റെ പേര് സൂര്യ എന്നാണ്. ഞങ്ങള് ഹസ്ബൻഡിന്റെ പേര് അനീഷ്. എനിക്ക് ഒരു മോളാ ഉള്ളത്, ഏഞ്ചല. ഞങ്ങള് കല്യാണം കഴിഞ്ഞ് കുറേ കാലമായിട്ട് US-ലായിരുന്നു. കുറച്ച് വർഷങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം അടുത്ത കാലത്താണ് കാനഡയിലോട്ട് മൂവ് ചെയ്തത്. ഞാൻ പ്രൊഫഷനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണ്. ഹസ്ബൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. മോള് 2nd ഗ്രേഡിൽ പഠിക്കുന്നു, 7 വയസ്സ്. പിന്നെ നാട്ടില് അമ്മയുണ്ട്. എനിക്ക് 2 സിസ്റ്റേഴ്സാണ് ഉള്ളത്. സിസ്റ്റേഴ്സ്, മൂത്ത ചേച്ചിയുടെ പേര് ആശ. ചേച്ചി, ഹസ്ബൻഡ്, 2 മക്കള്. പിന്നെ രണ്ടാമത്തെ സിസ്റ്റർ എന്ന് പറയുന്നത് എൻ്റെ ട്വിൻ സിസ്റ്റർ ആണ്, ഗായത്രി. ഞങ്ങൾ ഐഡന്റിക്കൽ ട്വിൻസ് അല്ല, കണ്ട ഒരു സാമ്യവും ഇല്ല. അവളും കുടുംബമായിട്ട് US-ലാണുള്ളത്, അറ്റ്ലാന്റ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഹസ്ബൻഡ്, 2 മക്കളായിട്ട് അവർ അവിടെയാണുള്ളത്. പിന്നെ ചേച്ചിയും ഞാനും തമ്മിൽ ഒരു 14 ഇയേഴ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. കാരണം ചേച്ചിക്കുള്ള ഒരു ബ്രദർ ഉണ്ടായിരുന്നു. ആള് മെനിഞ്ചൈറ്റീസ് വന്ന് മരിച്ചു പോയതാ. അപ്പൊ അതിനും ശേഷം കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ഞാനും ഗായത്രി ഉണ്ടാവുന്നത്. അപ്പം ഞങ്ങളും ചേച്ചിയും തമ്മിൽ ഒരു 14 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പം ഞങ്ങൾക്ക് ചേച്ചി എന്നതിനേക്കാൾ അപ്പുറത്തായിട്ട് ഒരു അമ്മ എന്നുള്ള ഇതാണ്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ലൈഫിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡിസിഷനും എല്ലാം എടുക്കുന്ന ചേച്ചി. ഇപ്പോഴും എന്ത് കാര്യം ഉണ്ടെങ്കിലും ആദ്യം ചോദിക്കുന്ന ചേച്ചിയോട്. അപ്പൊ അങ്ങനെ ഒരു ബന്ധം ചേച്ചിയോടുള്ളത്. അങ്ങനെ ചേച്ചിയുടെ മക്കള് അപ്പൊ അവരൊക്കെ വലുതായി. ഒരാൾ കല്യാണം കഴിച്ചു, ഒരാൾ ഇവിടെ തന്നെയാണ്, കാനഡയിലാണ് ഉള്ളത്. മറ്റേ ആള് ദുബായിലാണ് ഉള്ളത്. പിന്നെ അനീഷിന്റെ കുടുംബത്തെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അവരുടെ വീട് കോട്ടയത്താണ്.
കോട്ടയത്ത് ഒരു ബ്രദറാ ഉള്ളത്. അമ്മയുണ്ട്, ബ്രദറുണ്ട്. ബ്രദർ മൂത്ത ചേട്ടൻ, വൈഫ്, 2 കുഞ്ഞുങ്ങൾ, അവരും സുഖമായിട്ടിരിക്കുന്നു. അത്രയാണ് ഞങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങൾ. നിങ്ങൾ രണ്ടുപേരും അല്ലേ, നിങ്ങളുടെ 2 കുടുംബങ്ങളും വളരെ വ്യത്യസ്തമാകുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നത് അല്ലയോ? ഞങ്ങൾ രണ്ടുപേരും, എന്റെ കുടുംബവും അനീഷിന്റെ കുടുംബവും. അനീഷ് എന്ന് ഞാൻ അനീഷേട്ടൻ എന്നാ വിളിക്കുന്നത്. പിന്നെ നമ്മൾ ഇങ്ങനെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പിന്നെ ഇംഗ്ലീഷിലൊക്കെ ആൾക്കാരുടെ ഏട്ടൻ എന്ന് ചേർത്ത് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചേട്ടൻ വിളി. ഞാനും അനീഷേട്ടനും ആണെങ്കിൽ രണ്ടുപേരും ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ആണ്. രണ്ടുപേരും 2 വ്യത്യസ്ത കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ വന്നതാണ്. കല്യാണത്തിന് ശേഷം പിന്നെ അങ്ങനെ ഒരുമിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചെറുപ്പത്തിൽ. അനീഷേട്ടൻ കുറച്ചുകൂടി ചെറുപ്പത്തിൽ വന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് കർത്താവിനെ അറിയുന്നത്. ശരി. അപ്പം നിങ്ങളുടെ കുടുംബങ്ങളിൽ എല്ലാവരും ഇപ്പം വിശ്വാസത്തിലാണോ? അല്ല, കുടുംബത്തില് അനീഷേട്ടന്റെ വീട്ടില് അനീഷിന്റെ അച്ഛൻ മരിച്ചു പോയതാ. അമ്മ, ചേട്ടന്റെ ഫാമിലി അവർ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ വീട്ടിലും ഞങ്ങള് സിസ്റ്റേഴ്സ്, ഞങ്ങൾ അത്രയും പേര് മാത്രമേ ഉള്ളൂ. വേറെ റിലേറ്റീവ്സ് ഞങ്ങൾ വിശ്വാസത്തിൽ വന്നപ്പോൾ തൊട്ടിട്ട് എല്ലാവരും അങ്ങനെ നമ്മളോട് മിണ്ടലും സഹകരണമൊക്കെ കുറവാണ്. ഈ അടുത്ത കാലത്ത് മിണ്ടി തന്നെ തുടങ്ങിയത്. ആരും ഇതുവരെ വിശ്വാസത്തിലൊന്നും വന്നിട്ടില്ല. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ. ശരി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അനുഭവങ്ങൾ കേൾക്കണം. നിങ്ങൾ ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ വലിയ സന്തോഷമായിരിക്കും. എനിക്ക് തോന്നുന്നു സൂര്യയുടെ കുഞ്ഞു പ്രായം മുതലുള്ള അനുഭവങ്ങൾ കേൾക്കാം. അനീഷ ഒരു പ്രാവശ്യം നമുക്ക് സാക്ഷ്യത്തിന് വരുമല്ലോ അല്ലേ? ഞാൻ ചോദിക്കാം, അനീഷേട്ടൻ ഇങ്ങനെ ടെസ്റ്റിമണി ഒക്കെ പറയാൻ ഒരു ഇത്തിരി ഓരോരുത്തർക്ക് ഓരോ ഇതാണല്ലോ കൊടുത്തേക്കുന്നത്. എനിക്ക് ടെസ്റ്റിമണി പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അനീഷിന്റെ സാക്ഷ്യം പിന്നീട് കേൾക്കാം. അല്ല എങ്കിൽ അനീഷേട്ടനെ ഞാൻ ഇത് വിചാരിച്ചിട്ടുണ്ട് 2 മിനിറ്റ്സിൽ ജസ്റ്റ് 2 മിനിറ്റിൽ മാത്രം ഒരു 1-2 കാര്യങ്ങൾ മാത്രം പറയാം. ശരി. അപ്പോൾ ഞാൻ മുന്നോട്ടുള്ള സമയം അങ്ങ് തരികയാണ്. കേൾക്കാൻ ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുക. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പം സൂര്യക്ക് ചെറിയ പ്രായം മുതലുള്ള എല്ലാ അനുഭവങ്ങളും പറയാം. കേൾക്കാൻ ഞങ്ങൾ റെഡിയാണ്. ആയിക്കോട്ടെ. അപ്പോൾ എനിക്ക് ചെറിയ പ്രായത്തിലെ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് പറയാനായിട്ടില്ല. കാരണം ഞങ്ങൾ ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നല്ലോ. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ ആസാദിൽ കുറച്ച് ടെസ്റ്റ് മണിയൊക്കെ കേട്ടിട്ടുണ്ട്. ഓരോരുത്തർ ഇങ്ങനെ ചെറിയ പ്രായത്തിൽ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ ആണെങ്കിൽ പാസ്റ്ററിന്റെ മക്കളായിട്ടുള്ളവർ അല്ലെങ്കിൽ ഭയങ്കര വിശ്വാസികളായിട്ടുള്ള അവർ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്ത കാര്യമൊക്കെ കേൾക്കുമ്പോഴത്തേക്കിന് എനിക്ക് അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. വിശ്വാസത്തിൽ വന്ന സമയത്താണെങ്കിൽ അങ്ങനത്തെ ഒരു, കാരണം ഞങ്ങൾ ഒരുമിച്ച് വന്നതുകൊണ്ട് അച്ഛനും അമ്മയ്ക്ക് എനിക്ക് എത്ര അറിവുണ്ടോ അത്ര മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ കർത്താവിനെ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, കോളേജിലല്ല +2 പഠിക്കുന്ന സമയത്ത് അതുവരെ ഞങ്ങൾ ഈ ഹിന്ദു മതവിശ്വാസത്തിലാണ്. അത് വളരെ സ്ട്രോങ് ആയിട്ട് എപ്പോഴൊക്കെ അമ്പലത്തിൽ പോകാൻ പറ്റുമോ അങ്ങനെയൊക്കെ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയായിരുന്നു. അങ്ങനെയായിരുന്നു. പിന്നെ ആ സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ ഇപ്പം റാന്നിയിലൊക്കെ ഒരുപാട് സുവിശേഷകരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇടയ്ക്കൊക്കെ ആരെങ്കിലും ഒക്കെ വന്നിട്ട് സുവിശേഷമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അറിയാലോ, പെന്തക്കോസ്ത് എന്ന് കേൾക്കുമ്പം ആ കാലത്ത് ഉള്ളത് പറഞ്ഞാൽ ഒരുപാട് പുച്ഛവും നിന്നെയായിരുന്നു. അവരെ കാണുന്നത് തന്നെ നമ്മൾ വീട്ടിലാണെങ്കിൽ കയറി വന്നിരുന്നാൽ സംസാരിക്കും, അല്ലെങ്കിൽ ചേച്ചിയൊക്കെ ഒരു വഴിക്കൂടെ അവരെ കാണുമ്പോഴത്തേക്കിനാണെങ്കിൽ അപ്പുറത്തോട് പോവും. അങ്ങനത്തെ ഒരു ഇതായിരുന്നു ഉണ്ടായിരുന്നു ആ കാലത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ എൻ്റെ വീട്ടിൽ ഒരാൾക്ക് ഒരു അസുഖം വന്നു. വന്നതെന്ന് വെച്ചാൽ ഒരു ശ്വാസം മുട്ടലായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴത്തേന് ആ ശ്വാസം മുട്ടൽ ഭയങ്കരമായിട്ട് കൂടിയിട്ട് നമുക്കാണെങ്കിൽ ഒരുപാട് ആശുപത്രികളിൽ കൊണ്ടുപോയി, ഒരുപാട് അമ്പലങ്ങളിൽ കൊണ്ടുപോയി, ഒരുപാട് ആ കാലത്തൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു കുറെ ആശ്രമങ്ങളൊക്കെ ഉണ്ട് നാട്ടിൽ. അവിടെയൊക്കെ കൊണ്ടുപോയി. കാരണം എങ്ങനെയെങ്കിലും ആൾക്ക് അസുഖം മാറാൻ വേണ്ടിയിട്ട്. അങ്ങനെ പക്ഷെ ആശുപത്രി പോകുമ്പം ഡോക്ടർമാർ നോക്കുമ്പം അവർക്ക് ഒരു കുഴപ്പമില്ല, തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്താ കാരണമെന്ന്. അവർ ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ടുപോകും, നമ്മൾ തിരിച്ചിങ്ങ് വീട്ടിൽ അവർ പറഞ്ഞു വിടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് അസുഖം മാറുന്നില്ല. അപ്പൊ ആദ്യമൊക്കെ ചെറിയ രീതിയിലായിരുന്നു അസുഖം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അസുഖം ഭയങ്കരമായിട്ട് കൂടി വന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ സമാധാനം പോകുന്നവർക്കായി. കാരണം ആളുടെ ദിവസമുള്ള കാര്യങ്ങളെ പോലും ബാധിക്കുന്ന രീതിയിലായിട്ട് ആ ഒരു സിറ്റുവേഷനൊക്കെ ആയി. അസുഖം മാറുന്നില്ല. പിന്നെ അതിൻ്റെ ഒപ്പം ഞങ്ങൾക്ക് കുറെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ, പിന്നെ എന്തൊക്കെയോ മൊത്തം അങ്ങനെ ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരുന്ന സമയത്ത് ചേച്ചി പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം. കാരണം ഞങ്ങളുടെ മുന്നിൽ ആ ഒരു സമയത്ത് 2 ഇതേ ഉള്ളൂ. ഒന്നുകിൽ എങ്ങനെയെങ്കിലും ഈ അസുഖം മാറാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും മാറി മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറിയിട്ട്, അല്ലെങ്കിൽ ജീവിക്കേണ്ടെന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ചേച്ചി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം. അപ്പൊ ആ സമയത്ത് ഞങ്ങളോട് 1-2 പേര് സുവിശേഷമൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഈ പെന്തക്കോസ്തുകാരുടെ അടുത്തോടൊന്ന് പോയി നോക്കാം,
നമ്മൾ ബാക്കി എല്ലാം ട്രൈ ചെയ്തു, ഇനി നമുക്ക് ഇതുകൂടെ മാത്രമേ ട്രൈ ചെയ്യാനുള്ളൂ, നമുക്ക് അത് മാത്രം അതുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ചർച്ചിലേക്ക് കടന്നു പോവുക. ആ ചർച്ച് ഏതാണ് ഇപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അത് റാന്നിയിലല്ല, കാരണം നമ്മൾ ആരും അറിയാണ്ട് രഹസ്യത്തിലാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തിരുവല്ലയിൽ എന്തോ ആ സൈഡിൽ എവിടെയാണെന്നാ എന്റെ ഓർമ്മ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചർച്ചിൽ പോകുന്നു, ഞാനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചി ഗായത്രി, അപ്പൊ നമ്മൾ അത്രയും പേര് വീട്ടിലെ ചേച്ചിയുടെ മക്കളെ നമ്മൾ എല്ലാവരും പോകുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദേവദാസൻ വന്നിട്ട് ഈ ആളുടെ അസുഖമുള്ള ആളുടെ തലയിൽ കൈവച്ചു. ആള് പുറകോട്ട് മയങ്ങി വീണു. ആള് എണീറ്റ് ആ നിമിഷം തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ഹീലായി. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അതൊരു ഭയങ്കര മിറക്കിളായിരുന്നു. കാരണം സാധാരണ നമ്മളിപ്പോ എന്തായാലും പതുക്കെ ഒരു അസുഖം മാറുന്നത്, അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 ദിവസമെങ്കിലും എടുക്കും, അല്ലെങ്കിൽ ഇപ്പോൾ 1 ദിവസമെങ്കിലും എടുക്കും. പക്ഷെ ഇത് പ്രാർത്ഥിച്ചു അപ്പൊ തന്നെ മാറി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അതിന് മുന്നേ അങ്ങനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഒരു അത്ഭുതം പോലൊക്കെയായിരുന്നു ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടിട്ട് പിന്നെ അവിടെയുള്ള ഓരോരുത്തരും വേറെ സുവിശേഷകരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബൈബിളൊക്കെ വായിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ഞങ്ങൾക്ക് കുറച്ചൊരു സമാധാനം ജീവിതത്തിൽ വന്നു തുടങ്ങി. പ്രശ്നങ്ങൾ, സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ അപ്പോഴും അവിടെ നിൽപ്പുണ്ട്, പക്ഷേ നമുക്ക് ജീവിതത്തിൽ ഒരു സമാധാനം വന്നിട്ട് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആരും അറിയാണ്ട് ഓരോ പള്ളിയിലൊക്കെ പെന്തക്കോസ്ത് പള്ളിയിൽ പോയി തുടങ്ങി. ആ സമയത്ത് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത് റാന്നി AG ബാബു ജോർജ് പാസ്റ്ററിന്റെ സഭയിലായിരുന്നു ആ സമയത്ത് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ഓർക്കും ആ സമയത്ത്. പക്ഷെ ആരും അറിയാതെ പോകുന്നതുകൊണ്ട് അന്നൊക്കെ പൊട്ടൊക്കെ തൊട്ടിട്ടാ പോകുന്നത്. എന്നിട്ട് ബസ്സിലൊക്കെ പോകുമ്പോൾ പൊട്ട് തൊട്ടിട്ട് പോകും. എന്നിട്ട് പള്ളിയിൽ കയറുമ്പോൾ മാത്രം പൊട്ടെടുത്തിട്ട് ഈ കൈയുടെ സൈഡിൽ വെച്ചിട്ട് ഒട്ടിക്കും. എന്നിട്ട് പള്ളി കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ചു വന്നിട്ട് പൊട്ടൊക്കെ തൊട്ടിട്ട് അങ്ങനെയായിരുന്നു. കാരണം ആരും അറിയുന്നില്ല. അങ്ങനെ 2 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര എളുപ്പമുള്ള തീരുമാനം ആയിരുന്നില്ല. കാരണം അതുവരെ ഞങ്ങൾ രഹസ്യമായിട്ടായിരുന്നെങ്കിലും പക്ഷെ സ്നാനപ്പെട്ടു എന്നുള്ളത് ആ നാട്ടിലെ എല്ലാ ആൾക്കാരും അറിഞ്ഞു. അപ്പോൾ നാട്ടിലുള്ളവർ അറിഞ്ഞു. അപ്പൊ ഞങ്ങള് ഈ നായന്മാര്, അപ്പൊ അച്ഛനും അമ്മയൊക്കെ NSSനകത്തുള്ള ആൾക്കാരാണ്. അച്ഛന്റെ ബന്ധുക്കാര്, അമ്മയുടെ ബന്ധുക്കാര്, ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ബന്ധുക്കാര്, ഇങ്ങനെ ഓരോ ദിവസം ഓരോ കൂട്ടമായിട്ട് ആൾക്കാർ വീട്ടിൽ വന്നിട്ട് നമ്മളോട് ഭീഷണിപ്പെടുത്തും. നമ്മൾ തിരിച്ചു വാന്നും പറഞ്ഞിട്ട് സ്നേഹത്തോട് പറഞ്ഞവരുണ്ട്, ഭീഷണിപ്പെടുത്തി പറഞ്ഞവരുണ്ട്. പിന്നെ ഇനി പുറത്തിറങ്ങിയാൽ, നിങ്ങൾ ഇങ്ങനെയാണ് പോകുന്നെങ്കിൽ പുറത്തിറങ്ങിയാൽ ഞങ്ങൾ നിങ്ങളെ കൊന്നു കളയുമെന്ന് പറഞ്ഞവരെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ കർത്താവിന്റെ കൃപയാലും ഞങ്ങൾക്ക് ആ സമയം ഉറച്ചു നിൽക്കാൻ വേണ്ടി മതി, ഇനി ഇതൊന്നും വേണ്ട, ഞങ്ങൾ യേശുവിനെ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കുടുംബമായിട്ട് ഞങ്ങൾ സ്നാനപ്പെട്ടു. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ വിശ്വാസത്തിൽ വന്നതും സ്നാനപ്പെട്ടതും. അങ്ങനെയായിരുന്നു തുടക്കം, അങ്ങനെയായിരുന്നു. ഇനിയും അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടില് കുറെ അത്ഭുതങ്ങളും കുറെ മാറ്റങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിലുണ്ടായ കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് എൻ്റെ ലൈഫിനെ പറ്റിയിട്ട് പറയാം. ഈ സമയത്ത് ഞാൻ സ്നാനപ്പെടുന്ന സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുക, എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. +2 പഠിക്കുമ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ സ്നാനപ്പെടുന്നത്. അപ്പം ആ സമയത്ത് കോളേജിൽ പോയി ഹോസ്റ്റലിൽ ഞാൻ തൃശ്ശൂർ റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, അവിടെയാണ് ഞാൻ പഠിക്കുന്നത്. ഹോസ്റ്റലിൽ വീട്ടിൽ നിന്ന് അത്രയും മാറി നിന്ന്, റാന്നിയിൽ നിന്ന് തൃശ്ശൂർ എന്ന് വെച്ചാൽ അത്രയും ദൂരം ഉണ്ടല്ലോ, മാറി നിന്നാണ് പഠിക്കുന്നത്. അപ്പൊ ഞാൻ ആ സമയത്ത് അപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ പള്ളിയിലൊന്നും ശരിക്കും പോകുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് എന്നെ ഗൈഡ് ചെയ്യാൻ വേണ്ടി ആരുമില്ല, ഹോസ്റ്റലിലാണല്ലോ. അപ്പൊ നാട്ടിൽ വല്ലപ്പോഴും പോകുമ്പോൾ മാത്രം റാന്നിയിലെ ചർച്ചിൽ പോകും, അല്ലെങ്കിൽ ഞാൻ എങ്ങും പോകുന്നില്ല. അപ്പൊ അത് ഞാൻ മുമ്പേ പറഞ്ഞത്, ആ ഓരോരുത്തരുടെ സാക്ഷിയൊക്കെ കേൾക്കുമ്പോൾ അവരൊക്കെ തുടങ്ങിയ സമയത്ത് അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ എന്നും കൃത്യമായിട്ട് ചർച്ചിൽ പോകണമെന്ന് പറയാനോ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് വിശ്വാസ ജീവിതം, ഇങ്ങനെയാണ് വചനം ഇങ്ങനെയാ പറയുന്നത്, അങ്ങനെ ഒന്നും പറഞ്ഞു തരാൻ വേണ്ടി ആരും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ എനിക്ക് അങ്ങനെ പറഞ്ഞു തരാൻ വേണ്ടി ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും കർത്താവ് തന്നെ ആ മുറിക്കകത്ത് ഇന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചത്. എനിക്കിപ്പോൾ ആകെ ഉണ്ടായിരുന്നത് വേദപുസ്തകം മാത്രമാണ്. ഞാൻ അത് എപ്പോഴും എടുത്തിട്ട് വായിക്കും, എപ്പോഴും മുട്ടുമടക്കി ഇരുന്നിട്ട് പോയി പ്രാർത്ഥിക്കും. ഒരുപാട് കാര്യങ്ങളും എനിക്ക് കർത്താവ് തന്നെ എനിക്ക് വചനത്തിൽ കൂടെ എന്നോട് കർത്താവ് പലപ്പോഴും എനിക്ക് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. അതേപോലെ ഞാൻ നാട്ടിൽ ചെല്ലുന്ന സമയത്താണെന്ന് തോന്നുന്നു എനിക്കിങ്ങനെ കുറച്ച് പുസ്തകങ്ങൾ, എനിക്ക് ബുക്കൊക്കെ വായിക്കാൻ ഇഷ്ടം, ഞാൻ പഠിക്കാനൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പൊ ബുക്കൊക്കെ വായിക്കാൻ ഇഷ്ടമായതുകൊണ്ട് കുറെ ദേവദാസന്മാരുടെ പുസ്തകങ്ങളൊക്കെ ഞാൻ ആ സമയത്ത് വായിച്ചിട്ടുണ്ട്. റെയ്നാഡ് ബോങ്കയുടെയും പോളിയോങ്കിച്ചോ അവരുടെയൊക്കെ പുസ്തകങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വായിക്കാൻ. അത് വായിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആണെങ്കിൽ PG വർഗീസിന്റെ പുസ്തകങ്ങൾ, അതെല്ലാം വായിച്ചിട്ടുണ്ട്. ആ പുസ്തകങ്ങളും വേദപുസ്തകം വായിക്കും, ഇത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നാട്ടിൽ 2 മാസം കൂടുമ്പോൾ മാത്രം പള്ളിയിൽ പോകും. അല്ലാണ്ട് എനിക്ക് വേറെ ആരും ഇങ്ങനെ പറഞ്ഞു തരാനോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഈ പുസ്തകങ്ങളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. കാരണം എന്നെ 2 രീതിയിലാണ് ആ പുസ്തകങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തത്. ഈ പുസ്തകം വായിച്ചപ്പോൾ തന്നെ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് മനസ്സിൽ കയറിയ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വായിച്ച എല്ലാ
എല്ലാ പുസ്തകങ്ങളിലെയും ദേവദാസന്മാരാണെങ്കിൽ ഒരുപാട് കഷ്ടം സഹിച്ചിട്ട് ലോകത്തിന്റെ അങ്ങേയറ്റം സുവിശേഷം പറഞ്ഞവരാണ്. അപ്പൊ തന്നെ എനിക്ക് ആദ്യമേ ഉണ്ട് എനിക്കും അതുപോലെയാണെങ്കിലും മറ്റുള്ളവരോടാണെങ്കിലും എന്റെ സാക്ഷ്യം പറയണം, സുവിശേഷം പറയണം എന്നുള്ള ഏറ്റവും ആദ്യം വന്നു. ഒരുപാട് വിശ്വാസത്തിൽ ഭയങ്കര ഡീപ്പായിട്ട് ഉറക്കുന്നതിനേക്കാളും മുന്നേ തന്നെ എന്റെ മനസ്സിൽ വന്ന ആദ്യത്തെ ചിന്ത അത് തന്നെയായിരുന്നു. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ വായിച്ച പുസ്തകങ്ങളിലെ എല്ലാ ദേവദാസന്മാരും വിശ്വാസത്താൽ ജീവിച്ചവരാണ്. കാരണം ഒന്നുമില്ലാണ്ട് ഇറങ്ങിയിട്ടാണെങ്കിൽ എല്ലാം ആണെങ്കിൽ വിശ്വാസത്താൽ മാത്രം പ്രാർത്ഥിച്ച് നേടിയ ആൾക്കാരാണ്. അപ്പം ആ പുസ്തകങ്ങളെല്ലാം ആണെങ്കിൽ അങ്ങനെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് നേടേണ്ടുന്ന അങ്ങനത്തെ കാര്യങ്ങൾ ആ സമയത്ത് എനിക്ക് കിട്ടിയ പുസ്തകങ്ങളെല്ലാം അങ്ങനത്തെ ആയിരുന്നു. അതുപോലെ എനിക്ക് തോന്നുന്നു വിശ്വാസത്തെ പറ്റിയിട്ട് തന്നെയുള്ള വചനമാണ് ഞാൻ ആദ്യമായിട്ട് കാണാതെ പഠിച്ചത്. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയ എന്നുള്ള വചനമാണ് ഞാൻ ആദ്യമായിട്ട് കാണാതെ പഠിക്കുന്നത് തന്നെ. അപ്പം എനിക്ക് അങ്ങനെ ഒരു മനസ്സിൽ ഭയങ്കര ഇത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അങ്ങനെ നടക്കും, പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ 100% വിശ്വസിക്കണമെന്നൊക്കെ ഉള്ളത് ഞാനിങ്ങനെ വേദപുസ്തകം വായിച്ചിട്ടും ആ പുസ്തകങ്ങൾ വായിച്ചിട്ടും ഞാൻ പഠിച്ചു. അപ്പൊ എനിക്ക് ആ ഒരു വിശ്വാസത്തിന്റെ ഇത് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത് എന്റെ യൂണിവേഴ്സിറ്റി എക്സാം നടക്കുന്ന സമയത്താണ്. ബാക്കി എനിക്ക് നോർമലി ലൈഫ് ഇങ്ങനെ പോകുന്നുണ്ട് വീട്ടിൽ, പക്ഷെ അതേസമയം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ വന്നതിൻ്റെതായിട്ടുള്ള ആൾക്കാരുടെ എതിർപ്പുകളും പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ ഈ വിഗ്രഹാരാധനയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നുകൊണ്ട് പലർക്കും വീട്ടിൽ പൈശാചികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി, പൈശാചിക ബാധയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. അപ്പൊ ഓരോ ദിവസം വീട്ടിൽ വിളിക്കുമ്പോൾ അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. അപ്പൊ ഒരു സൈഡിൽ ആ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ എനിക്കാണെങ്കിൽ ഭയങ്കരമായ ഒരു സമാധാനം അപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനെ യൂണിവേഴ്സിറ്റി എക്സാം നടക്കുന്ന സമയത്താണ് എനിക്ക് അങ്ങനെ ഭയങ്കര വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കുന്നുള്ള ആദ്യത്തെ ഇൻസിഡന്റ് എന്റെ ലൈഫിൽ നടക്കുന്നത് ഈ യൂണിവേഴ്സിറ്റി എക്സാം നടക്കുന്ന സമയത്താണ്. അപ്പം ഞാനാണെങ്കിൽ ഒരു എക്സാം, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് പറഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് ഉണ്ട്. എനിക്ക് ആ ഒരു സബ്ജക്റ്റ് മാത്രം എനിക്ക് ഒന്നും അറിയത്തില്ല. അതായത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് പഠിക്കാൻ വലിയ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ബാക്കി എല്ലാ സബ്ജക്റ്റും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അതായത് പഠിക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ ഇഷ്ടം ഉണ്ടായിട്ടല്ല, വീട്ടിലെ പ്രശ്നങ്ങൾ കാണാൻ എവിടെയെങ്കിലും എത്തണമെന്നുള്ള ഒരു ഭയങ്കര ചെറിയ പ്രായം തൊട്ട് അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു, അതുകൊണ്ട് പഠിക്കുന്നതാണ്. പിന്നെ ബുദ്ധിയും അങ്ങനെ ഭയങ്കരമായിട്ടില്ല, പക്ഷെ നമ്മളിങ്ങനെ ചില കുട്ടികളെ പറ്റി പറയത്തില്ലേ, അത് കുത്തിയിരുന്ന് വലിയ ബുദ്ധിയൊന്നും ഇല്ല പക്ഷെ കുത്തിയിരുന്ന് കാണാപ്പാടം പഠിച്ചിട്ടാ കിട്ടുന്നത്, അങ്ങനെ ചില കുട്ടികളെ പറ്റി പറയത്തില്ലേ. അപ്പൊ അങ്ങനെ ഒരു കുട്ടിയായിരുന്നു ഞാൻ. ഹാർഡ് വർക്ക് ചെയ്യും, പക്ഷെ അങ്ങനെ ഭയങ്കര ബുദ്ധിയില്ല, പക്ഷെ ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ പക്ഷേ ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാബ് എക്സാം, നമ്മൾ കാണാതെ പഠിച്ചിട്ട് നമുക്ക് പോയി എഴുതാൻ പറ്റത്തില്ല, കാരണം അത് ചെയ്ത് കാണിക്കില്ല ലാബിൽ പോയിട്ട്, അല്ലാണ്ട് നമ്മൾ റൂമിനകത്ത് ഇരുന്ന് കാണാതെ പഠിച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അപ്പൊ ബാക്കി സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടാണെങ്കിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. കാരണം എനിക്ക് പണ്ട് തൊട്ടേ അങ്ങനെ എക്സാം പേടിയോ അങ്ങനെയൊന്നും ഉള്ള കൂട്ടത്തിലൊന്നും അല്ല, കാരണം പഠിക്കും വലിയ കുഴപ്പമില്ല, എങ്ങനെയൊക്കെ കാണാതെ പഠിച്ചാണെങ്കിൽ മാർക്കൊക്കെ എല്ലാ ക്ലാസ്സിനും ടോപ്പർ ആയിരുന്നുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഈ വിഷയം വന്നപ്പോഴത്തേക്കിനാണെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നി. ഞാൻ തോറ്റു പോകുമെന്നുള്ളൊരു പേടി എൻ്റെ മനസ്സിൽ തോന്നി, കാരണം എനിക്ക് ഒന്നും അറിയത്തില്ല, ഞാൻ തോറ്റു പോകുമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് പേടിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഞാൻ പേടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് വചനം വായിച്ചപ്പോഴത്തേക്കിനാണെങ്കിൽ എൻ്റെ മനസ്സിൽ എവിടുന്ന് ഒരു സമാധാനം വന്നു. അപ്പൊ ഞാനിങ്ങനെ, ഞങ്ങൾക്ക് ലാബ് എക്സാമിന് ഒരു 9 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. 9 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം, പക്ഷെ ഒറ്റ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. ആ ക്വസ്റ്റ്യൻ വെച്ചിട്ടായിരിക്കും, കാരണം 2.5 മണിക്കൂറത്തെ ലാബ് ഉണ്ട്. അപ്പം അത് വെച്ചിട്ട് പിന്നെ അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിന്റെ ബാക്കിയായിട്ട് അങ്ങനെ ചോദിക്കും. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ 9 ക്വസ്റ്റ്യനകത്ത് എനിക്ക് അറിയാവുന്ന ഒരേ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, കാരണം ഏറ്റവും എളുപ്പമുള്ള ഒരേ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു അത് പഠിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എന്നോട് ചോദിക്കുക ഞാൻ എന്തുകൊണ്ട് അന്ന് അത് പഠിച്ചു എന്ന് വെച്ച് പഠിച്ചത് എന്നോട് ദൈവം സംസാരിച്ചിട്ടാണോ അതോ എനിക്ക് ആകെ അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ അതായതുകൊണ്ട് ഞാൻ പോയി ഇന്ന് പഠിച്ചതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ തീരുമാനിച്ചു ഞാൻ അതേ പഠിക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു. കാരണം ബാക്കിയൊന്നും എനിക്ക് അറിയത്തില്ല, കാരണം ചെയ്തതൊന്നും എനിക്ക് ഓർമ്മയില്ല, ലാബിലും എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പൊ ഞാൻ പോയി ഒന്ന് പ്രാർത്ഥിച്ചു, എനിക്കിത് തന്നെ വരണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു സൈഡിൽ ഈ വേദപുസ്തകത്തിൽ വിശ്വാസത്തെ പറ്റിയുള്ള എല്ലാ വചനങ്ങളും ഞാൻ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ വായിച്ചു വെച്ചേക്കുന്ന പുസ്തകങ്ങളിൽ എല്ലാവരും വിശ്വാസത്താൽ PG വർഗീസിന്റെ പുസ്തകത്തിലും എല്ലായിടത്തും പറയുന്നത് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് മാത്രം അത്ഭുതങ്ങൾ നടന്ന കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഞാൻ അത് മാത്രം പഠിക്കാൻ തുടങ്ങി. ഈ പഠിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ വെറുതെ പഠിക്കുകയും വെറുതെ പ്രാർത്ഥിക്കുകയല്ല, ഭയങ്കര വിശ്വസിക്കാൻ തുടങ്ങി. ആ ക്വസ്റ്റ്യൻ മാത്രമേ എനിക്ക് ചോദിക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഇപ്പോഴത്തെ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പം, ഇപ്പൊ ഇത്രയും വർഷങ്ങളായി, ഇപ്പൊ വിശ്വാസി വന്നിട്ട് 18 വർഷങ്ങളാവുന്നു, ഇപ്പൊക്കെ നോക്കുമ്പം ചിലപ്പം ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, എനിക്കും ഉണ്ടായിട്ടുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കും വിശ്വസിച്ച് നടക്കും എന്നൊക്കെ പറയും, ഓ കർത്താവ് ചെയ്യുമെന്ന് പറഞ്ഞാലും സ്റ്റിൽ നമുക്കൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാവും, ഇനി പ്രാർത്ഥിച്ച് നടന്നില്ലെങ്കിലോ എന്നും പറഞ്ഞിട്ട് ഒരു ബാക്കപ്പ് പ്ലാൻ വെക്കും. പക്ഷെ അന്നത്തെ എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുട്ടിയുടെ വിശ്വാസം എങ്ങനെയാണോ അങ്ങനത്തെ വിശ്വാസമായിരുന്നു എൻ്റെത്. ബാക്കപ്പ് പ്ലാൻ ഒന്നുമില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, വേറെ ഒരു ക്വസ്റ്റ്യനും പഠിച്ചിട്ടില്ല, ആ ഒരേ ഒരു ക്വസ്റ്റ്യൻ മാത്രം
എന്നിട്ട് ഞാൻ വിശ്വസിക്കുകയാണ് എനിക്ക് വരുന്ന ക്വസ്റ്റ്യൻ അത് മാത്രമാണ്. അപ്പൊ എനിക്ക് ടെൻഷനോ പേടിയോ ഒന്നുമില്ല, കാരണം ഞാൻ പഠിച്ച ഒരേ ഒരു ക്വസ്റ്റ്യൻ ആണ്, അതെനിക്ക് വരാൻ പോകുന്നു, അത് മാത്രം പഠിക്കുന്നു. ലാബിൽ എല്ലാവരും ടെൻഷൻ അടിച്ച് കയറുന്നു, എനിക്ക് അതിന് പുറത്ത് നിൽക്കുമ്പോഴും ടീച്ചർ ക്വസ്റ്റ്യൻ തരുമ്പോഴും എനിക്കൊരു പേടിയില്ല, കാരണം എനിക്കൊരു ക്വസ്റ്റ്യനെ അറിയത്തുള്ളൂ, അത് ഞാൻ പഠിച്ചിട്ടുണ്ട്, അത് തന്നെയാണ് ഈ ക്വസ്റ്റ്യന് കിടക്കുന്നത്, പിന്നെ എന്തിനാ ടെൻഷൻ. ആ ക്വസ്റ്റ്യൻ തന്നെ വന്നു, എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയില്ല, കാരണം ഞാൻ 2 ദിവസമായിട്ട് ഞാൻ വിശ്വസിച്ച് വെച്ചേക്കുന്ന ഇതാണ്. അത് തന്നെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ആ നിമിഷത്തിൽ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ, ഇന്നിപ്പം ഈ പറഞ്ഞ പോലെ അന്ന് ഒട്ടും അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല, ജഡ്ജ്മെന്റ് ഇല്ല, ചോദ്യങ്ങളില്ല, അന്ധമായ കർത്താവിലുള്ള വിശ്വാസം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ചില പ്രതിസന്ധി കൂടെ പോകുമ്പോൾ ആദ്യം കർത്താവ് ചെയ്യുമോ എന്നൊക്കെയുള്ള ഡൗട്ട് വരുമ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും, അന്ന് ഈ 18 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു കോളേജ് പെൺകുട്ടി ഒന്നിനെ സംശയിക്കാണ്ട് കർത്താവ് ചെയ്യുമെന്ന് മാത്രം വിശ്വസിച്ച് ആ അത്ഭുതം ജീവിതത്തിൽ കണ്ട വ്യക്തിയാണ്. അന്നത്തെ ആ വിശ്വാസം അങ്ങനെ തന്നെ എനിക്ക് ഇന്നും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ച അവസരങ്ങൾ പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആദ്യം തുടക്ക സംഭവം അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഓരോ സ്റ്റേജിലുള്ള 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. പിന്നെ ഉണ്ടായത് ഇതുപോലെയാണെങ്കിൽ, ഞാനൊരു 3rd ഇയർ പഠിക്കുന്ന സമയത്തും, അത് എഗെയിൻ ഒരു യൂണിവേഴ്സിറ്റി എക്സാമിന്റെ സമയത്താണ്. ആ സമയത്ത് കോളേജ് ഹോസ്റ്റൽ മുഴുവൻ ഫുഡ് പോയിസൺ ഉണ്ടായി. അപ്പം അവിടെയുള്ള ലേഡീസ് ഹോസ്റ്റലിൽ എല്ലാ പെൺകുട്ടികൾക്കും ആണെങ്കിൽ പ്രശ്നങ്ങളാണ്. ഈ ലൂസ് മോഷൻ, വോമിറ്റിംഗ്, അങ്ങനെ ക്ഷീണം, എന്നിട്ട് ഇവർ തലകറങ്ങി വീഴും, ഫുഡ് നടക്കുന്ന വഴി തലകറങ്ങി വീഴും, എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഹോസ്പിറ്റലിൽ. ആ സമയത്ത് എനിക്കിപ്പോൾ അറിയില്ല ആ ചാനൽ ഉണ്ടോന്ന്, ജീവൻ TV എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ അന്നുണ്ടായിരുന്നു 18 വർഷം മുന്നേ. ഇപ്പോൾ എനിക്ക് മലയാളത്തിലെ ചാനലൊന്നും അറിയത്തില്ല. അവർ നമ്മുടെ കോളേജിൽ വന്നിട്ട് കാണും, അത് വലിയ ഇഷ്യൂ ആയിരുന്നു ആ സമയത്ത്. നമ്മുടെ ഇതൊക്കെ വീഡിയോ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്യുകയും നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു വലിയ പ്രശ്നമായിരുന്നു. യൂണിവേഴ്സിറ്റി എക്സാം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജിൽ വലിയ ഫുഡ് പോയിസൺ ഉണ്ടായെന്നും പറഞ്ഞിട്ട് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു എക്സാമിന് വേണ്ടിയിട്ട് രാത്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് എനിക്കും ഇതേ ലക്ഷണങ്ങൾ, എനിക്ക് ആകെപ്പാടെ അസ്വസ്ഥതകളും അവർക്കൊക്കെ തോന്നുന്ന അതേ ലക്ഷണങ്ങൾ എനിക്ക് ഉണ്ടായി. അപ്പൊ ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്കിങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പം ചേച്ചി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഓൾറെഡി ഈ അസുഖങ്ങൾ വന്നവരൊക്കെ കുറെ പേര് ഹോസ്പിറ്റലിൽ പോയിട്ട് അവർക്ക് മരുന്ന് കിട്ടിയിട്ടുണ്ടല്ലോ, ആ മരുന്ന് നീ എന്തെങ്കിലും വാങ്ങിച്ച് നീ തൽക്കാലം കഴിക്കുക, കാരണം ഇത് യൂണിവേഴ്സിറ്റി എക്സാം ആണല്ലോ, അത് മിസ്സാക്കാൻ പാടില്ല എന്ന് ചേച്ചി പറഞ്ഞു. അങ്ങനെ ചേച്ചി പറഞ്ഞത് കൊണ്ടാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഓക്കെ ചേച്ചി നീ എങ്ങനെയെങ്കിലും എക്സാം എഴുതുക, കാരണം അത് എങ്ങനെയെങ്കിലും ഇതാക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ചേച്ചിയോട് അത് എഗ്രി ചെയ്തിട്ട് ഞാൻ പോയിട്ട് മരുന്നൊക്കെ വാങ്ങിക്കാന്ന് കരുതിയിട്ട് ഇരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നുന്നു, ഞാൻ മരുന്ന് കഴിക്കണ്ട, ഞാൻ മരുന്ന് കഴിക്കാണ്ട് തന്നെ എൻ്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കും. അപ്പം ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു നേരത്തെ കിടന്നുറങ്ങുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, കർത്താവ് ചേച്ചി എന്നോട് പറഞ്ഞു മരുന്ന് എടുക്കാൻ, പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ മരുന്ന് കഴിക്കാണ്ട് കർത്താവ് എന്നെ ഹീലാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പം എൻ്റെ ഡോക്ടർ നീയാ, എന്നെ വന്നിട്ട് എന്നെ സൗഖ്യമാക്കണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച്, അപ്പോഴും എനിക്ക് വിശ്വാസം ഇങ്ങനെ ഉണ്ട്, കർത്താവ് എന്നെ ഹീലാക്കും, ഞാൻ നാളെ ഓക്കെ ആകുമെന്ന്. അപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ കിടന്ന് രാവിലെ എണീറ്റപ്പം എനിക്ക് അസുഖങ്ങളൊന്നുമില്ല. ഞാൻ പോയി യൂണിവേഴ്സിറ്റി എക്സാം എഴുതി. ആ എക്സാം അന്നത്തിന് ശേഷം യൂണിവേഴ്സിറ്റി എക്സാം കംപ്ലീറ്റ് മാറ്റി വെച്ചു, കോളേജ് മൊത്തത്തിൽ മാറ്റി വെച്ചായിരുന്നു. പിന്നെ കുറെ ഒരു ബ്രേക്ക് വന്നിട്ട് എല്ലാവരും ഓക്കെ ആയതിനു ശേഷമാണ് അത് എക്സാം പിന്നെ നടക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഞാൻ നല്ല മാർക്കോടെ തന്നെ ആ എക്സാമും പാസ്സായി. എഞ്ചിനീയറിംഗ് ഞാൻ നല്ല മാർക്കോടെ തന്നെ കർത്താവിന്റെ കൃപയാൽ പാസ്സായി. ഞാൻ പാസ്സായി ഇറങ്ങിയപ്പം എല്ലാവരും വിചാരിച്ചു ഞാൻ ഏറ്റവും നല്ല മാർക്കോടെ പാസ്സായത്. കാരണം ഞങ്ങളുടെ ക്ലാസ്സിൽ എനിക്കൊന്ന് ഒരു 65-70 പിള്ളേരുള്ളത്, ഇന്ന് 2-3 പേരെ ഉണ്ടായിരുന്നുള്ളൂ ഒരു സബ്ജക്റ്റ് പോലും ഫെയിൽ ആവാണ്ട് പാസ്സായിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും എന്നെപ്പറ്റി ഒരുവിധം എല്ലാ സെമസ്റ്ററിലും ഞാനായിരുന്നു അവിടെ ടോപ്പറായിരുന്നു. എനിക്ക് പലയിടത്തും വേണമെങ്കിൽ പഠിക്കാനുള്ള ഓരോ ഇയറിലെയും ബുക്കൊക്കെ ആണെങ്കിൽ പ്രീവിയസ് ഇയറിൽ ടോപ്പ് സ്കോർ ആയതിന് അവർ ഗിഫ്റ്റായിട്ട് തന്ന സംഭവം ഉണ്ടായിരുന്നു. ആ ബുക്ക് പ്രീവിയസ് ഇയറിലെ മാർക്കിന് ഗിഫ്റ്റ് കിട്ടിയത് വെച്ചിട്ടാണ് ഓരോ ഇയറിലും ചില ഇയറിൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ നല്ല മാർക്കോടെ പാസ്സായി ഇറങ്ങിയപ്പം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉറപ്പുണ്ടായിരുന്നു ഞാൻ പഠിച്ചിറങ്ങി അപ്പം തന്നെ എനിക്ക് ജോലി കിട്ടുമെന്ന് അച്ഛനും അമ്മയ്ക്കും ഉറപ്പുണ്ടായിരുന്നു. ടീച്ചേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്നുകിൽ എനിക്ക് നല്ല ജോലി കിട്ടും, അല്ലെങ്കിൽ ഞാൻ MTechഉം PhD ഒക്കെ ചെയ്തിട്ട് പഠിച്ച് ആ ലെവലിൽ പോകും എന്ന് എല്ലാവർക്കും ഉറപ്പുണ്ടായിരുന്നു. എനിക്കും അങ്ങനെ ഉറപ്പുണ്ടായിരുന്നു. ഞാൻ പഠിച്ചിറങ്ങി, പക്ഷെ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല. ഇന്ന് ഇപ്പൊ നോക്കുമ്പോൾ എൻ്റെ 18 വർഷത്തെ ഇതിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് അല്പം പോലും മറുപടി കിട്ടിയില്ല എന്ന് തോന്നിയതും, ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിച്ച ഒരു 3 വർഷക്കാലം ഉണ്ടായിരുന്നു. ഒരുപാട് ഇന്റർവ്യൂവിന് പോയി, ഒരുപാട് എക്സാമുകൾ എഴുതി, ഗേറ്റ് എക്സാം എഴുതി, ഒന്നും കിട്ടിയില്ല. അപ്പം പോയി ഓരോ തവണ ഓരോ ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കിനാണെങ്കിൽ ഒരുപാട് മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി എഴുതിയിട്ട് തിരിച്ചു വരുമ്പം അറിയും എനിക്ക് കിട്ടിയിട്ടില്ല.
സത്യം പറഞ്ഞ് ഞാൻ ആ സമയത്ത് പിറുപിറുത്തിട്ടുണ്ട്. 1 മണിക്കൂർ ഞാൻ ഇങ്ങനെ പിറുപിറുത്ത് പറയും, കർത്താവേ എൻ്റെ എല്ലാ അവസ്ഥ അറിഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര കഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ ഇങ്ങനെ പിറുപിറുക്കും. അത് 1 മണിക്കൂർ കരഞ്ഞു കഴിയുമ്പം എനിക്ക് സമാധാനമാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറയും, ഇല്ല എനിക്ക് ഒരു ജോലി കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വിശ്വാസം ഇട്ടിട്ട് പോകത്തൊന്നുമില്ല. ഞാൻ തന്നെ പറയുന്നതാണ്. അങ്ങനെ അങ്ങനെ കുറെ നേരം കരയും. പിന്നെ ഞാൻ ഇല്ല ഞാൻ ഓക്കെ ആവും. പക്ഷെ ഒരു രാത്രി പോലും ഞാനാണെങ്കിൽ അവിശ്വാസത്തോടെ കിടന്നുറങ്ങിയിട്ടില്ല. ഒരു ദിവസം എന്തായാലും കർത്താവ് എന്റെ വേദന മാറ്റുമെന്ന് എനിക്ക് എന്തായാലും ഉറപ്പുണ്ടായിരുന്നു. പുറത്തിട്ടുണ്ട്. പക്ഷെ ഒടുവിൽ എനിക്ക് എപ്പോഴും ഞാൻ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഒരു ദിവസം എന്റെ കണ്ണുനീര് കർത്താവ് മാറ്റുന്നു. അങ്ങനെ 1-2 ദിവസം അല്ല, 1-2 മാസങ്ങളല്ല, 3 വർഷം എനിക്ക് ജോലി കിട്ടിയില്ല. അപ്പോൾ 3 വർഷം എന്ന് വെച്ചാൽ എനിക്ക് വീട്ടിൽ ഫിനാൻഷ്യലി ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളപ്പോൾ ഒരാൾക്ക് ജോലി ഇല്ലാണ്ടിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ കർത്താവ് നടത്തി. എനിക്ക് എവിടെ നിന്നൊക്കെ ആരൊക്കെയാണ് ഈ ഹോസ്റ്റൽ ഫീസ്, ഞാനാണെങ്കിൽ ഓരോ സ്ഥലത്ത് പോയി നിന്നിട്ടൊക്കെ ജോലി അന്വേഷിച്ചു, പല രീതിയിലും ട്രൈ ചെയ്തു. അപ്പം കർത്താവ് നടത്തി എന്നുള്ളതാണ് സത്യം. ഇനി ഞാൻ പറഞ്ഞില്ലേ, ആ 3 വർഷം എനിക്കൊരു അങ്ങനെ ഒരു ഇതിൽ കൂടെ കർത്താവ് എന്നെ നടത്തിയെങ്കിലും ഇന്ന് ഞാൻ നോക്കുമ്പോൾ പിന്നീട് എൻ്റെ ലൈഫിൽ ഒരിക്കലും ഞാൻ വിചാരിക്കാത്തതുപോലുള്ള അത്ഭുതങ്ങൾ നടന്നത് എൻ്റെ കരിയറിലായിരുന്നു. അത് ഞാൻ വഴിയെ പറയാം. പക്ഷെ ആ 3 വർഷം ഒന്നും നടന്നില്ല എന്നുള്ളത് സത്യമാണ്. പിടിച്ചു നിൽക്കാൻ വേണ്ടി കർത്താവ് കൃപ തന്നു. പ്രാർത്ഥിക്കാനൊക്കെ കർത്താവ് കൃപ തന്നു. പിറുപിറുത്തെങ്കിലും പിറുപിറുപ്പിന്റെ അവിടെ അത് 1 മണിക്കൂർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത് നിഷേധിക്കുന്നില്ല. പക്ഷേ ഫൈനലി എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഒരു ദിവസം കർത്താവ് എന്നെ ഉറപ്പായിട്ടും മാനിക്കുന്നുള്ള വിശ്വാസം അന്ന് എന്തായാലും ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എനിക്ക് 3 വർഷം കഴിഞ്ഞപ്പം എനിക്ക് ജോലി കിട്ടി. ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആയിട്ട് തന്നെ ജോലി കിട്ടി. അധികകാലം ജോലിയൊന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് കല്യാണം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ US പോയിട്ട് അങ്ങനെ US പോയി. ഇനി കല്യാണത്തെ പറ്റി പറയുവാണെങ്കിൽ എനിക്ക് ആദ്യം ഒരു കല്യാണാലോചന, ഞാൻ ആദ്യം പറഞ്ഞല്ലോ എനിക്ക് സുവിശേഷ വേല ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പൊ എൻ്റെ ആഗ്രഹം ഒരു പാസ്റ്ററെ കല്യാണം കഴിക്കണമെന്നായിരുന്നു. അപ്പൊ എൻ്റെ ആദ്യ ആലോചന ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പാസ്റ്ററെ കല്യാണം കഴിച്ചാൽ മതിയെന്ന്. അപ്പം അന്നത്തെ ഒരു അറിയപ്പെടുന്ന ഒരു ദേവദാസനുണ്ട്, അദ്ദേഹത്തിന്റെ കല്യാണാലോചന ആദ്യം വരുന്നത്. അപ്പം അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമാണെന്ന് മനസ്സിലായി, എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ വീട്ടുകാർ സംസാരിച്ചപ്പം ഉള്ള സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾക്ക് പൈസ കൊടുക്കാനില്ല. ചേച്ചി പറഞ്ഞു, ഞങ്ങൾ ഒത്തിരി ജപ്തിയുടെ ഭീഷണി നിൽക്കുകയാണ്. അപ്പൊ ആണെങ്കിൽ ഈ കടമൊക്കെ വീഴുമ്പോൾ ഉള്ളത് വീട്ടിയിട്ട് 1/3 സൂര്യക്കുള്ളതാ എന്ന് പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ ഏതാണ്ട് ചെറിയ പൈസ ഏതാണ്ട് തരാന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടിട്ട് അവരുടെ വീട്ടുകാർക്ക് വിഷമമായിട്ട്, അവർക്കും ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരായിരുന്നു, എനിക്കറിയില്ല. എന്തായാലും അവർക്ക് ഇപ്പൊ ആ വിവാഹം വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർ പോയി. എനിക്കത് വിഷമമായി. അത് കഴിഞ്ഞിട്ട് 1-2 വർഷം കഴിയുമ്പോൾ എനിക്ക് അടുത്ത ആലോചന വരുന്നു. അടുത്ത ആലോചന വരുന്നത് ഒരു പാസ്റ്ററുടെ മോന്റെ ആലോചനയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു പാസ്റ്ററെ കിട്ടിയില്ല, എന്നാൽ ഇനി പാസ്റ്ററുടെ മോനെങ്കിലും ആയിക്കോട്ടെ, കാരണം പാസ്റ്റർക്ക് വളർത്തുന്ന മോനായോണ്ട് അങ്ങനെ ഭയങ്കര പ്രാർത്ഥിക്കുന്ന ഒരു മോനായിരിക്കും, എന്നാൽ അതായിക്കോട്ടെ എന്ന് കരുതി. അപ്പൊ അവരെന്നെ കാണാൻ വേണ്ടി വന്നു. അച്ഛൻ, അവരുടെ പപ്പ, അമ്മ, ബ്രദർ എല്ലാവരും എന്നെ കാണാൻ വേണ്ടി വന്നു. അപ്പം ഞാൻ ജോലി സ്ഥലത്തുനിന്ന് ലീവൊക്കെ എടുത്തിട്ട് അവിടെ ചെന്നേക്കുവാണ്. ചെറുക്കനും പെണ്ണുങ്ങളും സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചോളൂ, നിങ്ങൾ നല്ലപോലെ പ്രാർത്ഥിക്കുന്നതാണോ? അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, നല്ലപോലെ പ്രാർത്ഥിക്കും, ഞാൻ ബൈബിളൊക്കെ വായിക്കും ഒക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അപ്പൊ എനിക്ക് സന്തോഷമായി. എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് സൂര്യ ഇഷ്ടമായി, പക്ഷേ നമ്മുടെ തീരുമാനം എടുക്കുന്നത് നമ്മുടെ പേരൻസ് ആണല്ലോ. അപ്പൊ എനിക്ക് ആളെ ഇഷ്ടപ്പെട്ടു, ആൾക്ക് എന്നെ ഇഷ്ടമായി എന്ന് മനസ്സിലായി. പക്ഷേ അതും നടന്നില്ല. അതിനുള്ള കാരണം ആലോചന കൊണ്ടുവന്ന ആൾക്കാർ പറഞ്ഞ ഇതേ കാരണം തന്നെ. കാരണം ഞങ്ങളുടെ വീട് കണ്ടു കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു 2 ബെഡ്റൂമേ ഉള്ളൂ, മര്യാദയ്ക്ക് തേച്ചിട്ട് പോലും ഇല്ല. അപ്പൊ ആ വീട് കാണുമ്പോഴേ അറിയാം നമുക്ക് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. അപ്പൊ അവിടെ നിന്നൊന്നും കിട്ടാനും ഇല്ലെന്നുള്ള കാര്യം അറിയാം. അത് തന്നെയാണെന്ന് വിചാരിക്കുന്നു. കാരണം അവർ ഡയറക്റ്റ് പറഞ്ഞല്ല, ആലോചന കൊണ്ടുവന്ന ആൾക്കാർ പറഞ്ഞതാണ്. പിന്നെ സാരമില്ല, ഓരോരുത്തർ അവരോട് നിലയ്ക്കുള്ള അനുസരിച്ചാണല്ലോ നോക്കുന്നത്. അപ്പം നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്കത് ഒത്തിരി വിഷമമായി. കാരണം ആ പുള്ളിക്കാരനെ എനിക്ക് നല്ല ഇഷ്ടമായി എന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിന്. പിന്നെ മാത്രമല്ല, ഈ ആലോചന വരുന്നത് എനിക്ക് ജോലി ഇല്ലാതിരിക്കുന്ന സമയത്താണ്. അപ്പൊ ഈ പുള്ളിക്കാരൻ പറഞ്ഞു, ഈ ആലോചന കൊണ്ടുവന്ന ആള് പറഞ്ഞു, മീൻസ് ആ കാണാൻ വന്ന പയ്യൻ പറഞ്ഞു, എനിക്ക് ജോലിക്കൊന്നും പോകുന്നതിനോട് വലിയ താല്പര്യമില്ല, വീട്ടിലിരുന്ന് എന്റെ കാര്യം നോക്കുന്നതൊക്കെയാ ഇഷ്ടം, കൊച്ചുങ്ങളെന്ന്. അപ്പൊ ഞാൻ നോക്കിയപ്പം ഓക്കെ, എനിക്ക് ജോലിയില്ല, പിന്നെ ആ പേര് ആരോടും പറയാലോ, എനിക്ക് ഭർത്താവിന് ജോലിക്ക് വിടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണല്ലോ എന്ന് പറയാലോ എന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ കുറെ നാൾ വെയിറ്റ് ചെയ്തിട്ട് അവിടെ വീട്ടുകാർക്ക് താല്പര്യം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്കാർ, ആ കല്യാണാലോചന കൊണ്ടുവന്ന ആൾക്കാർ പറഞ്ഞു അവർക്ക് താല്പര്യം ഇല്ല. എന്നിട്ട് അത് പോയി. അതെനിക്ക് കുറച്ച് വിഷമമായിരുന്നു. പിന്നെ എനിക്ക് 24 വയസ്സായപ്പോഴത്തേക്കിന് ഇത് രണ്ടും ഇങ്ങനെ വന്ന ആലോചനയാണ്. ആ സമയത്ത് എനിക്ക് മാട്രിമോണിയലിൽ വീട്ടുകാർ രജിസ്റ്റർ ചെയ്തിട്ട് നോക്കാൻ തുടങ്ങി. ആ സമയത്തായിട്ട് ഇങ്ങനെ, അപ്പൊ ഇതിന് മുന്നേ വന്നൊക്കെ സാധാരണ മറ്റ് കാത്തലിക് അങ്ങനത്തെ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇതായപ്പോഴത്തേക്കിന് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ഭയങ്കര ഇത്, ഞങ്ങൾ ഹിന്ദു നായരാണ്, നായരിൽ നിന്ന് വന്നേക്കുന്ന വിശ്വാസി വന്ന ആൾക്ക് വേണമെന്ന് അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ആഗ്രഹം. ഞാൻ അന്നും പറഞ്ഞു, ഇപ്പോഴും പറയുന്നു, അങ്ങനെ നമ്മൾ
അതിൽ നിന്ന് വന്ന് നമ്മൾ ആ പാരമ്പര്യം വിട്ടു വന്നത്, എന്നിട്ട് അതിൽ നിന്ന് വന്ന ആൾ വേണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്തിനാണ് എന്ന് എനിക്ക് അതിനോട് അപ്പോഴും യോജിപ്പില്ല. ഇപ്പോഴും ഒരുപാട് പേരെ അങ്ങനെ കാണാറുണ്ട്, പക്ഷെ ഇപ്പോഴും എനിക്ക് യോജിപ്പില്ല. പക്ഷേ അവരുടെ ആഗ്രഹമായിരുന്നു അങ്ങനെ വേണമെന്നുള്ളത്. അവർ പക്ഷെ പറഞ്ഞ കാരണം ഇതാണ്, നമുക്ക് നല്ല ആലോചന വരത്തില്ലെന്നൊക്കെ നമ്മുടെ ബന്ധുക്കാരൊക്കെ പറയും, നമ്മളെ നിന്നിച്ചിട്ടേക്കുന്നതല്ലേ, അപ്പം ഇഷ്ടംപോലെ ഇതിൽ നിന്ന് തന്നെ വന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ആലോചന നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ മാട്രിമോണിയിലൊക്കെ ഇട്ടിട്ട് എനിക്ക് ആദ്യത്തെ ആലോചന വരുന്നത് ഹിന്ദു നായരിയിൽ നിന്ന് വന്ന ഒരു പയ്യന്റെ ആലോചന വന്നു. അവര് എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്ന സമയത്താണെങ്കിൽ ഞാൻ ജോലി സ്ഥലത്തു നിന്ന്, അപ്പം എനിക്ക് ജോലി ആയിട്ടുണ്ട്, ജോലി സ്ഥലത്തു നിന്ന് ഞാൻ ലീവ് എടുത്ത് പോയി അവര് അവരുടെ അമ്മയും ഈ പയ്യനും കൂടെ വന്നു, അവിടെ കുറച്ച് ബന്ധുക്കാരെയും കൂട്ടി വന്നു. ആദ്യത്തെ 2 കല്യാണാലോചനയ്ക്ക് ഉണ്ടതിനേക്കാളും മോശമായ അനുഭവം എനിക്ക് ഉണ്ടായത്. കാരണം ആദ്യത്തിലൊക്കെ ആണെങ്കിൽ ചെറുക്കനായിട്ട് സംസാരിക്കാനെങ്കിലും വീട്ടുകാർ സമ്മതിച്ചു. മൂന്നാമത്തെ ആയപ്പോഴത്തേക്കിന് അങ്ങനെ അവരുടെ കൂടെ ഒരു മുത്തശ്ശി, ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. വന്നപ്പോ തൊട്ടിട്ട് ഇങ്ങനെ കുറ്റം പറയുവാണ്. അങ്ങനെ വന്ന് കുറെ കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ട് അവര് ചെറുക്കനെ കൊണ്ട് എന്നോട് സംസാരിക്കുക പോലും ചെയ്യാണ്ട് അവർ പോയി. കാരണം അവർക്ക് ഇതുപോലെ അവർ പൈസയുള്ള വീട്ടിലായിരുന്നിരിക്കാം. അപ്പൊ ആ വീട് കണ്ടപ്പോൾ അവർക്ക് അവരുടെ നിലവാരത്തിന് ചേരുന്ന അല്ല എന്ന് തോന്നിയിട്ട് അവരങ്ങനെ ഇറങ്ങിപ്പോയി. എനിക്കത് ഒത്തിരി വിഷമമായപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ദയവ് ചെയ്തിട്ട് എനിക്ക് ആരും കല്യാണം ഒന്നും നോക്കണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ആരും എന്നെ ഇവിടുന്ന് കെട്ടിക്കൊണ്ട് പോകത്തില്ല. മാത്രമല്ല അപ്പൊ ഞാൻ വിചാരിക്കുന്നത് സ്ത്രീധനം കൊടുക്കേണ്ടതെന്ന് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് അക്കാലത്ത് എന്റെ വിചാരം. ഇനി നമുക്കൊരു 10 ലക്ഷം ഒക്കെ കൊടുക്കാറാവുമ്പോഴേ ഞാൻ ജോലി ചെയ്ത് കുറച്ച് പൈസ ഉണ്ടായിട്ട് നമുക്ക് കല്യാണം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് തന്നെ എനിക്കൊരു ആലോചന വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ടാ ഈ മൂന്നാമത്തെ ആലോചനയ്ക്ക് വേണ്ടി വന്നത്. അപ്പൊ വേറൊരു ആലോചന കൂടെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി പറഞ്ഞു, എന്തായാലും ഇത്രയൊക്കെ ആയതല്ലേ, ഈ ആലോചനയും കൂടെ ഒരാൾ കൂടെ വന്നിട്ടുണ്ട്, നീ അവരെ കൂടെ കണ്ടിട്ട് നീ അങ്ങ് പൊക്കോളാൻ പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞിട്ടും ചേച്ചിയുടെയൊക്കെ നിർബന്ധത്തിന് ശരി, ഞാനിനി ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരത്തില്ല, കാരണം ഈ വണ്ടിക്കൂലി മുടക്കി വരുന്നത് മെനക്കേടാണല്ലോ. അങ്ങനെ ചേച്ചിയുടെ നിർബന്ധത്തിന് അവര് വന്ന് എന്നെ കണ്ടു. അപ്പം പയ്യനില്ല, അവരുടെ അച്ഛൻ, അമ്മ, ചേട്ടന്റെ വൈഫ് എല്ലാവരും കൂടെ വന്ന് കണ്ടു. അപ്പൊ വീട്ടുകാർക്ക് ആലോചന ഒത്തിരി ഇഷ്ടമായി. കാരണം അത് അമേരിക്കയാണ്, അവരുടെ ആഗ്രഹം പോലെ നായരാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അപ്പൊ വീട്ടുകാർക്ക് അത് ഭയങ്കര ഇഷ്ടമായി. അവർ കണ്ടിട്ട് പോയിട്ട് അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് സൂര്യയെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അവർ വിളിച്ചു പറഞ്ഞിട്ടാണെങ്കിൽ പിന്നെ അപ്പൊ തന്നെ എന്റെ വീട്ടുകാരാണെങ്കിൽ, അത് ഈ അനീഷന്റെ പ്രപ്പോസലായിരുന്നു. അപ്പൊ തന്നെ അനീഷേട്ടനെ ആണെങ്കിൽ അവര് ഒരു വീഡിയോ കോൾ വെച്ചിട്ട് എന്റെ വീട്ടുകാർ അനീഷേട്ടനെ കണ്ടിട്ട് ചേച്ചി എന്നോട് പറഞ്ഞു, എടി ഫോട്ടോയിലൊന്നും കാണുന്നത് പോലെയല്ല, നല്ലത്, അനീഷിനെ കാണാനൊക്കെ ഒത്തിരി നല്ലതാണ്, നിനക്ക് എന്തായാലും ഇഷ്ടമാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എന്റെ മനസ്സിൽ ഇവര് ഈ പറഞ്ഞ പോലൊക്കെ അടുത്ത പ്രശ്നം വരുമല്ലോ, ഇവരെന്താണ് ചോദിക്കാൻ പോകുന്നത്, പൈസ എന്താ ചോദിക്കാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ചേച്ചിയൊക്കെ പോയിട്ടാണെങ്കിൽ അവരുടെ വീട് കണ്ടപ്പം അനീഷേട്ടൻ അപ്പൊ ആ സമയത്ത് അവിടെ ഒരു വീട് വെച്ചോണ്ടിരിക്കുക, ഒരു വലിയ. അപ്പൊ ചേച്ചി വന്നിട്ട് കണ്ടിട്ട് എന്നോട് പറഞ്ഞു, എടി ആ നാട്ടിൽ അത്രയും വലിയൊരു വീടില്ല, അതുപോലെ വലിയൊരു വീട് അനീഷ് അവിടെ വെച്ചോണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ആ വീടാണെങ്കിൽ എന്നിട്ട് ചേച്ചി പറഞ്ഞു, പക്ഷേല് അവർ പറഞ്ഞു ആ വീട്ടിൽ കുറച്ച് കടമുണ്ട്. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു ചേച്ചി, ഓൾറെഡി ഈ കടങ്ങൾ കണ്ട് എനിക്ക് മടുത്തു, ഇനി കടമുള്ള ഒരാളുടെ അടുത്തോട്ട് എനിക്ക് പോകണ്ടെന്ന്. അപ്പൊ ചേച്ചി പറഞ്ഞു, അങ്ങനെയല്ല, അനീഷ് അമേരിക്കയിൽ പോയ കാശും കൊണ്ടല്ല കടം, അതുകൊണ്ടല്ല, അവനാണെങ്കിൽ ചെറുപ്പത്തിലേ സൂക്ഷിച്ചു വെച്ച പൈസയും കൊണ്ട് ആ വീട് പണിയൊക്കെ തുടങ്ങിയേക്കുന്നത്, അപ്പൊ അവൻ അധ്വാനിക്കുന്നതാ, നിന്നെ നല്ലപോലെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോഴും എന്റെ മനസ്സിൽ കടം കൂടെ ഉള്ള ആൾക്കാരാകുമ്പോഴത്തേക്കിന് ഇനി ആ കടം വീട്ടാൻ വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചോദിക്കും എന്ന എന്റെ മനസ്സിൽ. അപ്പം ചേച്ചി അച്ഛനൊക്കെ ആണെങ്കിൽ അനീഷേട്ടൻ്റെ അടുത്ത് സംസാരിച്ചപ്പം അനീഷേട്ടൻ പറഞ്ഞു, എനിക്കാണെങ്കിൽ നിങ്ങളുടെ പൈസയൊന്നും വേണ്ട, എനിക്ക് സൂര്യ ഇഷ്ടപ്പെട്ടു, എനിക്ക് സൂര്യ മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു. ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ കല്യാണം. കല്യാണത്തിനാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അതുവരെ ഞങ്ങൾ വീഡിയോ കോൾ പോലും കണ്ടിട്ടില്ല, ഫോട്ടോ കണ്ടിട്ടില്ല. ഫോട്ടോ ജസ്റ്റ് കണ്ടിട്ടുണ്ട്, പക്ഷെ പല ഫോട്ടോയിലും ഓരോ മുഖമൊന്നും മനസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല, മനസ്സിൽ പതിഞ്ഞിട്ടില്ല എങ്ങനത്തെ ഒരു മുഖമാണെന്നൊന്നും. പിന്നെ ഫോണിൽ സംസാരിച്ചേക്കുന്നത് 2-3 പ്രാവശ്യം ആകെ സംസാരിച്ചിട്ടുള്ളൂ ഈ 6 മാസത്തിനിടയ്ക്ക്. അത് പറയുമ്പം 10 വർഷങ്ങൾക്ക് മുന്നേ വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ ഉള്ളൊരു കാലം തന്നെയാണ്, എല്ലാവരും വീഡിയോ കോൾ വ്യാപകമായിട്ട് ചെയ്യുന്ന ഒരു സമയം തന്നെയാണ്. പക്ഷെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഒന്നുണ്ടായി, 1-2 ദേവദാസന്മാർ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, അത് ദൈവഹിതമാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അത് ദൈവഹിതമാണെന്ന് അറിഞ്ഞ സ്ഥിതിക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇനി എന്താണെന്ന് വെച്ചാൽ മുന്നോട്ട് പോകട്ടെ, ഒരുമിച്ച് ജീവിച്ചു തുടങ്ങാം, അല്ലാണ്ട് ഇനി ഇപ്പൊ ആണെങ്കിൽ എക്സ്റ്റേണൽ അപ്പിയറൻസ് ഒന്നും നോക്കണ്ട, ബാക്കിയൊന്നും നോക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ കണ്ടുമില്ല, വീഡിയോ കോളിലും കണ്ടില്ല, സംസാരിച്ചിട്ടുമില്ല, ഫോട്ടോയും കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു. കല്യാണത്തിന് വരുമ്പോഴാണ് ആൾ എന്നെ ആദ്യമായിട്ട് കാണുന്നത്. കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ വീടിന്റെ പണി, അനീഷേട്ടൻ നാട്ടിൽ പണിഞ്ഞുകൊണ്ടിരുന്ന വീടിന്റെ പണി പൂർത്തിയായിട്ട് ആ വീട്ടിലോട്ടാണ് ഞാൻ കയറുന്നതും. അങ്ങനെയാണെങ്കിൽ പക്ഷെ വീടിന്റെ കടം എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞ 1 വർഷം വീടിയാണ്, വലിയൊരു കടമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും കടമൊക്കെ വീടുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ US വന്നു.
അപ്പൊ എനിക്ക് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഈ April 27 ആകുമ്പോഴത്തേക്കിന് 10 വർഷമാവും. എന്നെ സംബന്ധിച്ച് വിവാഹത്തെ പറ്റിയിട്ട് ഒരു വാക്ക് ഒറ്റ ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ, എന്റെ സകല കഷ്ടത്തിൽ നിന്നുമാണെങ്കിൽ കർത്താവ് എന്നെ വിടുവിക്കാൻ വേണ്ടി കർത്താവ് ഒരാളെ അയച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്റെ ജീവിതം ഈ 10 വർഷം അങ്ങനെ തന്നെയായിരുന്നു. എന്റെ ലൈഫ് മൊത്തം അങ്ങനെ മാറിപ്പോയി. അത് അമേരിക്കയിലായോണ്ടോ കാനഡയിലായോണ്ടോ അല്ലെങ്കിൽ ജോലിയുടെ ഒന്നും വെച്ചിട്ടല്ല. ദൈവം തരുമ്പം അതിനകത്ത് നമുക്ക് സമാധാനം ഉണ്ടാവും. എനിക്ക് ആ സമാധാനം എന്റെ കുടുംബജീവിതത്തിൽ കിട്ടി, അത് മാത്രമാണ്. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കല്യാണത്തിനൊക്കെ പ്രശ്നങ്ങളുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ കല്യാണം നടക്കാത്ത പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാനപ്പോ എനിക്ക് അവരോട് പറയാനുള്ളത്, അതായത് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുൾ ആണ്. നമ്മളെ നിറമില്ല അല്ലെങ്കിൽ ഭംഗിയില്ല പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ നമ്മളെ മുന്നിൽ നിർത്തിയിട്ട് നമ്മളെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഒരു ഭയങ്കര വേദനയാണ്. അപ്പം പക്ഷേ നമ്മൾ അവരോട് ദേഷ്യപ്പെടാം. അപ്പൊ ഞാൻ വിചാരിക്കുക എനിക്ക് പറയാനുള്ളത്, നമ്മൾ അവരോട് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരും കർത്താവിനെ അറിഞ്ഞവരാണല്ലോ നമുക്ക് നമ്മൾ ഈ വിശ്വാസം നിൽക്കുമ്പോൾ. അപ്പൊ അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള അവർക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതി പ്രാർത്ഥിക്കുക. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് അധികമായിട്ട് പ്രാർത്ഥിക്കുക. വേറൊന്നും വേണ്ട. ഏത് സാഹചര്യത്തിലും കർത്താവിന് മാത്രം ആശ്രയം വെക്കുന്ന ഒരാളെ കിട്ടാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. ഈ 10 വർഷത്തിന് എനിക്ക് മനസ്സിലായത് വേറൊന്നും അല്ല. നമ്മൾ എത്ര വിശ്വാസിയായാലും പ്രാർത്ഥിക്കുന്ന ആളായാലും ഏതെങ്കിലും ഒരു പോയിന്റിലെങ്കിലും നമ്മുടെ വിശ്വാസത്തിന് ചെറിയൊരു ക്ഷീണം പറ്റിയേക്കാം. അങ്ങനെ ക്ഷീണം പറ്റുമ്പം നമ്മുടെ കൈ പിടിച്ചിട്ട് സാരയില്ല, കർത്താവ് ഇത്രയും നടത്തിയില്ല, ഇനി നമ്മളെ നടത്തും എന്നൊരു വാക്ക് പറയാൻ മനസ്സുള്ള ഒരാൾ, അത്രയും മാത്രം മതി. അങ്ങനെ ഒരാളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. പക്ഷെ കർത്താവ് എനിക്ക് അങ്ങനെ തന്നു. അതെനിക്ക് ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ ഒന്നും തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അത്രമാത്രം ഞാൻ വിഷമം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ US പോയി. US 5 വർഷത്തോളം ഞങ്ങൾ നിന്ന സമയത്ത് മോളുണ്ടായി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾ കാനഡയിൽ പോയി. കാനഡയിൽ പോയ സമയത്താണെങ്കിൽ ഞങ്ങൾ അവിടെ വീട് വാങ്ങിച്ചു. ആദ്യം ഞങ്ങൾ PR ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പം ഞങ്ങൾ വീട് വാങ്ങിച്ചു. വീട് വാങ്ങിച്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഒരു ഇന്ന സ്ഥലത്ത് വാങ്ങിക്കണമെന്ന്. എന്നിട്ട് പക്ഷെ ഞങ്ങൾ വീട് വാങ്ങിച്ചു വന്നപ്പോൾ ഫൈനലി ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്താണ് ഞങ്ങൾ വീട് വാങ്ങിക്കുന്നത്. വീട് പക്ഷെ വാങ്ങിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, സാധാരണ നമ്മുടെ ഇന്ത്യക്കാരൊക്കെ ഇപ്പൊ കാനഡയിലുള്ളവരാണെങ്കിലും US-ലുള്ളവരാണെങ്കിലും നല്ലൊരു ശതമാനം ആൾക്കാർ പബ്ലിക് സ്കൂളിലാണ് വിടുന്നത്. അപ്പൊ നമ്മൾ വെറുതെ അവിടെ നിന്നപ്പോൾ നോക്കിയപ്പം അതിന് ചുറ്റുമുള്ള സ്കൂൾ നോക്കിയപ്പം നല്ല സ്കൂൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോഴത്തേക്കിനും ഒരു സ്കൂൾ കണ്ടു, ഒരു പ്രൈവറ്റ് സ്കൂൾ കണ്ടു. അപ്പൊ ആ സ്കൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് അറിയത്തില്ല അങ്ങനെ ഒരു സ്കൂള് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷെ ദൈവം ഞങ്ങളെ കറക്റ്റ് ആ സ്ഥലത്താക്കി. അതൊരു പെന്തക്കോസ് സ്കൂളാണ്. പെന്തക്കോസ് സ്കൂൾ എന്ന് വെച്ചാൽ നമ്മൾ കേട്ടിട്ടുണ്ട് പെന്തക്കോസ് മാനേജ്മെന്റ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല. അവരുടെ ഫുള്ള് പഠിത്തവും എല്ലാം ആണെങ്കിൽ വിശ്വാസത്തെ ബേസ് ചെയ്ത്, കാരണം ക്രൈസ്റ്റ് സെന്റേർഡ് എഡ്യൂക്കേഷൻ എന്നാണ്. അപ്പൊ മോളുടെ ഇപ്പം റിപ്പോർട്ട് കാർഡ് ഒക്കെ കിട്ടുമ്പോൾ തന്നെ ആണെങ്കിൽ അതിൽ പകുതി അവർ എഴുതിയേക്കുന്ന മോള് അക്കാഡമിക്കലി എങ്ങനെയുണ്ടെന്നുള്ളതും ബാക്കി പകുതി സ്പിരിച്വലി അവരുടെ കണ്ണിൽ എങ്ങനെയുണ്ടെന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് അവരാണെങ്കിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും, വചനം പഠിപ്പിക്കും. എല്ലാ ദിവസവും നമ്മൾ സൺഡേ സ്കൂളിൽ പോകുന്ന പോലെ മെമ്മറി വേഴ്സ് പഠിച്ചിട്ട് പോകണം. പിന്നെ അവരെ ആണെങ്കിൽ ഔട്ട്റീച്ചിന് കൊണ്ടുപോകും. ചെറിയ കുട്ടികളെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ വലിയതാകുമ്പോഴത്തേന് വിവിധ രാജ്യങ്ങളിൽ കൊണ്ടുപോകും. അങ്ങനെ എല്ലാം അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, അസുഖമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെ ഒരു കാര്യമായിരുന്നു. അങ്ങനത്തെ ഒരു സ്കൂൾ. അപ്പം കർത്താവിന്റെ പദ്ധതിയായിരുന്നു ഞങ്ങൾ ആ സ്കൂളിൽ ഞങ്ങൾ പോകണം, അവളെ അവിടെ വിടണം എന്നുള്ളതാണ്. കറക്റ്റ് ആ സ്ഥലത്താണ് ഞങ്ങൾ വീട് വാങ്ങിക്കുന്നത്. അങ്ങനെ സ്കൂളിൽ വിട്ടു. പക്ഷെ ഉള്ളത് പറഞ്ഞാൽ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. കാരണം ഈ കൊറിയയിലും ചൈനയിലൊക്കെ ഉള്ള വലിയ വലിയ പൈസയുള്ള വിശ്വാസികളുണ്ട്, അവർ മാത്രം ആ സ്കൂളിൽ വിടുന്നത്. അപ്പൊ എങ്ങനെ വിടുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമുക്ക് അതിനുള്ള വഴികളും കർത്താവ് ഒരുക്കി തന്നു. അങ്ങനെ മോളെ ആ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇനി മോളെ പറ്റിയിട്ട് ഒരു വാക്ക് പറയുകയാണെങ്കിൽ, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവളെ അങ്ങനെ ഭയങ്കര കർത്താവിൽ അങ്ങനെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ വളർത്തണമെന്ന്. എനിക്ക് അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പം മോൾക്ക് അങ്ങനെ വിശ്വാസത്തെ പറ്റി പറഞ്ഞു കൊടുത്ത് അവളെ അങ്ങനെ വളർത്തിയെടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് അവൾക്ക് വിശ്വാസത്തെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അവൾക്ക് 5 വയസ്സുള്ളപ്പോൾ. അതിന് മുന്നേ നമ്മൾ പറയുന്നുണ്ട് ഇങ്ങനെ യേശുപ്പച്ചൻ പ്രാർത്ഥിച്ച കേൾക്കും, അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ നല്ലൊരു രീതിയിലാണെങ്കിൽ ഇതായിട്ട് ഞാൻ അവൾക്ക് ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ദിവസം അവളെ ഞാൻ കുളിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ അവൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അങ്ങനെ വിശ്വാസത്തെ പറ്റി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവൾ എണ്ണയൊക്കെ തേപ്പിച്ച് അവളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാത്ടബിൽ കയറി നിന്ന് അവളെ കയറ്റി നിർത്തി. വെള്ളം തുറന്നപ്പം വെള്ളം വരുന്നില്ല. അപ്പൊ അവള് പറഞ്ഞു, അമ്മ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പ്രാർത്ഥിക്കാം, ജീസസ് വെള്ളം തരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി നീ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അവള് പ്രാർത്ഥിച്ചു, ടാപ്പ് തുറന്നു, വെള്ളം വന്നില്ല.
അപ്പൊ എനിക്ക് പെട്ടെന്ന്, കാരണം ഞാൻ ആദ്യമായിട്ട് ഇവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കും, വിശ്വസിച്ച് പ്രാർത്ഥിച്ച അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞിട്ട് അവള് പ്രാർത്ഥിച്ചിട്ട് വെള്ളം വരുന്നില്ലല്ലോ. അപ്പൊ എനിക്ക് പെട്ടെന്ന് മനസ്സിലെടുത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞു, സാരമില്ല, അമ്മ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്നേരം ഇങ്ങനെ പറഞ്ഞു, കർത്താവെ, നമ്മളിപ്പോ ഇത്രയും ബാക്കിലോട്ട് നോക്കുമ്പോൾ എനിക്കറിയാം എന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ ചില പ്രാർത്ഥനകൾക്ക് കുറച്ച് താമസം ഉണ്ടാവും, അതിന് ഒരു ഉദ്ദേശം ഉണ്ടാവും. കാരണം അതിനേക്കാൾ നല്ലതൊന്ന് ദൈവം കരുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പല ഉദ്ദേശം ഉണ്ടാവും. പക്ഷെ ഈ ചെറിയ കുഞ്ഞിന് ഞാനിപ്പോ ഇതെങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? കാരണം അവൾ 5 വയസ്സായിട്ടുള്ളൂ. അത്രയും ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു അത്ഭുതം എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഞാനാണെങ്കിൽ ടാപ്പ് തുറന്നു, വെള്ളം വന്നു. അപ്പൊ കുഞ്ഞിനത് ഭയങ്കര വിശ്വാസമായി, കാരണം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നടക്കും എന്നുള്ളത്. അങ്ങനെ ഒരു കാര്യം അവളുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു കാര്യം സംഭവിച്ചെന്ന് വെച്ചാൽ, അപ്പൊ ഞാൻ പറഞ്ഞില്ല, അവിടെ സ്കൂളിൽ ഒരാൾ സിക്കായിട്ടുണ്ടെങ്കിൽ ആദ്യം അവർ ചെയ്യുന്നത് പ്രാർത്ഥിക്കുക. അപ്പൊ അവൾക്കും അവളുടെ മനസ്സിൽ ഉറച്ചിട്ടുണ്ട്, നമ്മൾക്ക് ഒരാൾക്ക് വയ്യെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണമെന്നുള്ളത്. അപ്പൊ ആ ഒരു സമയത്ത് എൻ്റെ പള്ളിയിൽ ഒരു ബിലീവർ ഉണ്ടായിരുന്നു. അവർ കുറെ കാലങ്ങളായിട്ട് ചില കാരണങ്ങളാൽ അവർ പള്ളിയിൽ വരുന്നില്ല. അപ്പം കാരണം കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. അപ്പൊ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഹൃദയത്തിൽ ഒരു ഭാരം തന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരോട് സംസാരിക്കാനും. അപ്പൊ എനിക്ക് അവരോട് എന്ത് സംസാരിക്കണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ദൈവം തന്നെ എന്നോട് ഇടപെട്ടു, കർത്താവിനോട് പറഞ്ഞു എന്താണ് അവരോട് സംസാരിക്കേണ്ടതെന്നുള്ളത് വചനത്തിൽ കൂടി കർത്താവിനോട് പറഞ്ഞ് ഞാൻ അവരോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ അതുവരെ അവർ ഒരു വർഷത്തോളമായി പള്ളി വരുന്നില്ല. അത് പറഞ്ഞിട്ടും പുള്ളിക്കാരി അതുവരെ പള്ളി വന്നിട്ടില്ല. അപ്പൊ ഒരു ഞായറാഴ്ച രാവിലെ പുള്ളിക്കാരി എങ്ങനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവരുടെ കണ്ണിന് ഭയങ്കര ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. പിന്നെ നാളെ ജോലിക്കും പോകാൻ, നാളെ മൺഡേ ആണ്, ജോലിക്ക് പോകാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറഞ്ഞു. പറ്റുമെന്ന് തോന്നുന്നില്ല, അത്രയ്ക്ക് ഇൻഫെക്ഷനാണ്, കണ്ണ് ചുമന്ന് കിടക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പള്ളിയിൽ പോയി. പള്ളിയിൽ അവിടെ പാസ്റ്റർ പറഞ്ഞിങ്ങനെ, ആ ദിവസം ഇങ്ങനെ ഹീലിങ്ങിനെ പറ്റി പാസ്റ്റർ പറഞ്ഞു, ഹീലിംഗ് നമ്മുടെ അവകാശമാണെന്നൊക്കെ ഇങ്ങനെ പാസ്റ്റർ പറയുമ്പോൾ ഞാൻ അവിടെ നിന്നിട്ടാണെങ്കിൽ പറഞ്ഞു, കർത്താവെ, ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് അവരിവിടെ ഇല്ലെങ്കിലും അവരായിരിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ കർത്താവെ അങ്ങ് അവരെ തൊടണമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ അപ്പൊ മോള് ഈ മെസ്സേജ്, ഞാൻ വോയിസ് മെസ്സേജ് അയച്ചിട്ടാണ് ഇവരോട് സംസാരിക്കുന്നത്. അപ്പൊ അവൾ അത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, അമ്മ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് 3 പേർ കൂടി ഇപ്പൊ വീട്ടിലിരുന്നിട്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആന്റിയെ ജീസസ് ഹീലാക്കി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ആന്റി പള്ളിയിൽ വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാണ്ട് പോയേക്കാണ്, സൺഡേ സ്കൂളും പള്ളിയിലും എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ചെത്തുന്ന 3 മണിക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോയി പ്രാർത്ഥിക്കാന്ന്. അപ്പൊ പറഞ്ഞു, ഇല്ല, നമ്മൾ ഇപ്പൊ പ്രാർത്ഥിച്ച ആന്റി പള്ളിയിൽ വരും നെക്സ്റ്റ് സൺഡേ, ജീസസ് ഇപ്പൊ ആന്റി ഹീലാക്കും എന്ന് പറഞ്ഞു. അപ്പൊ സത്യം പറഞ്ഞ അവളുടെ നിർബന്ധത്തിന്, ഞങ്ങൾ സാധാരണ ഫാമിലി പ്രേയറിന് നമ്മൾ നിലത്തേക്ക് ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്നത്, പക്ഷെ ഇത് അങ്ങനെ ഒന്നുമില്ല. അവളുടെ നിർബന്ധത്തിന് ഇട്ട ഡ്രസ്സിൽ ആ കട്ടിലെ തന്നെ ഇരുന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ആണെങ്കിൽ കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. അവളാ പ്രാർത്ഥിച്ചത്. അപ്പൊ അവൾക്ക് നിർബന്ധം, ഞങ്ങൾ ഒരാളൂടെ പ്രാർത്ഥിക്കണം. അങ്ങനെ ഹസ്ബൻഡാണോ ഞാനോ, ഞങ്ങൾ ഒരാൾ പ്രാർത്ഥിച്ചു. വൈകുന്നേരം ആയപ്പോൾ പുള്ളിക്കാരി മെസ്സേജ് അയച്ചു, പുള്ളിക്കാരി ഹീലായെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി മെസ്സേജ് അയച്ചു. അടുത്ത സൺഡേയിൽ പുള്ളിക്കാരി പള്ളി വന്നു തുടങ്ങി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ എനിക്കപ്പം മോളുടെ കാര്യം അതാ പറഞ്ഞു, എനിക്കപ്പോൾ ആ സ്കൂളിൽ വിടുന്നത് ദൈവം ഒരുക്കി തന്ന, ആ സ്കൂൾ അങ്ങനെ വിടാൻ വേണ്ടി ഒരു പെന്തക്കോസ്ത് സ്കൂളിൽ അങ്ങനെ ഉള്ളതെന്ന് എനിക്ക് അറിയാവുന്നത്, വേറെ US-ലോ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ആ ഒരു സന്തോഷമുണ്ട്. അതുപോലെ വീട്ടിലാണെങ്കിലും എനിക്ക് ഭയങ്കര ഇതാണ്, ഞങ്ങൾ ഫാമിലി പ്രെയർ, ഞങ്ങൾ ഒരിക്കലും വേറെ എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ ഫാമിലി പ്രെയർ മുടക്കത്തില്ല. അപ്പൊ അതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിലുള്ളത്, ഞങ്ങൾ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഫാമിലി പ്രെയർ എന്ന് വെച്ചാൽ പ്രെയറിനപ്പുറം ഒരു കുടുംബത്തിന്റെ യൂണിറ്റിയാണ്. അപ്പൊ ഞാൻ ഹസ്ബൻഡും കൈകോർത്ത് പിടിച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ തമ്മിലുള്ള യൂണിറ്റിയും ആ സ്നേഹം കൂടെ കണ്ടു വേണം അവൾ വളരാനുള്ളതുകൊണ്ട്, അതുകൊണ്ട് പ്രാർത്ഥനയുണ്ട്, അതിനോടൊപ്പം ഈ ഒരു ചിന്തയും ഉള്ളതുകൊണ്ട് ഫാമിലി പ്രെയർ നമ്മൾ ഒരിക്കലും മുടക്കത്തില്ല. അപ്പം അങ്ങനെ ആ മോളെ അങ്ങനെ വളർത്തണം എന്നുള്ള. അപ്പം ഇപ്പോഴും എനിക്കറിയാം, ഒരു ചെറുപ്പത്തിലൊക്കെ ഭയങ്കര പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ പിൽക്കാലത്ത് ഒരുപാട് വിശ്വാസത്തിൽ പോയ സംഭവം ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത്, ഞാൻ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുക, ഞാൻ എന്നും അവളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക, അവൾക്ക് പറഞ്ഞു കൊടുക്കുക. ബാക്കിയൊന്നും നമ്മുടെ കയ്യിലല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന പാട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ആദ്യം ഒരു വീട് വാങ്ങിച്ചതാണെങ്കിൽ ഒരു ടൗൺ ഹൗസാണ് വാങ്ങിച്ചത്. ടൗൺ ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 നിലയുള്ള ഒരു ബിൽഡിംഗ് ആണ്. പക്ഷെ ആ ലാൻഡ് നമ്മുടെ അല്ല. അപ്പം ഹസ്ബൻഡിന് ആദ്യം തൊട്ട് ഒരു ആഗ്രഹമുണ്ട്, നമ്മൾ താമസിക്കുന്ന ഇപ്പം ഈ നിൽക്കുന്ന രാജ്യത്ത് നമുക്ക് സ്വന്തമായിട്ട് ഒരു ലാൻഡ് വേണം. ആ ലാൻഡ് അപ്പൊ അത് നമ്മുടെ അല്ല. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അങ്ങനെ ആഗ്രഹിക്കുന്ന സമയത്താണ് ഒരു റിവൈവൽ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു വീട് നമ്മൾ കണ്ടു. അത് പറഞ്ഞ പോലെ ടൗൺ ഹൗസ് അല്ല, സെപ്പറേറ്റ് ഡിറ്റാച്ച്ഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ലാൻഡ് ഒക്കെ ഉള്ള ഒരു വീട് കണ്ടു. അന്ന് ഞങ്ങൾ ശനിയാഴ്ച പള്ളിയിൽ ഇങ്ങനെ പോകുമ്പോൾ കർത്താവ് അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ചു, ആ ഭവനം നിങ്ങൾക്ക് വേണ്ടി ഉള്ളതാന്ന് പറഞ്ഞു.
അങ്ങനെ നമ്മളാണെങ്കിൽ ആ വീട് നമ്മൾ അഡ്വാൻസ് കൊടുത്തു, വാങ്ങിച്ചില്ല. അഡ്വാൻസ് എന്ന് വെച്ചാൽ നാട്ടിലെ പോലത്തെ ഒരു തുകയല്ല, വലിയൊരു തുകയായിരിക്കില്ല, എന്തായാലും ഇവിടുത്തെ ഡോളറിൽ വരുമ്പോൾ വലിയൊരു തുകയാണല്ലോ. അങ്ങനെ അഡ്വാൻസ് കൊടുത്ത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമുക്ക് സ്വന്തമായിട്ടാണെങ്കിൽ ലാൻഡുള്ള ഇത്രയും നല്ലൊരു വീട് തന്നല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ആ സന്തോഷം ഒരു ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസമാണ് ഞങ്ങൾ അറിയുന്നത്, ഞങ്ങൾ കറക്റ്റ് അത് വിൽക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ പഴയ വീട് വിറ്റിട്ട് വേണം നമുക്ക് പുതിയത് വാങ്ങിക്കാൻ. പഴയ വീട് വിൽക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേന് പെട്ടെന്ന് ഇവിടുത്തെ ഇപ്പൊ ഈ ഒരു വർഷമായിട്ട് ഇങ്ങനെ ഒരു ഹൗസ് മാർക്കറ്റ് പെട്ടെന്ന് മാറി. അതായത് വിൽക്കാൻ പറ്റുന്നില്ല, എല്ലാവർക്കും പ്രശ്നം വന്നു, വിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു. അപ്പൊ ഞാൻ ഒത്തിരി അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ട് ഞങ്ങൾക്ക് അത് വിൽക്കാൻ പറ്റുന്നില്ല. നമ്മൾ ആരോടും ഇത് പറഞ്ഞില്ല. കാരണം ആൾക്കാർ പല ക്വസ്റ്റ്യൻസ് ചോദിക്കും, നിങ്ങൾ എന്തിനാ അത് വിൽക്കാണ്ട് ഇത് വാങ്ങിച്ച്, അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് വരുമല്ലോ. പക്ഷെ അതിന് കാരണമുണ്ട്. അതിലേക്ക് ഞാൻ അത്ര വിശദമായിട്ട് പറയുന്നില്ല. എന്തായാലും നമ്മൾ കർത്താവ് വന്ന് പറഞ്ഞു, നമ്മളത് വാങ്ങിച്ചു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് കുറച്ച് നാൾ പിന്നെ ഞങ്ങളുടെ മൊത്തം ഒരു സന്തോഷം പോയൊരവസ്ഥയായിരുന്നു. കാരണം മറ്റേ വീട് നമ്മൾ കറക്റ്റ് ഫുൾ എമൗണ്ട് കൊടുക്കുന്ന ഒരു ഡേറ്റ് ഉണ്ട്. അപ്പൊ ആ ഡേറ്റിൽ നമുക്ക് വീട് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ പറഞ്ഞു വലിയ പ്രശ്നങ്ങളാവും, നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ, സാധാരണ പോലത്തെ നഷ്ടങ്ങളല്ല, വലിയ നഷ്ടങ്ങൾ വരും, ആ നഷ്ടം മുഴുവൻ നമ്മൾ കൊടുക്കേണ്ടി വരും. എന്നിട്ട് അവർ പറഞ്ഞു നമ്മൾ ചിലപ്പോൾ ജയിലിൽ പോകേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം ഇത് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ലീഗലി അങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അന്ന് പിശാച് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. അന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ഇതാണ്, വലിയൊരു എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും, നമ്മൾ ജയിലിൽ പോകേണ്ട. എനിക്ക് അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ പുറകുർത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയത് യുഎസിലും കാനഡയിലും ഇന്ത്യയിലും ഉണ്ടാക്കി എല്ലാം നമ്മുടെ പോവാണ്, ചേട്ടൻ ജയിലിലും പോകാൻ, ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നുള്ള പെറുപിറുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഇരുന്ന സമയത്താണെങ്കിൽ ഒരുപാട് പേര് വീട് വന്ന് കാണുന്നുണ്ട്, അവരിഷ്ടപ്പെടുന്നില്ല, അവരങ്ങനെ തിരിച്ചു പോകും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പം ഞങ്ങൾ തമ്മിൽ ഒരു ആർഗ്യുമെന്റ് ഉണ്ടായി ആ സമയത്ത്. പൊതുവെ കർത്താവിന്റെ കൃപയിൽ ഞങ്ങൾ തമ്മിലാണ് വഴക്കുകളും പ്രശ്നങ്ങളും ഒന്നും ഇല്ല. കാരണം പുള്ളിക്കാരൻ പൊതുവെ ഇച്ചിരി ക്ഷമയും സൗമ്യതയും സാധാരണ ആൾക്കാരെക്കാൾ ഉള്ള കൂട്ടത്തിലായതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇത്രയും ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിച്ചിട്ടാണെങ്കിൽ ഈ കാര്യം നടക്കാത്തത്, കാരണം വലിയൊരു പ്രശ്നത്തിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക, ഈ കാര്യം നടക്കാത്തതാണെങ്കിൽ ചേട്ടനാണെങ്കിൽ ചേട്ടൻ ഇരുന്ന് പ്രാർത്ഥിക്കാഞ്ഞിട്ടാന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ പറഞ്ഞു, നീ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ശരിയാ, പക്ഷെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നീ വന്ന് പറയുന്നത് മുഴുവൻ നെഗറ്റീവ് വർത്തമാനം, ഇത് നടക്കത്തില്ല, നമ്മുടെ വീട് വാങ്ങിക്കത്തില്ല, എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോവാന്നുള്ള വർത്തമാനം നീ പറയുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്തു. ഒരാൾ പറഞ്ഞു മറ്റയാൾ പ്രാർത്ഥിക്കാനിട്ടാ, മറ്റയാൾ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് നിനക്ക് വിശ്വാസം ഇല്ലാത്തോണ്ട് നടക്കാത്തെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തർക്കിച്ചുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ വലിയ വഴക്കൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഭയങ്കര വിഷമത്തിൽ കൂടെ ഞാൻ പോകുന്നത്, എനിക്ക് മര്യാദയ്ക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ ലൈഫ് എന്തിലോട്ടാ പോകുന്നതെന്നൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ പാസ്റ്ററെ വിളിച്ചു. പക്ഷെ പൊതുവേ നമുക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അങ്ങനെ പാസ്റ്ററോട് അധികം പറയാറില്ല, കാരണം നമ്മൾ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുക. പക്ഷെ ഇത് നമുക്ക് ആരോടും പറഞ്ഞിട്ടില്ല, നമ്മുടെ മുന്നിൽ ഓപ്ഷൻസ് ഒന്നും ഇല്ലാതിരുന്നപ്പോഴത്തേക്കും നമ്മൾ പാസ്റ്ററെ വിളിച്ചിട്ടാണെങ്കിൽ ആ പാസ്റ്ററിന്റെ വൈഫ് ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ പാസ്റ്റർ കുറച്ച് പ്രായമായ മനുഷ്യനാണ്. അപ്പൊ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ആ സിസ്റ്റർ ഇച്ചിരി പ്രായമായുള്ള ആളായതുകൊണ്ട് കുറച്ച് വയ്യാഴികയൊക്കെ ഉണ്ട്. അപ്പൊ നേരിട്ട് നമ്മൾ അധികം അങ്ങനെ കാണാറില്ല. പുള്ളിക്കാരിക്ക് ഇങ്ങനെ ആൾക്ക് പ്രോഫസി ഉണ്ട്. അപ്പൊ പ്രോഫസി ആണെങ്കിൽ താഴെ ഇറങ്ങി വന്ന് പറയത്തില്ല, ആരാധിക്കുമ്പോൾ പ്രോഫസി ഉണ്ടെങ്കിലും മേളിൽ ഇരുന്നിട്ട് മൈക്കിൽ കൂടെ പറയത്തുള്ളൂ. ആ പ്രോഫസി എല്ലാം ഇങ്ങനെ ആത്മീയമായ കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. അപ്പൊ ഞാൻ പണ്ട് ഒരിക്കൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ അവർ പറഞ്ഞു, അവരിങ്ങനെ നമ്മൾ മെസ്സേജ് അയച്ചാലും സിസ്റ്റർക്ക് ഒത്തിരി സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരങ്ങനെ വിളിക്കാറില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഈ മെസ്സേജ് അയച്ചത് സിസ്റ്റർക്കാണ്. ഞാൻ മെസ്സേജ് അയച്ച അപ്പൊ തന്നെ സിസ്റ്റർ എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, സൂര്യ എനിക്ക് മനസ്സിലായി, നിങ്ങൾ വലിയൊരു പ്രശ്നത്തിൽ കൂടെ പോകുന്നത് മനസ്സിലായി എന്ന് പറഞ്ഞു. എന്നിട്ട് സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ആദ്യം പറഞ്ഞു ഒരു കാര്യം ഇതാണ്, അവിശ്വാസം മനസ്സിൽ നിന്ന് എടുത്തു കള, ദൈവം ഇത് ചെയ്യുമെന്ന് വിശ്വസിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് എന്നോട് പറയുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് സിസ്റ്റർ പറഞ്ഞു, ദൈവം ഇത് ചെയ്യും, നിങ്ങൾക്ക് സൂര്യക്ക് പറയാൻ ഒരു ടെസ്റ്റിമണി ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ സിസ്റ്റർ പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്തു, ഈ വീട് ഏറ്റവും ആദ്യം വാങ്ങിച്ച സമയത്ത് ഞാൻ പറയുവാണ്, ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇത് വീട് വാങ്ങിച്ചത് ഞാൻ എന്തായാലും ടെസ്റ്റിമണി പറയത്തില്ല. കാരണം അന്ന് വീട് വാങ്ങിച്ചപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ആദ്യ ദിവസം പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ, വീടൊക്കെ എല്ലാവരും വാങ്ങിക്കുന്നു, കാറ് വാങ്ങിക്കുന്നു, അത് പോയി എല്ലാവരുടെ അടുത്ത് നമ്മൾ ടെസ്റ്റിമണി പറയേണ്ട കാര്യമുണ്ടല്ലോ, അതൊന്നും ടെസ്റ്റിമണി പറയേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ, ഞാൻ ഇത് പറയത്തില്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പിന്നെ മാത്രമല്ല അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ വിചാരിച്ചു അപ്പം തന്നെ വാങ്ങിച്ചു, പിന്നെ അത് ടെസ്റ്റിമണി പറയാനും മാത്രം ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ സിസ്റ്റർ പറഞ്ഞു, സൂര്യക്ക് ഒരു ടെസ്റ്റിമണി ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഒന്നും വിഷമിക്കേണ്ട, കർത്താവ് നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരിക്കലും ലജ്ജിപ്പിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫോൺ പാസ്റ്റർ എടുത്ത് കൊടുക്കുമ്പോൾ പാസ്റ്റർ ഇങ്ങനെയാണ് പറയുന്നത്, ഇനി ഈ വിഷയത്തിൽ
ദൈവത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ട, സ്തോത്രം പറഞ്ഞാൽ മാത്രം മതി, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു ബയറിനെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേന് പാസ്റ്റർ അങ്ങനെ പ്രാർത്ഥിച്ചു പോയി. എനിക്ക് അപ്പം തൊട്ടിട്ട് എൻ്റെ മനസ്സിലെ ഭാരം മാറി, ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി. കാരണം ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് പറയുമ്പോഴത്തേക്കിന് ഏറ്റവും ലാസ്റ്റ് ദിവസങ്ങളായി, നമ്മൾ ഇതിൻ്റെ പൈസ കൊടുക്കുന്നത് ലാസ്റ്റ് ദിവസമായി. പക്ഷെ എനിക്ക് ടെൻഷനില്ല, ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി. ഞാൻ പോയി എൻ്റെ അവിശ്വാസത്തെ കർത്താവിൻ്റെ മുന്നിൽ ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കാൻ, ഞാൻ അവിശ്വാസം കാണിച്ചതിന്. അതേപോലെ ഹസ്ബൻഡും പ്രാർത്ഥനക്കുറവുണ്ട്, പുള്ളിക്കാരൻ പോയിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഭാഗങ്ങൾ കറക്റ്റ് ആക്കി അവരെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് അവിശ്വാസം കളയാനും തുടങ്ങി. അങ്ങനെ ഒരു ബയർ ആണെങ്കിൽ വന്നു. എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം 100 പേര് വന്നിട്ട് വരുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ പറഞ്ഞിട്ട് പോകും. ആദ്യമായിട്ടാണ് ഒരു ഫാമിലി വന്നിട്ട് അവർക്ക് എല്ലാ രീതിയിലും അത് ഇഷ്ടപ്പെട്ടു. പക്ഷെ അവർക്ക് അത് വാങ്ങിക്കുന്നതിന് കുറച്ച് തടസ്സങ്ങൾ അവർക്കും വന്നു. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ഏറ്റവും ലാസ്റ്റ് ഇതിന്റെ ഫുൾ പേയ്മെന്റ് കൊടുക്കുന്ന ദിവസമാണ് അത്രയും കാലത്തിന് ശേഷം ആ വിഷയം സോൾവ് ആയിട്ട് നമ്മൾ വീട് വാങ്ങിക്കുന്നത്. അപ്പൊ വീട് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ടെസ്റ്റിമണി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത് നോർമൽ, ഞാൻ അത്രയും ഇതിന്റെ ജീവിതം തകർന്നു പോയി. ഞാൻ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചതാ, ഞങ്ങളുടെ ലൈഫേ കഴിഞ്ഞു എന്ന് വിചാരിച്ചപ്പോൾ ആണെങ്കിൽ ദൈവം ഞങ്ങളെ അതിൽ നിന്ന് വിടുവിച്ച് പുറത്ത് കൊണ്ടുവരുമ്പോൾ എനിക്ക് ടെസ്റ്റിമണി പറയാതിരിക്കാൻ പറ്റത്തില്ല. മേ ബി ഞാനത് ഈസി ആയിട്ട് വാങ്ങിച്ചിരുന്നെങ്കിൽ അതെനിക്കൊരു ടെസ്റ്റിമണി അല്ലായിരുന്നിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ ടെസ്റ്റിമണി പറയത്തില്ല എന്ന് ആദ്യം പറഞ്ഞു. പക്ഷെ കർത്താവിന്റെ പദ്ധതിയായിരുന്നു, ഞാൻ ഇത് വീട് വാങ്ങിച്ച കാര്യമാണെങ്കിലും ഞാൻ ടെസ്റ്റിമണി പറയണമെന്നുള്ളത്. ഞാൻ ചർച്ചിലാണെങ്കിലും ടെസ്റ്റിമണി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ വീട് വാങ്ങിച്ചു. പക്ഷേ ആ വീട് വാങ്ങിച്ചപ്പം ഞാൻ മുമ്പേ എൻ്റെ വിവാഹ ജീവിതത്തെ പറ്റി പറഞ്ഞതുപോലെ തന്നെ വീടെന്നുള്ളത് കർത്താവ് തരുന്നിടത്ത് നമുക്ക് എപ്പോഴും ഒരു ഭയങ്കര സമാധാനം ഉണ്ടാവും. ഈ വീട്ടിലോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി എൻ്റെ ലൈഫിൽ മുമ്പുള്ളതിനേക്കാൾ ഒരു ഭയങ്കര സമാധാനവും തോന്നി. മാത്രമല്ല അവിടെ വന്നപ്പോൾ തൊട്ടൊരു ഞങ്ങൾക്ക് അവിടെ തൊട്ടിട്ട് പിന്നെ കുറേ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങളുടെ ലൈഫിൽ നടക്കുകയും ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ഇനിയും പറയാനുള്ളത് എൻ്റെ കരിയറിനെ പറ്റിയിട്ട്. അതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞില്ല, 3 വർഷം ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു മറുപടി ഇല്ലാത്ത 3 വർഷങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അമേരിക്കയ്ക്ക് പോയി. അവിടെ പോയ സമയത്ത് ജോലിക്ക് ശ്രമിച്ചു, അവിടെ എനിക്ക് ജോലി കിട്ടിയില്ല. കാനഡ വന്നിട്ടും ജോലി ശ്രമിച്ചിട്ട് എനിക്ക് ജോലി കിട്ടിയില്ല. പക്ഷേ അമേരിക്കയിലും യുഎസിലും കാനഡയിലും ജോലി ഇല്ലെങ്കിൽ എനിക്ക് അത്ര വിഷമമില്ല. കാരണം എന്ന് വെച്ചാൽ പണ്ടത്തെ ഒരു ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കർത്താവ് മാറ്റി തന്നിട്ടുണ്ട്. പിന്നെ അത്രയും പഠിച്ചിട്ട് ജോലി ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. പിന്നെ സാരമില്ല, വീട്ടിലിരുന്നാലും മോളെ നന്നായിട്ട് നോക്കാൻ പറ്റുന്നല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് സമാധാനിച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് മോൾ ഇച്ചിരി ഒരു 3 വയസ്സായപ്പോഴത്തേന് ഞാൻ ഒത്തിരി കാര്യമായിട്ട് ജോലി അന്വേഷിച്ചു തുടങ്ങി. അപ്പോൾ എനിക്ക് മുന്നിൽ കിട്ടാൻ ഒത്തിരി പാടുണ്ട്. കാരണം ഇവിടെയൊക്കെ ജോലി കിട്ടണമെങ്കിൽ ഇവിടെ പഠിച്ച ആൾക്കേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് എക്സ്പീരിയൻസ് ഒക്കെ വേണം. അപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് എക്സ്പീരിയൻസ് ഇല്ല. കാരണം എൻ്റെ 3 വർഷം ഞാൻ കഴിഞ്ഞിട്ട് എനിക്ക് ജോലി കിട്ടിയത്. 1 വർഷം കഴിഞ്ഞപ്പോൾ കല്യാണം നടന്നു. അങ്ങനെ ആ 1 വർഷം മാത്രമേ ഞാൻ ജോലി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ജോലി കിട്ടാനും ഇവിടെ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എല്ലാ രീതിയിലും എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട്. കുറേ ഞാൻ എഞ്ചിനീയറിംഗിന്റെ ജോബിന് അപ്ലൈ ചെയ്തു, എനിക്ക് കിട്ടിയില്ല. അങ്ങനെ കിട്ടാതിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു സാരമില്ല, ഇനി ഒരു എഞ്ചിനീയർ ആവേണ്ട, എന്തെങ്കിലും ഒരു ടെക്നീഷ്യൻ കൈൻഡ് ഓഫ് ജോബ് കിട്ടിയേച്ചാൽ മതി എന്ന് കരുതിയിട്ടാണെങ്കിൽ ഞാനൊരു ടെക്നീഷ്യന്റെ ജോബ് കണ്ടു, അതിന് അപ്ലൈ ചെയ്തു. അവർ 2-3 റൗണ്ട് ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് ഓഫർ ലെറ്റർ തരുന്ന സമയത്ത് അവർ പറഞ്ഞു, നീ എഞ്ചിനീയറിംഗ് അല്ലേ കഴിഞ്ഞത്, ഞങ്ങൾക്ക് നിന്നെ താഴ്ത്താൻ താല്പര്യമില്ല, നീ എഞ്ചിനീയർ ആയിട്ട് തന്നെ ഇവിടെ ജോയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു PCB, ഞങ്ങളുടെ ഇലക്ട്രോണിക്സിന്റെ ബോർഡൊക്കെ ഉള്ള PCB മാനുഫാക്ചറിങ് കമ്പനിയിൽ ടെസ്റ്റ് എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്തു. 1.5 വർഷം അവിടെ ജോലി ചെയ്തു. ഭയങ്കര ശമ്പളം ഇല്ലായിരുന്നു. പക്ഷെ ആ സമയത്താണ് മോള് ഈ സ്കൂൾ ഞാൻ പറഞ്ഞില്ല പ്രൈവറ്റ് സ്കൂളിലാണ്, ആ സ്കൂളിലോട്ട് വിട്ട സമയത്ത് കർത്താവ് അപ്പോഴത്തേന് എനിക്ക് 2ാമത്തെ ജോലി തന്നു. 2ാമത്തെ ജോലി തന്നെന്ന് പറഞ്ഞാൽ അപ്പം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് വേണം. അതായത് നൈറ്റ് ഷിഫ്റ്റ് അല്ല, ഡേ ഷിഫ്റ്റ് ഹസ്ബൻഡ് ചെയ്യുന്നു, ആൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നു. ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാറി മാറി മോളെ നോക്കാന്നുള്ള. അപ്പം എൻ്റെ ഇതിൽ അങ്ങനെ ഒരു ജോലി കിട്ടാൻ പാടാണ്. കാരണം കറക്റ്റ് ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആയിട്ടുള്ള ജോലി കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഒന്നീ നൈറ്റും അല്ലെങ്കിൽ മോർണിംഗും ഉള്ളൂ. പക്ഷെ എന്തായാലും എനിക്ക് അങ്ങനെ ഞാൻ ആ പഠിച്ചതിനനുസരിച്ച് ആ സാലറിക്ക് അനുസരിച്ചുള്ള ഒരു ജോബ്, ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ജോബ് എനിക്ക് കിട്ടി. അവിടെ കയറി കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയിൽ അവർ അന്നേരം സ്റ്റാർട്ട് ചെയ്താണ്. ആ സ്റ്റാർട്ട് ചെയ്തതിൽ ആദ്യത്തെ വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ അവിടെ 1 വർഷം ജോലി ചെയ്തു. 1 വർഷം ജോലി ചെയ്തപ്പോഴത്തേന് മോൾ കുറച്ചും കൂടെ വലുതായി, ഹസ്ബൻഡിന് കുറച്ചുകൂടെ ജോലിയിലുള്ള തിരക്കൊക്കെ മോളെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചപ്പോഴത്തേന് എനിക്ക് എങ്ങനെയെങ്കിലും ഡേ ഷിഫ്റ്റിലോട്ട് മാറണമെന്ന് ആഗ്രഹം തോന്നി. കാരണം എന്ന് വെച്ചാൽ ഹസ്ബൻഡും വൈഫും എപ്പോഴും ഒരു ഷിഫ്റ്റിൽ ജോലി ചെയ്തെങ്കിൽ ഫാമിലിയൊക്കെ ഒരു മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ, അപ്പോൾ ഫാമിലി പ്രെയർ ഒക്കെ ശരിക്കും നടക്കത്തുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ടാണെങ്കിൽ. പക്ഷെ ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ മനസ്സിലാഗ്രഹം വന്നു. ഒരു ദിവസം ഞങ്ങളുടെ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു സാഡ് ന്യൂസ് പറയാൻ വേണ്ടിയുണ്ട്, ഞങ്ങൾ ഇന്ന് തൊട്ട് ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക, സൂര്യക്ക് ഇനി തൊട്ടിട്ട് സൂര്യ മോർണിംഗ് ഷിഫ്റ്റിലോട്ട് പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷമായി. ഞങ്ങൾ അങ്ങനെ മോർണിംഗ് ഷിഫ്റ്റിലോട്ട് ഞാൻ അങ്ങനെ പോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മോർണിംഗ് ഷിഫ്റ്റ് ജോലി കുറച്ചു കാലം ചെയ്തു.
കുറച്ചു കാലം കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് കുറച്ച് അപ്പം ഞങ്ങൾ പുതിയ വീട് വാങ്ങിച്ചപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടെ ഡ്രൈവ് ചെയ്യാനായിട്ട് എനിക്ക് രാവിലെ 1.5 മണിക്കൂർ ഞാൻ ഡ്രൈവ് ചെയ്യണം, വൈകിട്ട് 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം. അപ്പോൾ ഒത്തിരി വീട്ടിൽ തിരിച്ചു വരുമ്പോഴത്തേന് ആ കുറച്ച് ലൈഫ് മൊത്തം കുറച്ച് സ്ട്രെസ്ഫുൾ ആണ്. അപ്പൊ അങ്ങനെ ഇരുന്നത് കൊണ്ടാണെങ്കിൽ ഞാൻ വിചാരിച്ചു, ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഞാൻ ജോലി റിസൈൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പം ജോലി റിസൈൻ ചെയ്താൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അത് ബാധിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു, നീ ഫിനാൻഷ്യലി ഉള്ള കാര്യമൊന്നും നോക്കണ്ട, നിനക്ക് സന്തോഷം തരുന്ന എന്താണോ നീ അത് ചെയ്തോ, കാരണം ജോലിക്ക് പോകണമെന്നുള്ളത് നിന്റെ ഇഷ്ടമായിരുന്നു, ഇപ്പൊ റിസൈൻ ചെയ്യണമെന്നുള്ളത് നിന്റെ ഇഷ്ടമാണ്, നീ റിസൈൻ ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് മനസ്സിലായി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ പറ്റി നീ നോക്കണ്ട എന്ന് പറഞ്ഞപ്പം അത് എന്തായാലും അതിനെ ബാധിക്കാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ റിസൈൻ ചെയ്തില്ല. അങ്ങനെ ഞാൻ വീണ്ടും ജോലിക്ക് പോയി. ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിന് അപ്പൊ ഹസ്ബൻഡ് അത്രയും കാലം 15 വർഷമായിട്ട് ഒരു IT കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനാണെങ്കിൽ US ഒരു കമ്പനിയിൽ നിന്നാണെങ്കിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്യാണ്ട് ഇങ്ങോട്ടൊരു കോൾ വന്നു. ഈ ലിങ്ക്ഡിനിലൊക്കെ കണ്ടിട്ട് ഒരു കോൾ ഇങ്ങോട്ട് വന്നിട്ടാണെങ്കിൽ പുള്ളിക്കാരനാണെങ്കിൽ ഇന്റർവ്യൂ ഒക്കെ ക്ലിയർ ചെയ്ത് പുള്ളിക്കാരൻ അവിടെ ജോലി കിട്ടി. ജോലി കിട്ടിയപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇപ്പൊ കുഴപ്പമില്ല, കാരണം നിനക്ക് കിട്ടുന്ന എക്സ്ട്രാ ശമ്പളം എനിക്ക് ഈ പുതിയ ജോലിയിലുണ്ട്, നീ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ പ്രശ്നം നീ വിചാരിക്കുകയും വേണ്ട, നിനക്ക് ജോലി റിസൈൻ ചെയ്യണമെങ്കിൽ നിനക്ക് എന്താണ് സന്തോഷം, വീട്ടിലിരിക്കുന്ന ഇഷ്ടമെങ്കിൽ നീ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പൊ ആ സമയം ഒരു കാര്യം കൂടെ സംഭവിച്ചു. പണ്ടും ആൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എങ്ങനെ തുടങ്ങും എന്താന്നുള്ള ഐഡിയ ഇല്ല. അപ്പൊ ആൾ പറയും, IT ജോബ് എപ്പോഴും സ്ട്രെസ്ഫുൾ ആണ്, ഒരു 40 ഇയേഴ്സ് വരെ ഞാൻ സോഫ്റ്റ്വെയർ ജോലി ചെയ്യത്തുള്ളൂ, അത് കഴിയുമ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ പറയായിരുന്നു. പക്ഷെ എങ്ങനെയെന്നുള്ള ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ പുതിയ ജോലി കിട്ടിയപ്പോഴാണ് ഒരു ഐഡിയ മനസ്സിൽ വന്നത്. കാരണം കാനഡ US നോക്കുമ്പോൾ US IT എഞ്ചിനീയേഴ്സിന് നല്ല ശമ്പളമുണ്ട്, കാനഡയിൽ ശമ്പളം കുറവാണ്. അപ്പം US നിന്ന് പ്രോജക്റ്റ് എടുത്തിട്ട് ഇവിടെ കാനഡയിലുള്ള IT എഞ്ചിനീയേഴ്സിനെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമുക്കാണെങ്കിൽ അങ്ങനെ ഒരു ബിസിനസ് ചെയ്യാന്നുള്ള ഐഡിയ അങ്ങനെയാണ് കിട്ടുന്നത്. അതായത് ബേസിക്കലി ഇപ്പൊ നമ്മുടെ IT കമ്പനീസ് ഉണ്ട്, ഇൻഫോസിസും TCS ഒക്കെ ചെയ്യുന്നത് പോലൊക്കെ അതിന്റെ ഒരു ചെറിയ വേർഷൻ അവരിതാണല്ലോ ചെയ്യുന്നത്. പുറത്ത് വന്നിട്ട് പ്രോജക്റ്റ് എടുത്തിട്ട് നാട്ടിലെ ശമ്പളത്തിലാണെങ്കിൽ IT കാരെ ആണെങ്കിൽ ഹയർ ചെയ്യുന്നു, പക്ഷേ അവർക്ക് കിട്ടുന്ന പൈസ US ഡോളറും കനേഡിയൻ അല്ലെങ്കിൽ UK അങ്ങനെ അവിടുത്തെ പൈസകളാണല്ലോ അവർക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാന്ന്. അപ്പം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എങ്ങനെ ആര് നമുക്ക് പ്രോജക്റ്റ് തരും? കാരണം ഇവിടെ ഈ പറഞ്ഞ ഈ IT കമ്പനീസ് എല്ലാം ഭയങ്കര ഇതായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്, നാട്ടിലത്തെ IT കമ്പനീസ് ഒക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. പിന്നെ ആണെങ്കിൽ അപ്പൊ നമുക്ക് ആര് പ്രോജക്റ്റ് തരും, പിന്നെ ഈ ഒരു പുതിയ രാജ്യത്ത് എങ്ങനെ കമ്പനി സ്റ്റാർട്ട് ചെയ്യും, അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ കർത്താവ് അത്ഭുതകരമായിട്ട് വഴി നടത്തി, അവിടുന്ന് പ്രോജക്റ്റ് കിട്ടി, ഇവിടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആള് ഒരു സ്വന്തമായിട്ട് IT കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ആള് കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്കൊരു കുറച്ചുകൂടെ ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആയി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയും ഞാൻ ആളെ ഹെൽപ്പ് ചെയ്യാം, അതുകൊണ്ട് മറ്റേ ജോലി ഞാൻ റിസൈൻ ചെയ്യാം, കംപ്ലീറ്റ് റിസൈൻ ചെയ്യാന്ന് കരുതിയിട്ട് ഞാൻ പോയി റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു. റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തപ്പം എൻ്റെ മനസ്സിൽ ഞാൻ അത്ര സന്തോഷമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ടും ഏറ്റവും വിഷമം ഉണ്ടായിരുന്ന ഈ ജോലിയുടെ കാര്യത്തിലാണ്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ജോലി കിട്ടിയത്. ഇവിടെ ഈ നാട്ടിൽ ജോലി കിട്ടാൻ പാടുണ്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ജോലി അന്വേഷിച്ച് ഇവിടെ മാസ്റ്റേഴ്സ് ഒക്കെ പഠിക്കുന്ന പിള്ളേർ ഓരോ കമ്പനിയിൽ കയറി ഇറങ്ങി റെസ്യൂമെ കൊടുക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളിടത്ത് എനിക്ക് ഈ പ്രോപ്പർ എക്സ്പീരിയൻസ് ഇല്ല, ഒന്നും ഇല്ലാണ്ട് എനിക്കൊരു ജോലി കർത്താവ് തന്നിട്ട് ഞാൻ അതെങ്ങനെ കളയും എന്നുള്ളതുണ്ട്. പക്ഷെ എൻ്റെ ഒരേ ഒരു പ്രശ്നം ഈ യാത്രയാണ്. 1.5 മണിക്കൂർ അങ്ങോട്ട് 1.5 മണിക്കൂർ ഇങ്ങോട്ട്. ജോലിയിൽ എനിക്ക് ഒരു സ്ട്രെസ്സും ഇല്ല, ഭയങ്കര നല്ലൊരു ജോലി എനിക്ക് കർത്താവ് തന്നത്. ഞാനൊരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങനത്തെ അല്ല. ഇവിടെ ഉള്ള എല്ലാ ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സും കമ്പനീസ് അവരുടെ പ്രോഡക്റ്റ് നമ്മുടെ കമ്പനി കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യും. നമ്മളൊരു സർട്ടിഫിക്കേഷൻ ബോഡി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ചില സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ചെയ്ത് നമ്മൾ പാസ് സർട്ടിഫിക്കറ്റ് കൊടുത്തെങ്കിൽ അവർക്കത് മാർക്കറ്റിലോട്ട് ഇറക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നല്ലൊരു പണ്ട് ഞാൻ ജോലി അന്വേഷിച്ച് നടന്ന കമ്പനിക്കാരൊക്കെ ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യും. അപ്പൊ അത്രയും നല്ലൊരു ജോലി തന്നിട്ട് ഞാനത് എങ്ങനെ കളയെന്നുള്ള ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിലുണ്ട്. എന്തായാലും പക്ഷേ എനിക്ക് യാത്ര പറ്റാത്തതുകൊണ്ട് ഞാൻ റെസിഗ്നേഷൻ കൊടുത്തപ്പോൾ അവരെ ചുമ്മാ ചോദിച്ചു, റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് യാത്രയെ ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഇങ്ങനെ ഹൈബ്രിഡ് വർക്ക് തരുവാണെങ്കിൽ ഞാൻ നിൽക്കാന്ന് പറഞ്ഞു. പകുതി ഓഫീസിൽ പോയി വീട്ടിൽ പകുതി അങ്ങനെ തരുവാണെങ്കിൽ ഞാൻ നിൽക്കാന്ന് പറഞ്ഞു. അപ്പം പക്ഷെ അവർ ഓക്കെ പറഞ്ഞിട്ട് പക്ഷെ അവരനങ്ങിയില്ല. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു, കാരണം അവര് വർക്ക് ഫ്രം ഹോം ഒരാൾക്കും കൊടുക്കത്തില്ല. പണ്ട് ഈ കോവിഡിന്റെ സമയത്ത് കൊടുത്തിട്ടുണ്ട്, അത് അവർക്ക് കമ്പനിക്ക് അത് പ്രൊഡക്റ്റീവ് അല്ല എന്ന് തോന്നിയത് കൊണ്ട് ആ കമ്പനി പല രാജ്യങ്ങളിലുണ്ട് ഓഫീസുണ്ട്, അവിടെ എല്ലായിടത്തും അവർ കംപ്ലീറ്റ് വർക്ക് ഫ്രം ഹോം നിർത്തി വെച്ചേക്കുക. അപ്പൊ നിനക്ക് ഒരാൾക്ക് വേണ്ടി അത് തരത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ കുഴപ്പമില്ല, ഞാൻ എല്ലാവരോടും പറഞ്ഞു, പള്ളിയിലും എല്ലാവരും പറഞ്ഞു ഞാൻ റെസിഗ്നേഷൻ കൊടുത്തു, അടുത്തത് ഈ പനീഷിന്റെ ഒപ്പം ഞാൻ ജോയിൻ ചെയ്യുക, ഞങ്ങൾ അങ്ങനെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമമുണ്ട്, എനിക്ക് തന്ന ജോലി ഞാൻ കളയുവാണല്ലോ എന്നുള്ള വിഷമമുണ്ട്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് അവരെനിക്കൊരു ഓഫ് ബോർഡിങ് വെച്ചു, എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ ഒക്കെ വെച്ചു. കാരണം കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ഒരു ഇന്റർവ്യൂ, ചുമ്മാ അവർ ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു വർക്ക് എക്സ്പീരിയൻസ് കമ്പനി അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു ഇന്റർവ്യൂ വെച്ചു.
അങ്ങനെ ഇരുന്ന സമയത്ത് അതിൻ്റെ എല്ലാം ഡേറ്റ് ഒക്കെ ഇരുന്ന സമയത്ത് സാധാരണയാണെങ്കിൽ ഡിസംബർ ജനുവരി എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഹോളിഡേ ആയതുകൊണ്ട് പ്രോജക്റ്റ് ഒക്കെ കമ്പനികളിൽ ഭയങ്കര കുറവാണ്. കാരണം ആൾക്കാരെല്ലാം ലീവിന് പോകും. പിന്നെ വീണ്ടും ഒരു സ്റ്റാർട്ട് നടക്കണമെങ്കിൽ ഒരു ഫെബ്രുവരി വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാ വർഷവും അങ്ങനെ ഡിസംബർ ജനുവരിയിൽ ഇവിടെ കമ്പനി പ്രോജക്റ്റ് ഒന്നുമില്ല, നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങൾ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ ലാസ്റ്റ് ദിവസങ്ങൾ എനിക്ക് സമാധാനത്തിൽ ഇരിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച സത്യം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ നോട്ടീസ് പീരീഡ് ഇട്ട 2 വീക്ക് അവർക്ക് നിറയെ പ്രോജക്റ്റ് വന്നു. നിറയെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം പറ്റാണ്ടായ അത്രയും പ്രോജക്റ്റ് വന്നിട്ട് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സൂര്യൻ ഞങ്ങൾക്കാണെങ്കിൽ ഒരു ഹെൽപ്പ് വേണം, ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞു കേട്ടു നീ ഇങ്ങനെ സ്വന്തമായിട്ട് നിങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തു, നീ അങ്ങനെ, പക്ഷേ ഞങ്ങൾക്ക് ഇപ്പം നിന്റെ ഹെൽപ്പ് വേണം. നീ ചോദിച്ചത് ഹൈബ്രിഡ് അല്ല, ഞങ്ങൾ നിനക്ക് ഹൈബ്രിഡ് അല്ല കംപ്ലീറ്റ് വർക്ക് ഫ്രം ഹോം തരാം, നിനക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു, കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ആലോചിക്കാൻ 2 ദിവസം സമയം വേണമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന് അനീഷേട്ടൻ്റെ അടുത്ത് സംസാരിച്ചു. അനീഷേട്ടൻ പറഞ്ഞു നിനക്ക് ആകെ പ്രശ്നം ഉണ്ടായിരുന്നു ഈ യാത്രയല്ല, എന്നാൽ അവർ മാറ്റി തന്നു, പിന്നെ അപ്പം ഇനി എന്താ കുഴപ്പമൊന്നുമില്ല, നിനക്ക് വീട്ടിൽ നിന്ന് ചെയ്യാമല്ലോ. അങ്ങനെ ഞാനാണെങ്കിൽ അങ്ങനെ എനിക്ക് അവർ കംപ്ലീറ്റ് വർക്ക് ഫ്രം ഹോം ആക്കി തന്നു. ഇനി ഈ ജോലിയെ പറ്റി പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഞാൻ ഈ കമ്പനി കയറിയ സമയത്ത് ഞാൻ എടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ തൂക്കാൻ വരുന്ന ചേച്ചി തൊട്ട് ഇവിടുത്തെ CEO വരെ എല്ലാവരോടും ഞാൻ എൻ്റെ സാക്ഷ്യം പറയും, ഞാൻ എൻ്റെ ആണെങ്കിൽ സുവിശേഷം പറയുന്നത് ഞാൻ എടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു. ആദ്യം പറഞ്ഞു തുടങ്ങിയത് ഈ തൂക്കം വരുന്ന ചേച്ചിയുടെ അടുത്ത് തന്നെയാണ്. പക്ഷെ പറഞ്ഞു തുടങ്ങിയപ്പം ആ ചേച്ചി ഓൾറെഡി രക്ഷിക്കപ്പെട്ട ഒരു ചേച്ചിയായിരുന്നു. പക്ഷേ ഞാൻ ടെസ്റ്റിമണിയൊക്കെ പറഞ്ഞ ചേച്ചി പറഞ്ഞു ഭയങ്കര എൻകറേജിങ്, ഒരു ഫിലിപ്പിനോ ചേച്ചിയാണ്, ഭയങ്കര എൻകറേജിങ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ ബാക്കി നമ്മുടെ എഞ്ചിനീയേഴ്സ് എല്ലാവരും അവർ ഫുഡ് കഴിക്കുന്നിടത്ത് ജോലി ചെയ്യുന്ന ക്യാബിനിൽ തന്നെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. പക്ഷെ ഞാൻ മാത്രം പോയിട്ട് ലഞ്ച് റൂമിൽ പോയിരുന്നിട്ട്, കാരണം അവിടെ ആകുമ്പോൾ ഒത്തിരി ആൾക്കാർ വരും. അപ്പോൾ അവരോട് നമുക്ക് സംസാരിക്കാൻ അവസരം കിട്ടുമല്ലോ. അപ്പം ഞാൻ എല്ലാ ദിവസവും അവിടെ പോയിരുന്നിട്ട് ആൾക്കാരോട് ഇങ്ങനെ എൻ്റെ സാക്ഷ്യവും സുവിശേഷവും എല്ലാ കാര്യങ്ങളും എല്ലാം പറയാം. സത്യം പറഞ്ഞാൽ അത് ആ ജോലി കയറിയപ്പോൾ മാത്രമല്ല, പണ്ട് ജോലി ഇല്ലാതിരുന്ന കാലത്തും കോളേജിൽ പഠിക്കുമ്പോഴും മറ്റേ ആദ്യ ജോലി കയറിയപ്പോഴൊക്കെ, ആദ്യ ജോലി കിട്ടുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് മര്യാദയ്ക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല. ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ മലയാളത്തിൽ പഠിച്ച ആളാണ്, മലയാളം മീഡിയം പഠിച്ച ആളാണ്. അപ്പോൾ എനിക്ക് മര്യാദയ്ക്ക് പറയാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ഹോസ്റ്റലിലൊക്കെ ഇരുന്നിട്ട് പറയുന്ന ടെസ്റ്റിമണിയും സുവിശേഷവും ഒക്കെ ഇംഗ്ലീഷിൽ നമുക്ക് എഴുതാൻ അറിയാമല്ലോ. മലയാളികൾക്ക് അങ്ങനെയാണല്ലോ, നമ്മൾ സംസാരിക്കുന്നത് ശീലം ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമുക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. പക്ഷെ നമ്മൾ നന്നായിട്ട് പക്ഷെ എഴുതാൻ നന്നായിട്ട് അറിയാമല്ലോ. അപ്പം ഞാൻ എഴുതി കാണാതൊക്കെ പഠിച്ചിട്ട് പോയിട്ട് ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കും സുവിശേഷം. അപ്പുറത്തിരിക്കുന്ന കന്നഡക്കാരോടും തെലുങ്കരോടും ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ പറയും. അന്ന് അങ്ങനെ ചെയ്യുമായിരുന്നു. ഇവിടെ ആണെങ്കിലും ഈ കമ്പനി കയറിയിട്ട് ഞാൻ എൻ്റെ കരിയറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച ഒരു 3 വർഷം പ്രാർത്ഥിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഈ കമ്പനി കയറിയപ്പോഴത്തേക്ക് ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല എനിക്ക് വർക്ക് ഫ്രം ഹോം തരണം, എനിക്ക് പ്രൊമോഷൻ തരണം, അല്ലെങ്കിൽ അതൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എനിക്ക് ഇവിടെ എനിക്ക് എത്ര പേരോട് എനിക്ക് കർത്താവിനെ പറ്റി പറയാൻ പറ്റണം, എനിക്ക് അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം എൻ്റെ മനസ്സിൽ ഇതുണ്ടായിരുന്നു, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിന് അതോടുകൂടി നിങ്ങൾക്ക് ഇതൊക്കെയും കിട്ടുമെന്ന് പറഞ്ഞൊരു കർത്താവുണ്ട്. ബാക്കി കർത്താവിൻ്റെ കാര്യം നോക്കിക്കോളും, തക്ക സമയത്ത് എനിക്ക് എല്ലാം തന്നോളും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട്. ആ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ ഒരു ദിവസം സുവിശേഷം പറയുമ്പം അവൻ എന്നോട് പറഞ്ഞു, ഈ 2024 ദൈവം ഉണ്ടെന്ന് നീ വിശ്വസിക്കാൻ നിനക്ക് വട്ടാണോ എന്ന് ചോദിച്ചു. ഒരു ചെറിയ പയ്യനാ, അപ്പൊ അവന് ദൈവം ഉണ്ടെന്നൊക്കെ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അപ്പൊ അവരൊക്കെ പറയുന്നുണ്ട് ഇത് ഈ വർക്ക് ഫ്രം ഹോം, കാരണം കമ്പനിയുടെ ഹിസ്റ്ററിയിൽ ഒരു രാജ്യത്ത് അവർ കൊടുക്കുന്നില്ല, അപ്പൊ അങ്ങനെ എനിക്ക് മാത്രം തരുന്നു. അപ്പൊ അത് മാത്രമല്ല, ഞാൻ അവിടെ കയറിയപ്പോൾ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവൻ എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ ഈ ലാസ്റ്റ് ജോലി ചെയ്യുന്ന അവിടെ ഡയറക്റ്റ് ജോലി ചെയ്യുന്ന ദിവസം എന്നോട് ഇങ്ങനെ പറഞ്ഞു, അന്ന് പറഞ്ഞു ദൈവമില്ല എന്ന് പറഞ്ഞ് അവൻ എന്നോട് പറഞ്ഞു, ഐ തിങ്ക് ഗോഡ് ഈസ് ദെയർ ആൻഡ് ഹി റിയലി ലവ്സ് യു എന്ന് പറഞ്ഞു. ദൈവമുണ്ട്, എനിക്കിപ്പോൾ തോന്നുന്നു ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. കാരണം അവരുടെ കണ്ണിൽ അത് സാധാരണ രീതിയിൽ നടക്കേണ്ടുന്ന കാര്യങ്ങളൊന്നും അല്ലായിരുന്നു, അതങ്ങനെ നടന്നു. അതുപോലെയാണെങ്കിൽ പിന്നെ വേറൊരു ഫ്രണ്ട്, എല്ലാവരും നമ്മുടെ ലൈഫ് ഇങ്ങനെ നോക്കുവാണല്ലോ, നമ്മൾ എല്ലാവരും സാക്ഷ്യം പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും, നമ്മൾ സാക്ഷ്യം പറഞ്ഞു ഒരാളുടെ അടുത്തിട്ട് എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു, യേശു അത്ഭുതം ചെയ്യുന്നു എന്ന് ഒരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെസ്റ്റിമണിയുടെ ക്ലൈമാക്സ് പറയുന്നത് ആ കേൾക്കുന്ന ആളാണ് എന്ന് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞു കഴിയുമ്പം പിന്നെ ഒരു ഭാരം എനിക്ക് തോന്നുന്നു ദൈവത്തിനുണ്ട്. കാരണം അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഞാൻ അത്ഭുതം നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ലൈഫിൽ ഒന്നും നടക്കുന്നില്ല, ഒരു സാധാരണ രീതിയിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ അവർ പറയും അവൾ പറഞ്ഞത് കള്ളമാ,
അവളുടെ ജീവിതത്തിൽ അവളുടെ സാക്ഷ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വെറുതെ ഇല്ലാത്തത് പറയാ. അവർ നമ്മുടെ ലൈഫിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇപ്പൊ ഈ ടെസ്റ്റിമണി കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ, എന്നെ ക്ലോസ്ലി അറിയാവുന്നവരാണെങ്കിൽ ചിലപ്പോൾ നോക്കും, ഇവൾ ഇത്രയും കാലം പറഞ്ഞ സത്യമാണോ, സ്റ്റിൽ അവരുടെ ലൈഫിൽ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് എന്തായാലും അവർ നോക്കുമല്ലോ. അപ്പം അവർ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടെസ്റ്റിമണി നമ്മൾ പറഞ്ഞെങ്കിൽ വേറെ അതിനേക്കാളും വലിയൊരു ടെസ്റ്റിമണി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരും. അത് കാണുന്ന ആൾക്കാർ പറയും, ശരിയാണ് അവൾ പറഞ്ഞത്, അവളുടെ ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ ടെസ്റ്റിമണിയുടെ ക്ലൈമാക്സ് എനിക്ക് ഒത്തിരി തവണ തോന്നിയിട്ടുണ്ട്. എൻ്റെ ടെസ്റ്റിമണിയുടെ ക്ലൈമാക്സ് ഫില്ല് ചെയ്തത് എൻ്റെ ടെസ്റ്റിമണി ഒരിക്കൽ കേട്ട ആളാണ്. അതുപോലെ ഒരാളുണ്ടായിരുന്നു, ഞാൻ ഇവിടെ ക്യാനഡ വന്ന സമയത്ത് പുള്ളിക്കാരി എനിക്കിങ്ങനെ ഒരു പൂജിച്ച ഒരു സാധനം കഴിക്കാൻ വേണ്ടി തന്നു. അപ്പൊ ഞാനത് കഴിച്ചില്ല. കഴിക്കാതെ പുള്ളിക്കാരിക്ക് എന്നോട് കുറെ നാൾ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പുള്ളിക്കാരി പിന്നെ മിണ്ടിയൊക്കെ തുടങ്ങി. ഞാൻ അങ്ങോട്ട് കയറി മിണ്ടി തുടങ്ങി. ഈ അടുത്ത കാലത്ത് പുള്ളിക്കാരി പറഞ്ഞു, ഇങ്ങനെ തന്നെ പുള്ളിക്കാരി എൻ്റെ ആ ഫ്രണ്ട്, എൻ്റെ കൊളീഗ് പറഞ്ഞതുപോലെ പറഞ്ഞു, സൂര്യയുടെ ദൈവം എന്തോ ഒരു പ്രത്യേകതയുള്ള ദൈവമാണ്, സൂര്യ പ്രാർത്ഥിക്കുന്നതെല്ലാം തരുന്ന ഒരു ദൈവമാണെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമോ എന്ന്. കാരണം എന്താ ഞാൻ പറയുന്നത്, നമ്മൾ ടെസ്റ്റ് പറയുമ്പോൾ പിന്നെ അവർ നോക്കിക്കൊണ്ടിരിക്കുക, ഇതാണോ അവരുടെ ലൈഫിൽ നടക്കുന്നതെന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അങ്ങനെ ആ ജോലി സ്ഥലത്ത് അവിടെ നിൽക്കുന്ന അത്രയും സമയം എനിക്ക് ആരോടൊക്കെ സുവിശേഷം പറയാമോ അവരോടൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ചിലയിടത്തൊക്കെ എനിക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ട്, ചിലയിടത്ത് പറയാൻ ഭയങ്കര ഈസി ആയിരുന്നു. കർത്താവ് തന്നെയാണെങ്കിൽ ജസ്റ്റ് അവർ നമ്മുടെ അടുത്ത് വന്നു, നമ്മുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി ചോദിച്ചു, നമ്മൾ പറഞ്ഞു. പക്ഷെ ചിലയിടത്തൊക്കെ എനിക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളിടത്ത് ഞാൻ വന്നിരുന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എങ്ങനെയെങ്കിലും എനിക്കൊരു ഓപ്പണിംഗ് തരും. അങ്ങനെ ഒരു ഉദാഹരണം മാത്രം പറയാം. ഞങ്ങളുടെ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് പുള്ളിക്കാരനാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും ആ പുള്ളിക്കാരനോട് ഒന്ന് സുവിശേഷം പറയണം. അപ്പൊ പുള്ളിക്കാരന് ഞാനുമായിട്ട് ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല, കാരണം ഞങ്ങൾക്ക് ഇടയ്ക്ക് ഒരുപാട് മാനേജേഴ്സ് ഉണ്ട്. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് എങ്ങനെയെങ്കിലും അയാളോട് സംസാരിക്കാൻ ഒരു വഴി തുറന്നു തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ദിവസങ്ങളിൽ പുള്ളിക്കാരൻ്റെ ഒരു പ്രോജക്റ്റ്, US ഒരു പ്രോജക്റ്റ് വന്നു. പുള്ളിക്കാരൻ US പോയിട്ട് തിരിച്ചു വരുമ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ ആ ജോലി ഒരു കുറച്ച് കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എന്നെയാണ് ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഞാനത് മര്യാദയ്ക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരന് ഭയങ്കര സന്തോഷമായിട്ട് പുള്ളിക്കാരൻ എന്നോട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരനാണെങ്കിൽ എന്നോട് ചോദിച്ചു, നിന്റെ കുടുംബം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ എല്ലാം ഹാപ്പിയാന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഹാപ്പിയാണോ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാന്ന് പറഞ്ഞു. അവിടെ നിങ്ങൾ സമാധാനത്തോടാണ് കിടന്നുറങ്ങുന്നതെന്ന് ചോദിച്ചു. ഞാനിത് പറഞ്ഞപ്പോഴത്തേന് പുള്ളിക്കാരൻ്റെ ഫേസ് പെട്ടെന്ന് അങ്ങോട്ട് മാറി, പുള്ളിക്കാരൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ വലിയൊരു പ്രശ്നത്തിൽ കൂടെ പോവാ, എൻ്റെ മോനാണെങ്കിൽ ഇവിടെ ഒരു ലഹരി ഡ്രഗ് കേസിനകത്ത് പെട്ടിട്ടാണെങ്കിൽ അവൻ ജയിലിൽ പോകാൻ വേണ്ടി പോവാ. അപ്പൊ ഭാര്യ എന്നെ കുറ്റം പറഞ്ഞിട്ട് ഞാൻ അവനെ മര്യാദയ്ക്ക് നോക്കാഞ്ഞിട്ട് അവൻ ഇങ്ങനെ ആയെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കൂടെ ആയിട്ട് എനിക്ക് ജീവിതം തകർന്നിട്ടാണെങ്കിൽ എനിക്ക് മദ്യപിക്കാണ്ട് എനിക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ല, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ സാക്ഷ്യങ്ങളെക്കാളും വലിയ സാക്ഷ്യം എനിക്ക് ഇതാണ്. കാരണം എനിക്ക് ആളോട് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷേ ആണെങ്കിൽ ആ ആളോട് പറയാൻ എനിക്ക് കർത്താവ് ഒരു സാഹചര്യം ഒരുക്കി തന്നു. അങ്ങനെ എനിക്ക് ആ ഓഫീസിൽ എനിക്ക് എത്ര പേരോട് പറയാൻ എനിക്ക് പറ്റിയോ അങ്ങനെ ആൾക്കാരുടെ എല്ലാവരോടും എനിക്ക് പറയാൻ വേണ്ടിയിട്ട് കർത്താവ് എന്നെ സഹായിച്ചു എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. പിന്നെ ഇനി പറയാനുള്ളത് ഒരു കാര്യം, അനീഷേട്ടൻ്റെ ഒരു ടെസ്റ്റിമണിയും കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞു ഒരുപാട് കാര്യങ്ങളുണ്ട്, സമയം പൊക്കോണ്ടിരിപ്പുണ്ട്. ആ ഒരു കാര്യം കൂടെ പറയാം. അനീഷേട്ടൻ അവരുടെ അമ്മ ചെറുപ്പത്തിൽ അവരുടെ അമ്മ ഒറ്റയ്ക്ക് വിശ്വാസി വന്നതാ. ഒറ്റയ്ക്ക് വിശ്വാസി വന്നു. പിന്നെ ആണെങ്കിൽ അമ്മയും അച്ഛനും അങ്ങനെ വിശ്വാസി വന്നതിന്റെ പേരിൽ ബന്ധുക്കാരെല്ലാം ഉപേക്ഷിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഒരുപാട് ഫിനാൻഷ്യലി അവർ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി പോയ. അപ്പം ആൾക്കാർ മുഴുവൻ ഒരു നിന്നിച്ചിട്ടേക്കുന്ന ഒരു കുടുംബമായിരുന്നു ആ നാട്ടിൽ. കാരണം പൈസ ഇല്ല. അപ്പം പിന്നെ ഇതെല്ലാം ഇട്ടിട്ട് പോയി ഇങ്ങനെ വിശ്വാസത്തിൽ നിൽക്കുന്നതിന്റെ പേരിലായിട്ടാണെങ്കിൽ ആൾക്കാരുടെ നിന്നയും എല്ലാം അവർക്കുണ്ടായിരുന്നു. അമ്മയും അങ്ങനെ 2 ബ്രദേഴ്സും അവർ രണ്ടുപേരും മാത്രമായിട്ട് പള്ളിയിൽ പോവും. അപ്പൊ എങ്ങനെ അനീഷേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർക്ക് പലപ്പോഴും വണ്ടിക്കൂലിക്ക് പോലും അവർക്ക് പൈസ ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നത്. പക്ഷേലാണെങ്കിലും അനീഷേട്ടൻ എല്ലാം പൊതുവെ കുറച്ച് തമാശയ്ക്ക് പറയുന്ന ആളാണ്. അങ്ങനെ തമാശയില്ല, പക്ഷെ അവരുടെ അമ്മ പറയുമ്പോഴൊക്കെ എനിക്ക് ഒത്തിരി വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം അവർക്ക് ഒരുപാട് പശു ഉണ്ടായിരുന്നു. ആ പശുവിനെയൊക്കെ ആണെങ്കിൽ നോക്കി ആള് പശുവിനെയൊക്കെ ആണെങ്കിൽ കറന്നിട്ട് അതെല്ലാം വിറ്റ് പാലൊക്കെ വിറ്റിട്ട് വേണം ആള് ജോലിക്ക് പോകാൻ. എൻ്റെ സ്കൂളിൽ പോകുന്നതും കോളേജിൽ പോകുന്നതും എല്ലാം അങ്ങനെ ആയിരുന്നു. വെല്ലോൻ്റെ വീട്ടിലൊക്കെ പണിക്ക് പോകും, പാടത്ത് പണിയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവരാലും അവർ നിന്ദിക്കപ്പെട്ട് കിടന്നിരുന്ന ഒരു കുടുംബമായിരുന്നു അവിടെ. പക്ഷേ അമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. കുറെ
കാലം യു എസ് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. നാട്ടിൽ ചെന്നിരിക്കുമ്പോഴും അമ്മ വെളുപ്പാങ്കാലത്ത് എണീറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ മക്കളെയും മരുമക്കളെയും എൻ്റെ കൊച്ചുമക്കളെ എല്ലാവരും അമ്മ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അമ്മ ഇതുപോലെ തന്നെയായിരുന്നു. എന്ത് പ്രതിസന്ധി കൂടെ പോയാലും എന്തിനെനിക്ക് ഇങ്ങനെ വന്നു, അല്ലെങ്കിൽ എന്തിനാ ഈ ഒരു പരീക്ഷ കൂടെ പോകുന്നത്, ദൈവം ഇത് ചെയ്യത്തില്ല എന്നൊരു വാക്ക് ഒരിക്കലും ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് വായിന്ന് കേട്ടിട്ടില്ല. അത് തന്നെയായിരുന്നു, ആ സ്വഭാവം തന്നെയാണ് അനീഷേട്ടനും കിട്ടിയേക്കുന്നത്. ഒരിക്കലും അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ആ അമ്മ വിശ്വസ്തയോടെ നിന്നു, പ്രാർത്ഥിച്ചു. ആ ദേശത്ത് ദൈവം അവരെ മാനിച്ചു. അനീഷേട്ടനാണെങ്കിൽ ആദ്യ കാലത്ത് അവർ പറയുന്നത് പശുവിനെ വിറ്റ് നടക്കുന്ന, പശുവിനെയും കൊണ്ട് നടക്കുന്ന ആളെന്നായിരുന്നു അനീഷേട്ടനെ പറ്റി പറയാറുണ്ടായിരുന്നു. പിന്നീട് കല്യാണത്തിന്റെ സമയത്ത് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവർ പറയുന്നത് ആ നാട്ടിൽ അപ്പൊ അമേരിക്കയ്ക്ക് പോയിരിക്കുന്ന പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ, അമേരിക്കയിൽ പോയേക്കുന്ന ആളെന്നായിരുന്നു. പക്ഷെ അതും കഴിഞ്ഞിട്ട് ഇപ്പം സ്വന്തമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനും മാത്രമായിട്ട് ദൈവം ഉയർത്തി. അപ്പൊ അന്ന് അവർ അനുഭവിച്ച് നിന്നൊക്കെ ആണെങ്കിൽ അമ്മ, പക്ഷെ അതിൽ നിന്നൊക്കെ കർത്താവ് വിടുവിച്ചു. ഒരു ഭയങ്കരമായിട്ട് ഒരു നല്ല രീതിയിൽ ആ നാട്ടിലെ ദൈവം അവരെ മാനിച്ചു. അനീഷിനെ മാത്രമല്ല, അനീഷിന്റെ ബ്രദറിനെ ആണെങ്കിലും അവർക്ക് രണ്ടുപേർക്കും ആണെങ്കിൽ നല്ല എല്ലാ രീതിയിലും നല്ല ജോലിയും നല്ല രീതിയിലാണെങ്കിൽ ആ ഒരു ഇത്രേ ഉള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞ ആ നാട്ടിൽ അവർ അനുഭവിച്ച ആ നിന്ന് മുഴുവൻ കർത്താവ് മാറ്റിയിട്ട് ആ നാട്ടിൽ അവർ ഏറ്റവുമായിട്ട് കർത്താവ് അധികം ഉയർത്തി എന്നുള്ളതാണ് പുള്ളിക്കാരനെ പറ്റിയിട്ടുള്ള ചുരുക്കം വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്ത് പുള്ളിക്കാരൻ എപ്പോഴെങ്കിലും പറഞ്ഞോട്ടെ. ഇനി ഞാൻ സമയം പോകുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എൻ്റെ ടെസ്റ്റ് മണി അവസാനിപ്പിക്കാം. ആ ടെസ്റ്റ് മണി പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് എനിക്കത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതായത് ആ ഇൻസിഡന്റ് നടക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ ആണ്. അതായത് ഞങ്ങൾ വിശ്വാസത്തിൽ വന്ന സമയത്താണെങ്കിൽ എൻ്റെ വീട്ടിൽ ഒരാൾക്ക് ഒരു പൈശാചിക ബാധയുണ്ടായി. ആ സമയത്ത് അതായത് ഞങ്ങളുടെ വീട്ടിൽ ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുവാണ്. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒടുവിലാണ് ഇതുണ്ടാകുന്നത്. അതായത് മേ ബി നേരത്തെ ഉള്ളതായിരിക്കും, ആ സമയത്തായിരിക്കും ഇത് വെളിപ്പെട്ട് വരുന്നത്. അങ്ങനെ ഈ പൈശാചിക ബാധ ഉണ്ടായി. ഈ പറഞ്ഞത് പാസ്റ്റർക്ക് അറിയാം, പാസ്റ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണല്ലോ, ഭൂതശാന്തി അങ്ങനെ മീൻസ് അങ്ങനെയൊക്കെ ആളായതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പം അങ്ങനെ ഒരു ബാധ ഉണ്ടായി. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരുപാട് ദേവദാസന്മാർ വീട്ടിൽ വന്നു. ആർക്കും അതിനെ പുറത്താക്കാൻ വേണ്ടി പറ്റിയില്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ സമയത്ത് അത് വീട്ടിലിരുന്നിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പറഞ്ഞല്ലോ പിശാജ് ബോഷ്ക്ക് പറയുന്നതിൻ്റെ അപ്പനും എന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ആ പറഞ്ഞൊന്നും നമ്മൾ വിശ്വസിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അത് അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. കാരണം ഒരുപാട് ദേവദാസന്മാർക്ക് ഇതിനെ പുറത്താക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അത് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊന്നും ഞാനിന്നിവിടെ പറയുന്നില്ല. അതൊന്നും നമുക്ക് ഇവിടെ ഒട്ടും പ്രസക്തം അല്ലാത്തതുകൊണ്ട് അതും പറയുന്നില്ല. അങ്ങനെ അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ 2 പേരെ ഉള്ളായിരുന്നു സ്നാനപ്പെടാനായിട്ട്. ആ സ്നാനപ്പെടാൻ ബാക്കിയുള്ള ഒരാൾക്കാണ് ആദ്യം ഇങ്ങനെ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അത് ഒരു ദേവദാസൻ വന്ന് പ്രാർത്ഥിച്ചു, അത് മാറി. അത് കഴിഞ്ഞിട്ട് 2 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ വീട്ടിൽ സ്നാനപ്പെടാൻ ഒരാളും കൂടെ ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ 2 വർഷങ്ങൾക്ക് ശേഷം ആ ആൾക്കും ഈ പൈശാചിക ബാധ ഉണ്ടായി. അങ്ങനെ ബാധ ഉണ്ടായ സമയത്താണെങ്കിൽ രണ്ടാമത്തെ ആളുടെ സംഭവം എന്ന് വെച്ചാൽ ആദ്യത്തേനേക്കാളും ഭയങ്കര മോശമായിരുന്നു. സ്വയം മരിക്കാൻ ശ്രമിക്കുക, എലിവേഷൻ കഴിച്ചു ICUലായി, പിന്നെ കിണറ്റി ചാടി മരിക്കാൻ നോക്കി. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ല, അത് ഈ പറഞ്ഞ ഒരുപാട് പേർക്കും പുറത്താക്കാൻ പറ്റാത്തതുകൊണ്ട് അത് കുറേ ദിവസങ്ങളോളം നീണ്ടു നിന്നതായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മൾ വിശ്വാസത്തിലല്ലെങ്കിൽ നമുക്ക് ഒത്തിരി പേടി തോന്നുന്ന പോലത്തെ അനുഭവങ്ങൾ അന്ന് ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായി. ഈ പറഞ്ഞവർക്ക് പിന്നെ അത് കുറഞ്ഞ പറഞ്ഞല്ലോ, നമ്മൾ അത് എന്താണത് പറയുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ക്യൂരിയോസിറ്റിയോടെ നോക്കി നിന്നതൊന്നുമല്ല. നമ്മൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, നിങ്ങൾ എന്തിനാ എന്നെ ഇട്ടേച്ച് പോയേക്കുന്നത്, നിങ്ങൾ തിരിച്ചു വാ, നിങ്ങൾക്ക് വേണ്ടുന്ന പൊന്നും പണോ ഞാൻ തരാം, ഞാൻ ഇന്നതാണ്, ഞാൻ ഇന്ന പണ്ടുണ്ടായിരുന്ന ഓരോ ദൈവത്തിന്റെ ആ ഈ മീൻസ് അമ്പലത്തിലെ അതാണ് ഇതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായി. പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഒക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത, അച്ഛനെ അറിയാത്ത രഹസ്യം, അമ്മയുടെ രഹസ്യം, അല്ലെങ്കിൽ ഞങ്ങളുടെ കോളേജിൽ നടക്കുന്ന കാര്യങ്ങൾ അതൊക്കെ വിളിച്ചു പറയാം. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ദിവസമാണെങ്കിൽ പിന്നെ എനിക്കിനി ഇവിടെ നിന്ന് വിട്ടുപോകാൻ പറ്റാത്തതിന്റെ കാരണം ഇവിടെ കുറെ ആൾക്കാർ കൂടോത്രം ചെയ്തു വെച്ചേക്കുന്ന കുറെ സാധനം ഉണ്ടെന്നും പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ വീട്ടിൽ നിന്ന് പെറുക്കിക്കൊണ്ട് വന്നു. ഏറ്റവും അവസാനം ഒരു മണ്ണിനടിയിൽ നിന്ന് ഒരു കോഴിമുട്ട എടുത്തുകൊണ്ട് വന്നു. ഈ കോഴിമുട്ട കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റാത്തതെന്ന് പറഞ്ഞ് അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ ആ ചെയ്താക്കുന്ന ആളുടെ പേരും പറഞ്ഞു. ഈ പറഞ്ഞവർക്ക് ഫസ്റ്റ് പറഞ്ഞ പോലെയാണെങ്കിൽ പിശാച് ബോഷ്കിന്റെ അപ്പനും അതുകൊണ്ട് അത് കേട്ടിട്ട് ഇന്ന ആളാന്നും പറഞ്ഞിട്ട് നമുക്ക് അവരോട് അന്നും വലിയ അറിവൊന്നും ഇല്ല. ഇത് തുടക്ക സമയത്ത് ഉണ്ടാകുന്നതാണ്. അപ്പൊ അന്നും അവരോട് ദേഷ്യമൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായി. അപ്പൊ ഞാൻ ടെസ്റ്റ് മണിയിൽ ഇത് എല്ലായിടത്തും ഈ കാര്യങ്ങളൊന്നും പറയാറില്ല. അപ്പൊ ഒരു ദിവസം ഞാൻ ഓഫീസിൽ ഞാനിങ്ങനെ എൻ്റെ ടെസ്റ്റ് മണി ഒരു മനുഷ്യനോട് പറഞ്ഞപ്പോൾ ആണെങ്കിൽ പറഞ്ഞ് കുറച്ചു നേരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് അദ്ദേഹം ഒരു സാധാരണ മനുഷ്യൻ, ഏതോ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മാനേജറാണ്. അപ്പോൾ പുള്ളിക്കാരനോട് ഞാൻ ഇത് പറഞ്ഞു കഴിയുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ഒരു പാസ്റ്ററാണ്, അപ്പം ജോലിയോടൊപ്പം സുവിശേഷ വേല ചെയ്യുന്ന ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരൻ്റെ ടെസ്റ്റ് മണി കേട്ടിട്ടാണെങ്കിൽ
ഭയങ്കര സന്തോഷമായി. ഒരു വാക്ക് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് കരുതി ലഞ്ച് റൂമിൽ നിന്നിട്ട് പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് പുള്ളിക്കാരൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു, സൂര്യ, ഈ ടെസ്റ്റിമണി നീ ഞങ്ങളുടെ ചർച്ചിൽ വന്ന് പറയുമോ? ഞങ്ങളുടെ ചർച്ചിൽ മാത്രമല്ല, ഒരുപാടാണെങ്കിൽ നീ പറ്റുന്നിടത്ത് ഈ ഒരു കാര്യം നീ ഉറപ്പായിട്ടും പറയണം. കാരണം ഇതെനിക്ക് പറയുമ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. പിശാച് കുറെ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, അത് ഞാൻ പറയേണ്ടുന്ന കാര്യമുണ്ടോ എന്നൊക്കെ എനിക്കിതുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിട്ട് കർത്താവേ അങ്ങയുടെ ഹിതം അല്ലെങ്കിൽ ഞാൻ ഇത് പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ഇതിവിടെ പറയുമ്പോഴും ഞാൻ ഏറ്റവും പ്രാർത്ഥനയോടുകൂടിയാണ് അത് പറയുന്നത്. കാരണം ഇത് പറയുമ്പോഴത്തേക്കിന് ശത്രുവിന്റെ പോരാട്ടം ഉണ്ടാകുന്ന അറിയാം. കാരണം അത് അറിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഇപ്പോഴും അത് പറയുന്നത്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, ഇത് നീ എല്ലായിടത്തും പറയണം. പറയാനുള്ള കാരണം അദ്ദേഹം പറഞ്ഞു, നമ്മുടെ പള്ളികളിൽ ഒരുപാട് പേരുണ്ട്. അവര് കുറെ പേരുണ്ട്, അവര് പള്ളിയിൽ വരുന്നില്ല, കുറെ പേര് പള്ളിയിൽ വരുന്നുണ്ട്. അപ്പം അതായത് അദ്ദേഹം പറയുന്നതാണെങ്കിൽ ദൈവത്തെ ഇതുവരെയും അറിഞ്ഞിട്ടില്ലാത്ത, യേശുവിനെ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവരെ പറ്റിയിട്ടല്ല, യേശുവിനെ ഒരിക്കൽ അറിഞ്ഞു, യേശുവിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു, പക്ഷെ ഇന്ന് അവർ പിന്മാറ്റത്തിലാണ്. അവർ വിശ്വസിക്കുന്നില്ല ദൈവവുമുണ്ട് പിശാചുമുണ്ട്, നമ്മുടെ പ്രാർത്ഥന യേശു കേൾക്കുന്നുണ്ട്, യേശുവിനെ മാത്രമേ പിശാചു ഭയപ്പെടുന്നുള്ളൂ എന്ന് അവർ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു ജനറേഷൻ ഇന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടായിട്ട് നീ ഇത് പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ശരി, ഞാനാണെങ്കിൽ ഇനി പറയുന്നിടത്ത് ഞാനിത് പറയാൻ, അതിനുശേഷം ഞാൻ പല ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു. പക്ഷെ ഇത്രയും പറയുന്ന ഒരു പ്ലാറ്റ്ഫോം, ഇത്ര ആൾക്കാർ കേൾക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആദ്യം. അപ്പം ഞാൻ അന്ന് കണ്ട 4 കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് പറഞ്ഞല്ലോ, പിശാച് അത് പറഞ്ഞു, ഇത് പറഞ്ഞു, കുറെ കാര്യങ്ങൾ ചെയ്തു, ഭയപ്പെടുത്തുന്ന സാധാരണ ആൾക്കാർക്ക്, കർത്താവിനെ അറിയാത്തവർക്ക് പേടി തോന്നുന്നത് പല രാത്രിയിലും പകലും ഒക്കെ ദിവസങ്ങളോളം നീണ്ടു നിന്ന സംഭവമാണ്. പക്ഷെ 4 കാര്യങ്ങൾ മാത്രം ഞാൻ കണ്ടു. ഒന്നാമത്തെ കാര്യം സ്തോത്രം അല്ലെങ്കിൽ ഹല്ലേലൂയ. ഈ 2 വാക്ക് പറയുമ്പോൾ പിശാച് ഭയപ്പെട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടതാണ്. അപ്പം നമ്മളെപ്പോഴും പറയും സ്തോത്രം ഹല്ലേലൂയ, നമ്മളൊക്കെ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ എപ്പോഴും പറയുമ്പോഴും ഇത് കർത്താവിനെ സ്തുതിക്കുന്ന വാക്കാണ്, അതിനോടൊപ്പം തന്നെ പിശാച് ഭയപ്പെടുന്നതാണെന്നുള്ളത് ഞാൻ അന്ന് കണ്ടുകൊണ്ട് നിൽക്കുന്നതാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ശരി, ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം, ഇത് പിശാച് ചെയ്യുന്നത് കണ്ടിട്ട് വേണോ ഇത് വിശ്വസിക്കാനെന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ച് ദൈവം നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ പഠിപ്പിക്കുന്നത്. അപ്പൊ എന്നെ അന്ന് അതപ്പം എൻ്റെ മനസ്സത് ഭയങ്കരമായിട്ട് ഉറച്ചുപോയി. ഉറക്കത്തിൽ പോലെ എനിക്ക് ഉള്ളിൽ ഞാൻ സ്തോത്രം ഹല്ലേലൂയ പറഞ്ഞു കഴിഞ്ഞാൽ ശത്രു പേടിച്ചു പോകുന്നുള്ളത് എനിക്ക് ഉറക്കത്തിൽ ഉറച്ചുപോയി. ഞാൻ ഇപ്പൊ ചിലപ്പോൾ ഉറങ്ങിയൊക്കെ കിടക്കുമ്പോഴത്തേക്കിന് ഞാനിങ്ങനെ സ്തോത്രം എന്തെങ്കിലും ചെറിയ ചെറിയ സ്വപ്നങ്ങളുണ്ടല്ലോ നമുക്ക് പേടിപ്പിക്കുന്ന, ആ സ്വപ്നം കാണുമ്പോഴും ഞാൻ പെട്ടെന്ന് സ്തോത്രം ഹല്ലേലൂയൊക്കെ ഞാനിങ്ങനെ പറയുമ്പോഴത്തേക്കിന്, കാരണം എൻ്റെ മനസ്സിൽ ഉറച്ചു പോയേക്കുന്നതാണ്, എന്ത് പറഞ്ഞാലും ഞാൻ സ്തോത്രം ഹല്ലേലൂയ പറഞ്ഞു കഴിഞ്ഞാൽ ശത്രു ഓടിപ്പോകുന്നുള്ളത് അന്ന് ഉറച്ചൊരു കാര്യമാണ്. രണ്ടാമതൊരു കാര്യം, വചനം നമ്മൾ ആ സമയത്ത് പല ബുക്കുകൾ അവിടെ നിന്ന് വായിക്കുന്നുണ്ടായിരുന്നു. ആ ബുക്ക് വായിക്കുന്നൊന്നും ഒരിക്കലും പിശാചിനെ പേടിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എപ്പോഴൊക്കെ ഞാൻ വേദപുസ്തകം വായിക്കുന്നുണ്ടോ അത് മാത്രം വായിക്കുമ്പോൾ പിശാച് ഭയപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനത് കേൾക്കാൻ പറ്റാണ്ട് അത് ചെവിയിലെ തുണിയും പേപ്പറും തിരികുന്നതും കൈയെടുത്ത് തിരികെ കയറ്റുന്നതും ഞാൻ കണ്ട. അപ്പൊ അന്ന് എനിക്ക് അത് മനസ്സിലായി. ഞാൻ പറയില്ല, അന്ന് മനസ്സിലായ വിശ്വാസത്തിന് ആദ്യ സമയത്താണ് നമ്മൾ അങ്ങനെയാണ്. അതൊരു ഞങ്ങളെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ അത് എപ്പോഴും ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ്. അപ്പം പിശാച് ഈ വേദപുസ്തകം അല്ലെങ്കിൽ ഈ വചനത്തെ പിശാച് ഭയപ്പെടുന്നത് ഞാൻ കണ്ടതാണ്. അത് പറയുമ്പോഴത്തേക്കിന് പിശാച് പേടിച്ച് പറിക്കുന്നത് ഞാൻ അന്ന് അവിടെ വെച്ച് കണ്ടതാണ്. ഇനി മൂന്നാമതൊരു കാര്യം, നമ്മൾ പല പേരും പറയുമ്പോൾ പിശാച് എനിക്ക് അതിനെ ഒന്നും പേടിയില്ല, എനിക്ക് അതിനെ ഒന്നും പേടിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ യേശുവിന്റെ പേര് പറയുമ്പോൾ മാത്രം പറഞ്ഞു, എനിക്ക് ആ പേര് മാത്രമേ എനിക്ക് പേടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിശാച് യേശുവിന്റെ നാമം പറയുമ്പോൾ പേടിക്കുന്നതും പേടിച്ചോടുന്നതും ഞാൻ കണ്ടതാണ്. അപ്പോഴേ ഇത് കേൾക്കുന്ന കുറച്ച് പേർ ക്വസ്റ്റ്യൻ ഉണ്ടാകും, അതൊക്കെ പിശാച് കാണിക്കുന്നത് കണ്ടിട്ട് വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അതിനൊന്നും ഉത്തരവില്ല. പക്ഷെ ദൈവം ഓരോരുത്തരെയും പഠിപ്പിക്കും. നമ്മുടെ തുടക്കകാലത്തായിരുന്നു കർത്താവ് ഓരോരുത്തരെ ഓരോ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അത് എനിക്ക് എൻ്റെ മനസ്സിൽ ഉറച്ചു പോയൊരു കാര്യമുണ്ട്, ആര് വന്ന് പറഞ്ഞാലും യേശു എന്ന നാമത്തെ പിശാച് ഭയക്കുന്നുണ്ട്, യേശു എന്ന നാമത്തെ മാത്രമേ പിശാച് ഭയക്കുന്നുള്ളൂ. പാസ്റ്റർക്ക് ഒരു കാര്യം അറിയോ, ഇത് പറയുമ്പോൾ മേ ബി പാസ്റ്റർ ഞെട്ടും. അതായത് ആണെങ്കിൽ ഞങ്ങളോട് ആദ്യമായിട്ട് സുവിശേഷം പറഞ്ഞ വ്യക്തി, കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു ആന്റി, ഞാൻ എന്നും അവരോട് നന്ദിയോട് അവരെ പറ്റി ഓർക്കാറുണ്ട്. കാരണം ഞങ്ങളുടെ വീട്ടിലാവുന്ന ഞങ്ങളുടെയൊക്കെ നിന്നെയൊക്കെ സഹിച്ച് നമ്മളോട് സുവിശേഷം പറഞ്ഞ ഒരാള് പറഞ്ഞ അവര് അത്രയും അവർക്ക് അത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നന്ദിയോടാണ് നമ്മൾ എപ്പോഴും അവരെ പറ്റി ഓർക്കാറുള്ളത്. വർഷങ്ങൾക്ക് ശേഷം അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറയാ, മോളെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, ഞാൻ അന്ന് പറഞ്ഞത് ഒന്നും സത്യമല്ല,
യേശുവിൽ കൂടി അല്ല രക്ഷ വരുന്നത്. വേറൊരു സംഭവമുണ്ട്, അതിൽ കൂടെയാണ് രക്ഷ വരുന്നത്. ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇപ്പം, ആ ഗ്രൂപ്പിലാണ് ഞാൻ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മളോട് സുവിശേഷം ഒരിക്കൽ പറഞ്ഞ വ്യക്തി പറയുകയാണ് യേശു അല്ല ദൈവം, യേശുവിൽ കൂടി അല്ല രക്ഷ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ടതാണ് യേശുവിനെ മാത്രമേ പിശാച് ഭയക്കുന്നുള്ളത്. കണ്ടതുകൊണ്ട് അത് മാത്രമാണോ റീസൺ വെച്ചാൽ അത് മാത്രമല്ല, പക്ഷെ അത് ഞാൻ കണ്ടത് എന്റെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് എനിക്കറിയാം, ഈ പറഞ്ഞതുപോലെ ഒരിക്കൽ നമ്മളോട് സുവിശേഷം പറഞ്ഞ ആന്റി കുറച്ചു കാലം കഴിഞ്ഞിട്ട് വന്ന് പറയാ യേശു അല്ല ദൈവം എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ഒരിക്കൽ ഭയങ്കരമായിട്ട് ശുശ്രൂഷ ചെയ്ത് ആരെങ്കിലും ആയിക്കോട്ടെ, അവർ വന്നിട്ട് പറയുവാണ് യേശു അല്ല ദൈവം, യേശുവിൽ കൂടി അല്ല രക്ഷ വരുന്ന വേറൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കത്തില്ല. എനിക്കറിയാം യേശുവിനെ മാത്രമേ പിശാച് ഭയപ്പെടുന്നുള്ളൂ. ഒരു കാര്യം കൂടെ ഞാൻ കണ്ടു. ആ സമയത്ത് 3 കാര്യം ഞാൻ കണ്ടതാണ്. 4-മത്തെ കാര്യം അമ്മ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അതായത് പിശാച് വാദിച്ചു നിൽക്കുകയാണ്, ഞാൻ ഈ വീട്ടിൽ ഓരോരുത്തരെയും ഞാൻ കൊല്ലും, ഞാൻ തകർക്കുമെന്ന് പറയുമ്പോൾ പിശാച് ആ വീട്ടിൽ ഒരു വ്യക്തിയെ പറ്റി മാത്രം പറഞ്ഞു. അതായത് ദൈവത്തിന് അറിയാം ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു സഭയിൽ പ്രാർത്ഥിക്കുന്ന ആരാന്ന് കർത്താവിന് അറിയാവുന്നതുപോലെ എന്തായാലും പിശാചിനും അറിയാമല്ലോ. പിശാച് പറഞ്ഞു, എനിക്ക് അവരുടെ അടുത്ത് മാത്രമേ ഉള്ളൂ ചെല്ലാൻ പറ്റാത്തത്, ഞാൻ അവർക്ക് ചുറ്റും ഞാൻ കാണുന്ന ഒരു തീയാ, ആ തീ കടന്നിട്ട് എനിക്ക് അവരെ തൊടാൻ വേണ്ടി പറ്റുന്നില്ല. പിശാചാണ് പറഞ്ഞത്, വിശ്വസിക്കണം. ഞാൻ പറഞ്ഞില്ല അത് സത്യമല്ലാന്ന് ഇതുവരെയും കർത്താവിനോട് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടും അത് ആരോടും പറയില്ലെന്നും കർത്താവ് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നു. അപ്പൊ എന്റെ മനസ്സിൽ ഈ പറഞ്ഞവർക്ക് ഉറച്ചു പോയൊരു കാര്യമുണ്ട്, അഭിഷേകമുള്ള ഒരു ശക്തിയെ പിശാച് ഭയക്കുന്നുണ്ട്. അന്യഭാഷയിൽ കർത്താവിനോട് സംസാരിക്കുന്ന ഒരാളെ പിശാച് ഭയക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഒരു പ്രാവശ്യം ഹോസ്റ്റലിൽ കിടന്നുറങ്ങുമ്പോൾ നമ്മളൊക്കെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ ഉറക്കത്തിൽ പോലും നമുക്ക് കർത്താവിനോട് നമുക്ക് അന്യഭാഷയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമല്ലോ. ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ എൻ്റെ ഹോസ്റ്റലിലെ ഒരു പെൺകുട്ടി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അവൾ രാത്രി മുഴുവൻ ഇങ്ങനെ അവളുടെ ബോയ് ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് വന്ന് പറഞ്ഞു, ചേച്ചി ഞാൻ ഇന്നലെ രാത്രി ചേച്ചി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സാധാരണ അവർ നേഴ്സാണ് പറഞ്ഞു, സാധാരണ ആൾക്കാർ ഇങ്ങനെ പിന്നെ ഉറക്കത്തിൽ പിച്ചും പേയും പറയുന്നതൊക്കെ ഞാൻ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്, എല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷേ ചേച്ചി പറഞ്ഞത് ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ലാത്തൊരു ഭാഷയാണ്. ആ ഭാഷ ചേച്ചി ഇങ്ങനെ രാത്രി മുഴുവൻ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അപ്പം എൻ്റെ ബോയ് ഫ്രണ്ടിനോട് ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എടി നീയല്ലേ പറഞ്ഞു ആ ചേച്ചി എന്തോ ഒരു പെന്തക്കോസ്റ്റോ അങ്ങനെ എന്തോ ആണെന്ന് നീയല്ലേ പറഞ്ഞ, അവർക്ക് എന്തോ ഭാഷാപരോ അന്യഭാഷ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുന്നു. അപ്പം ആ സംഭവം എനിക്ക് എൻ്റെ ഉള്ളിൽ ഉറച്ചു പോയൊരു കാര്യമുണ്ട്, അഭിഷേകം ഉണ്ടെങ്കിൽ ശത്രു ഓടിപ്പോകും. അത് ഏത് രീതി വന്നു കഴിഞ്ഞാലും അഭിഷേകമുള്ള ഒരു വ്യക്തിയെ ശത്രു ഭയക്കുന്നു. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞങ്ങളാണെങ്കിൽ എല്ലാ ഞായറാഴ്ചയും എല്ലാ ശനിയാഴ്ചയും പള്ളിയിൽ പോകും. സൺഡേ നമ്മൾ സാധാരണ മീറ്റിംഗ് പോലെ പാസ്റ്റർ സ്റ്റേജിൽ കയറി അങ്ങനത്തെ ഒരു പ്രാർത്ഥന, ഇവിടത്തേക്ക് അങ്ങനത്തെ ഒരു പ്രാർത്ഥനയാണ്. പക്ഷേ ശനിയാഴ്ചത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലെ പോലൊക്കെ ആണെങ്കിൽ, നമ്മുടെ കേരളത്തിലൊക്കെ പണ്ട് കാലത്തുള്ള പോലൊക്കെ ആണെങ്കിൽ പായൊക്കെ വീശ് നിലത്തിരുന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഒത്തിരി ഇഷ്ടമായിട്ട് ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പോയി മുട്ടുമടക്കി ഇരുന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും. കാരണം അത് കൂടുതൽ കാരണം ഞായറാഴ്ച നന്നായിട്ട് വചന ശുശ്രൂഷയുണ്ട്. അപ്പോൾ ആ ദിവസം കൂടുതൽ നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാനും അങ്ങനത്തെ ഒരു ഇതിലായതുകൊണ്ട് നമ്മളാണെങ്കിൽ പായൊക്കെ നിലത്തിരുന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന ഞാൻ ഒരിക്കലും മുടക്കാറില്ല. കാരണം അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ എനിക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അപ്പൊ എനിക്ക് ഇപ്പോൾ ഉള്ള എൻ്റെ അഭിഷേകം അതെനിക്ക് പോരാ. ഇപ്പോൾ എൻ്റെ കർത്താവ് എന്നെ നിറച്ചിരിക്കുന്ന ഈ അഭിഷേകം എനിക്ക് പോരാ. അങ്ങയുടെ വരവ് വരെയോളം വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നിൽക്കണമെങ്കിൽ എനിക്ക് ഇപ്പം ഉള്ളത് പോരാ, ഇതിനേക്കാൾ അധികമായിട്ടുള്ളത് ഒന്ന് എന്നിലേക്ക് പകരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. എന്നെ കർത്താവെ, അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കണമെങ്കിൽ എനിക്ക് ഇപ്പോൾ ഉള്ള ഈ അഭിഷേകം പോരാ, ഇതിനേക്കാൾ അധികമായിട്ടുള്ളതൊന്ന് എന്നിലേക്ക് പകരണമേ എന്ന് ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. ഒരു കാര്യം കൂടെ ഞാൻ പ്രാർത്ഥിക്കും, പണ്ടൊരിക്കൽ ശത്രു എൻ്റെ ചുറ്റും കണ്ടത് ഒരു തീവളയമാണെങ്കിൽ എനിക്കറിയാം ഇന്ന് ശത്രു അതിനേക്കാൾ 100 മടങ്ങ് ശക്തിയോടുകൂടി എൻ്റെ അടുക്കൽ വരാൻ ശ്രമിക്കുമ്പോൾ 10,000 മടങ്ങ് ശക്തിയുള്ളൊരു തീ എനിക്ക് ചുറ്റും കാണണമെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു തീ എനിക്ക് ചുറ്റും കാണണമെങ്കിൽ, എനിക്കിപ്പോൾ ഉള്ളത് പോരാ, അതിലധികമായിട്ടുള്ളതൊന്ന് എന്നിലേക്ക് പകരണമേ എന്ന് പറഞ്ഞിട്ട്, അതില്ലാണ്ട് ഞാൻ ഇന്ന് ഇവിടുന്ന് വിട്ട് പോകത്തില്ല, എന്നിലേക്ക് പകരണമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങ് ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. വിശ്വസ്തനായ കർത്താവ്, പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എന്നെ നിറയ്ക്കാറുണ്ട്. ഏറ്റവും അവസാനമായിട്ട് പാസ്റ്റർ, ഞാൻ ഒരേ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു, കർത്താവ് ജീവിതത്തിൽ തന്നെ ഒരുപാട് നന്മകളെ പറ്റി ഒക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ എന്നോട് ആരെങ്കിലും ചോദിക്കുവാണ്, നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ടെസ്റ്റിമണി എന്താണെന്ന് എന്നോട് ഇത്രയും കാര്യങ്ങൾ, ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ സ്റ്റിൽ. കാരണം ഞാൻ എനിക്കറിയാം സമയപരിമിതി ഉണ്ട് എന്നുള്ള അറിയാവുന്നതുകൊണ്ട് 1-2 എക്സ്പീരിയൻസ്, ഓരോ അനുഭവങ്ങൾ ഓരോ കാലഘട്ടത്തിലും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇത്രയും അനുഭവങ്ങളിൽ വെച്ചിട്ടാണെങ്കിൽ ഏറ്റവും വലിയ ടെസ്റ്റിമണി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, 18 വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് അറിയത്തില്ലായിരുന്നു ഈ കർത്താവിനെ.
ദൈവമാണെന്നും കരുതി പിശാചിനെ സേവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അവിടെ നിന്ന് എൻ്റെ കർത്താവ് എന്നെ തേടി വന്ന് എന്നെ ആ ഇരുട്ടിൽ നിന്ന് വിളിച്ച് എന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് എന്നെ സ്നേഹിച്ചു. ഇത്രത്തോളം എന്നെ ഒരാളും സ്നേഹിച്ചിട്ടില്ല. ചിലപ്പോൾ ഒക്കെ എന്നോട് ആൾക്കാർ പറയാറുണ്ട്, ഒരു കർത്താവിന് നിന്നോട് ഭയങ്കര സ്നേഹമുണ്ടല്ലോ. വിശ്വസികളും വിശ്വാസം അല്ലാത്ത ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അതെനിക്കറിയാം, എന്നോട് ഭയങ്കരമായ സ്നേഹമുണ്ട്. പക്ഷെ ആ സ്നേഹം എന്നോട് മാത്രമല്ല, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന എല്ലാവരോടും ഉള്ള കാര്യമാണെന്ന് എനിക്കറിയാം. എൻ്റെ കർത്താവ് തന്നേക്കുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്താണെന്ന് ഇന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് പറയും, ഞാൻ കിടന്നുറങ്ങുന്നത് സമാധാനത്തോടെയാണ്. ആ സമാധാനം എനിക്ക് യേശു തന്നതാ. കാരണം കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്ന്. എനിക്ക് ആ സമാധാനം എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ഞാൻ കിടന്നുറങ്ങുന്നത് സമാധാനത്തോടെയാണ്. ഞാൻ രാവിലെ എണീക്കുന്നത് എനിക്ക് മുന്നോട്ടൊരു ഹോപ്പുണ്ട്. എൻ്റെ ഹോപ്പ് വേറൊന്നുമല്ല, ഞാൻ കാത്തിരിക്കുന്ന ഒരു ദിവസമുണ്ട്, എൻ്റെ കർത്താവിനെ മുഖാമുഖം കാണുന്ന ആ ദിവസം. അതൊരു ഈ ഒരു ടെസ്റ്റ് മണിക്ക് വേണ്ടിയിട്ട് ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതല്ല, എൻ്റെ ഹൃദയത്തിന് ഏറ്റവും അടുത്തിട്ട് ഞാൻ പറയുന്നതാണ്. ഞാൻ കാത്തിരിക്കുന്ന ഒരു ദിവസം, പാട്ടിൽ പറയുന്നത് പോലെ, ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്ന് നാഥൻ മുഖം കണ്ട് ആരാധിക്കുന്നവൾ. അതിന്റെ കർത്താവിനെ മുഖാമുഖം കാണുന്ന ആ ദിവസത്തിന് വേണ്ടി മാത്രം. കഴിഞ്ഞ ഒരു ദിവസം എന്നോടൊരു വിശ്വാസിയായിട്ടുള്ള ഒരാൾ എന്നോട് ചോദിച്ചു, ഈ ഭൂമിയിൽ നിറച്ചും പ്രശ്നം കൊണ്ട് എനിക്ക് മടുത്തു, എങ്ങനെയെങ്കിലും ഒന്ന് കർത്താവ് വന്നാൽ മതിയായിരുന്നു, അങ്ങനെയാണെങ്കിൽ പിന്നെ പോകാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്, കർത്താവിൻ്റെ അടുത്ത് എത്രയും വേഗം പോകണമെന്ന് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഉടനെ അവരെന്നോട് ചോദിച്ചു, നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം, നിങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ല, നല്ല സുഖമായിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ കുറച്ചു കാലം കൂടെ നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിച്ചൂടെ എന്ന് ചോദിച്ചു. എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, എനിക്ക് സന്തോഷം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ കർത്താവിനോട് കൂടിയുള്ള നിത്യതയിലുള്ള ആ വാസത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. അനീഷേട്ടൻ്റെ ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ടെസ്റ്റിമണി അവസാനിപ്പിക്കുന്നതാണ്. ഒരു ദിവസം എൻ്റെ ലൈഫിൽ ഒരുപാട് ദൈവത്തിൻ്റെ കൃപയാൽ ഒരു നല്ല ഹസ്ബൻഡിനെയാണ്, ഒരു നല്ല പിതാവും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനൊപ്പമുള്ള മൊമെന്റിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു നിമിഷം കൂടെ ഞാൻ പറയാം. കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു ഞായറാഴ്ച ആരാധന കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പം ആൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഇന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയായിരുന്നു അന്ന്. ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ദർശനം കണ്ടു, ഞാൻ സ്ക്രീനിൽ കാണുന്നത് പോലെ. ഞാൻ ഭയങ്കര മനോഹരമായ ഒരു പൂന്തോട്ടത്തിൽ കൂടെ ഞാനിങ്ങനെ നടക്കുകയാണ്. നടക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒരാൾ പിടിച്ചിട്ടുണ്ട്. നിനക്കറിയാമോ ഇത് ആരാണെന്ന്? യേശു എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ നടന്നിട്ടാണെങ്കിൽ വലിയൊരു ഹോളിലോട്ട് ഞാനിങ്ങനെ കയറി. ആ ഹോളിലോട്ട് കയറിയപ്പോൾ അവിടെ നിറച്ചെല്ലാവരും കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. അവിടെ ആർക്കും ഒരു വിഷമവും ഇല്ല, എല്ലാവർക്കും സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഭയങ്കര അഭിമാനത്തോടെ ഞാൻ എല്ലാവരെയും നോക്കി. കാരണം എൻ്റെ കയ്യിൽ പിടിച്ചേക്കുന്ന ആരാ? യേശുവാണ് എൻ്റെ കരത്തിൽ പിടിച്ചേക്കുന്നത്. അത് അദ്ദേഹത്തിനോട്, അനീഷേട്ടൻ അതെന്നോട് ഷെയർ ചെയ്യുന്ന നിമിഷത്തിൽ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. അതിപ്പോൾ പറയുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എനിക്കറിയാം, അത് അദ്ദേഹം കണ്ട ദർശനത്തിൽ ആളെ പറ്റിയിട്ടാണെങ്കിലും നമുക്കും ഓരോരുത്തർക്കും വെച്ചേക്കുന്ന അതാണ്, നമ്മുടെ കർത്താവിനോട് കൂടിയുള്ള, കർത്താവിനെ കരം പിടിച്ച് കർത്താവിൻ്റെ മുഖത്ത് നോക്കി ആരാധിക്കുന്ന ആ ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പം എനിക്ക് ഒരു ഭയങ്കര ആണെങ്കിൽ ഇപ്പം ഈ ടെസ്റ്റിമണി ആണെങ്കിലും ഞാൻ വിചാരിക്കുന്നു, എനിക്ക് ഇത്ര അവസരം തന്നേക്കുന്നതിന് ഞാൻ പാസ്റ്ററോടും വൈഫിനോടും ഒക്കെ നന്ദി പറയുന്നു. പക്ഷേ ഒരു ജസ്റ്റ് ഹാപ്പൻ ആയ കാര്യമല്ല, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ സാക്ഷ്യമാണെങ്കിൽ ഒരുപാട് പേരോട് പറയണമെന്ന് കരുതി ഞാൻ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രാർത്ഥനയ്ക്കുള്ളൊരു മറുപടിയാണ് എനിക്ക് ഇന്നിപ്പോൾ ഇവിടെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഒരു അവസരം എനിക്ക് കിട്ടിയതും അത് ഒരുപാട് പേർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എനിക്കൊരു അവസരം തന്നതിന് പാസ്റ്ററോടും ചേച്ചിയോടും ഒക്കെ ഉള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. സ്തോത്രം. പറയാൻ വാക്കുകളില്ല. പ്രിയ സൂര്യ, ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ രാത്രി കിടക്കുമ്പോൾ ഉറക്കം വരുന്നതാണല്ലേ? സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്നതാണ്. അതെ, അത് മാത്രമേ ഉള്ളൂ. അതെ, സത്യത്തിൽ സൂര്യ നമ്മൾ ടെസ്റ്റിമണി സെഷന് വിളിക്കുന്നത്, നമ്മുടെ ഏതോ ഒരു വീഡിയോയുടെ താഴെ സൂര്യ ഒരു കമൻ്റ് ഇടുന്നു, ഞാനതിന് മറുപടി കൊടുക്കുന്നു. മറുപടിക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈനിൽ കോണ്ടാക്ട് ചെയ്തു ആ മറുപടിയുമായിട്ടുള്ള ബന്ധത്തിൽ. അപ്പം ഞാൻ പറഞ്ഞു, സാക്ഷ്യം പറയാൻ വരുന്നു എന്ന് ചോദിച്ചു. സത്യത്തിൽ ദൈവം ഒരുക്കി കൊണ്ടുവന്നൊരു സാക്ഷ്യം, അല്ലാതെ വേറെ റെഫറൻസ് ത്രൂ വരികയോ ആരെങ്കിലും വിളിച്ചു പറഞ്ഞോ സൂര്യ എന്നെ വിളിക്കുകയോ ഒന്നും ചെയ്തു വന്നതല്ല. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗൈഡൻസ് എനിക്ക് മനസ്സിലായി. ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിൻ്റെ ഉടമയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള നിയോഗങ്ങൾ എപ്പോഴും എനിക്ക് നൽകാറുണ്ട്. എന്നെ തന്നെ അത് അത്ഭുതപ്പെടുത്താറുണ്ട്. ചില വ്യക്തികളെ ദൈവം കൈ കൊണ്ട് തന്ന് ഇവരെ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്ന അനുഭവങ്ങൾ നമുക്ക് സാക്ഷ്യത്തിന് ആളുകൾ ഒത്തിരിയുണ്ട്. പക്ഷേ ചിലരെ പെട്ടെന്ന് കൊണ്ടുവരണം, പെട്ടെന്ന് വിളിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നൽകുന്ന നിയോഗങ്ങൾ. അപ്പോൾ അന്ന് ഞാനും സാൻഡിയും കുറേ സംസാരിച്ചു. അന്ന് സംസാരിച്ച സമയത്ത് ഈ കാര്യം പറഞ്ഞു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ കഴിഞ്ഞ ഒരു 1.5 മാസം നമ്മൾ സംസാരിച്ചതിന് ശേഷം എവിടെയൊക്കെ ഞാൻ പോയോ പല ചർച്ചകളിൽ ആ സെൻറ്റൻസ് ഞാൻ പറഞ്ഞു.
ഞാൻ പറഞ്ഞ ഒരു സഹോദരി എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ അനുഭവമാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കിയതോ, കാനഡയിൽ പോയതോ, ബിസിനസ് തുടങ്ങിയതോ, കുടുംബം കിട്ടിയതോ ഇതൊന്നുമല്ല. യേശു കർത്താവ് തരുന്ന ഏറ്റവും വലിയ സന്തോഷം, സമാധാനം എന്ന് പറയുന്നത് അതിനെ പോലൊന്നും. പാസ്റ്റർ, ഞാനാണെങ്കിൽ ടെസ്റ്റിമണി പറയുന്ന സമയത്താണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ ആൾക്കാരുടെ അടുത്ത് പറയുമ്പം എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സാക്ഷ്യം പറയാൻ വേണ്ടി നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്തേക്കുന്നത്, നമുക്ക് അതിന് പ്രതിഫലം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ അറിയാം. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് പറയാം, എനിക്ക് ടെസ്റ്റിമണി പറയുമ്പോൾ എൻ്റെ മനസ്സിൽ അത്ര ഡീപ്പായിട്ടുള്ള ചിന്തയൊന്നും എൻ്റെ മനസ്സിൽ പോകത്തില്ല. എൻ്റെ മനസ്സിൽ ഇത്രയേ ഉള്ളൂ, ഞാൻ അനുഭവിക്കുന്ന ഒരു ഭയങ്കര സമാധാനമുണ്ട്, ഒരു ഭയങ്കര സന്തോഷമുണ്ട്. എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു സമാധാനം, അതെങ്ങനെയെങ്കിലും എൻ്റെ ചുറ്റിനുള്ളവർക്ക് ഉണ്ടാവണം. എനിക്ക് അത്ര മാത്രം. ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ഓഫീസിൽ ഒരു കൊളീഗ്, അവിടുത്തെ ഞങ്ങളുടെ ഒരു മാനേജറാണ്, ഒരു മാർക്കറ്റിങ്ങിന്റെ മാനേജറാണ്. അപ്പോൾ പുള്ളിക്കാരനോട് ഞാൻ സാക്ഷിയൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാത്രം ഞാനിത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് ബാക്കി ഗിഫ്റ്റ് ഒക്കെ തരുന്നവരൊക്കെ ഉണ്ട്, ബാക്കി പല കാര്യങ്ങളിലും എനിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷെ എനിക്ക് സമാധാനം ഉണ്ടാകണമെന്നും പറഞ്ഞിട്ട് എന്നോട് ഒരു കാര്യം ഒരാൾ ആദ്യമായിട്ടാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ആ സമാധാനം തരാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ, യേശു. ആ യേശുവിനെ പറ്റിയാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു. എനിക്ക് പറയുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് പ്രതിഫലം എനിക്കറിയാം, പ്രതിഫലം കിട്ടും, അത് എനിക്കറിയാം, ഉറപ്പായിട്ട് എനിക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്, അതിലധികമായിട്ട് നിത്യത കിട്ടുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പറയുമ്പോൾ എനിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ, ഈ ഒരു സമാധാനം ഞാൻ ഈ കേൾക്കുന്നവർക്കായാലും ഞാൻ ഈ പറയുന്നവർക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അത് മാത്രമേ സത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് എൻ്റെ ഹൃദയത്തിൽ പറയുന്ന നിമിഷത്തിൽ അത് മാത്രമേ വരാറുള്ളൂ. അതെ, ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നമ്മളെ നടത്തിയവർ നമ്മളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നവർ പിന്മാറിപ്പോയി അല്ലേ? പക്ഷേ നമ്മൾ അങ്ങനെ ആരെങ്കിലും കണ്ടിറങ്ങിയതല്ലല്ലോ, യേശുവിനെ കണ്ട് അനുഭവിച്ചിറങ്ങിയതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ചാനലിൽ ഞങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് പെന്തക്കോസ്തിൻ്റെ ഇടയിലെ മൂല്യച്യുതികളെക്കുറിച്ച് നാം മടങ്ങി വരണമെന്നുള്ള വിഷയമൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. സത്യത്തിലെ പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഉപദേശം കറതീർന്ന ഡോക്ട്രിനാണ്. പെന്റിക്കോസ്റ്റൽ ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ദൈവം ഡിമാൻഡ് ചെയ്യുന്നൊരു സ്റ്റാൻഡേർഡുണ്ട് വേദപുസ്തകത്തിൽ, അതനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉപദേശത്തിനൊരു അപച്യുതിയും സംഭവിച്ചിട്ടില്ല. അനുസരിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ കഴിവില്ലായ്മ, നമ്മുടെ ബലഹീനതകൾ, അതാണ് നമ്മുടെ മൂല്യച്യുതി. അല്ല, അന്ന് ഞാൻ പറഞ്ഞ ഒരു പാസ്റ്റർ പറഞ്ഞത്, ഓഫീസിലുള്ള ഒരു പാസ്റ്ററാണ്, വേറൊരു ഡിപ്പാർട്ട്മെന്റ് മാനേജറാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞ ഇതാണ്, ഒരുപാട് പേരുണ്ട് പള്ളിയിൽ വരുന്നുണ്ട്, അവരൊരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ അവർക്കാണെങ്കിൽ അവർ ശരിക്കും കർത്താവിനെ ഒരിക്കലും അറിഞ്ഞതാ, കർത്താവിന് നന്മകൾ പ്രാപിക്കുകയും ചെയ്ത, പക്ഷെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്കിന് അവർക്ക് ആണെങ്കിൽ കർത്താവും ഇല്ല, പിശാചും ഇല്ല, ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ഓഫീസിൽ ഒരു പെൺകുട്ടിയുണ്ട്, ഒരു സൗത്ത് ആഫ്രിക്കൻ മിഷണറിയുടെ മകളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അവളൊരു വിശ്വാസിയാണ്, ഒരു മിഷണറിയുടെ മകളാന്ന് പറയാൻ അവൾക്ക് ലജ്ജയാ. അങ്ങനെ ഒരു ആൾക്കാരുണ്ട്, ഞാനൊരു പാസ്റ്ററുടെ മകളാണ്, ഞാനൊരു പാസ്റ്ററുടെ ഭാര്യയാണ്, അല്ലെങ്കിൽ ഞാനൊരു വിശ്വാസിയാന്ന് പറയാൻ ലജ്ജിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുകൂടെ ആണെങ്കിൽ ഇങ്ങനെ പറയണോ എന്ന് പറഞ്ഞു. ഒരുപാട് കണ്ടു, പിന്മാറ്റത്തിൽ വരുന്ന, ഒരു കാലത്ത് ഉറച്ചു നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ പിന്നീട് കർത്താവിനെ തള്ളി പറഞ്ഞു പോയവരും, ഈ വെറുതെ പള്ളിയിൽ വന്നിട്ടാണെങ്കിൽ പാസ്റ്ററെ ബോധിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ ആണെങ്കിൽ നിൽക്കുന്നത് കർത്താവിന്റെ കൃപ, നിൽക്കുന്നു എന്ന് തോന്നുന്നവർ വീഴാതിരിപ്പാൻ നോക്കട്ടെ എന്നല്ലേ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഇതേ ഉള്ളൂ. കർത്താവിന്റെ വരവ് വരെയും വിശ്വസ്തയോടെയും വിശുദ്ധിയോടെ നിൽക്കാൻ പറ്റണമെന്ന് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളെപ്പോലുള്ളവർ ശക്തമായിട്ടൊരു പുതിയ തലമുറ എഴുന്നേറ്റ് വരുന്നു. നിങ്ങളിലാണ് പെന്തക്കോസ്തിൻ്റെ ഭാവിയും പ്രതീക്ഷയും എന്നൊക്കെ പറയുന്ന അനേക കുടുംബങ്ങളെ കർത്താവ് ഇന്നും വിശ്വാസത്തിൽ ധീരരാക്കി നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ തലമുറ എഴുന്നേറ്റ് വരികയാണ്. നിങ്ങൾ ആരാധിക്കാൻ പോകുന്ന ഒരു ഇംഗ്ലീഷ് ചർച്ചാണെന്ന് എൻ്റെ അറിവല്ലേ? അതെ. പക്ഷെ അവിടെയും ഈ പായൊക്കെ വിരിച്ച് മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ട്, പല രാജ്യക്കാര്, ചൈനക്കാര്. അല്ല, ഈ പാ വിരിച്ച് ആരാധിക്കുന്ന സിസ്റ്റം ഒക്കെ അവിടെ ഉണ്ടോ എന്ന് എനിക്ക് അത്ഭുതം തോന്നി. അതായത് ഞായറാഴ്ചത്തെ പ്രാർത്ഥന ഈ പറഞ്ഞവർക്ക് ഭയങ്കര ഇതായിട്ട് പാസ്റ്റർ ഈ ഫുൾ ഫോർമൽസ് ഇട്ടിട്ട് അങ്ങനത്തെ ഉള്ള ആരാധന തന്നെയാണ്, എല്ലാ മ്യൂസിക് സിസ്റ്റം ഒക്കെ അങ്ങനെ ആയിട്ടുള്ളത്. പക്ഷേ ശനിയാഴ്ച രാത്രിയിലത്തെ ഇതുപോലെയാണെങ്കിൽ നിലത്തിരുന്നിട്ടാണെങ്കിൽ അത് എല്ലാവരും അന്യഭാഷയിൽ, അല്ലെങ്കിൽ അന്ന് വിസിറ്റേഴ്സ് ഉണ്ടാവില്ല, വിസിറ്റേഴ്സിന് എല്ലാവർക്കും ഒന്നും അന്യഭാഷയിൽ പറയുന്നൊന്നും മനസ്സിലാവില്ല, അങ്ങനത്തെ ഇതുണ്ടല്ലോ. അപ്പൊ ആ ശനിയാഴ്ചത്തെ മീറ്റിംഗ് അവിടെ ഉള്ള വിശ്വാസികൾ അതെല്ലാവരും വരത്തില്ല, അപ്പൊ കുറച്ച് പേര് മാത്രമേ അതിന് വരാറുള്ളൂ. പക്ഷെ ആ മീറ്റിങ്ങിനാണ് പാ വിരിച്ചിട്ട് നമ്മൾ ഇരുന്നിട്ട് മുട്ടുമേ നിൽക്കുന്നവർക്ക്
നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാം, അങ്ങനെ ഇരിക്കാം, അല്ലെങ്കിൽ അല്ല. അപ്പൊ അങ്ങനെ എന്തായാലും അത് പ്രായ വിരിച്ചിട്ട് പാസ്റ്ററും നിലത്തിരുത്. പാസ്റ്റർ ഞാൻ ഒത്തിരി വയസ്സായ മനുഷ്യനാ, ഒത്തിരി അത്ഭുതം തോന്നാറുണ്ട്. 2 മണിക്കൂറോളം പുള്ളിക്കാരൻ മുട്ടുമേ നിന്ന് തന്നെ പുള്ളിക്കാരൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നമുക്ക് കുറെ നേരം ഇരുന്ന് കഴിയുമ്പോൾ നമുക്കൊരു ഇതുണ്ട്. പക്ഷെ അപ്പൊ ഇത്ര 70-75 വയസ്സുള്ള മനുഷ്യര് അത്രയും സമയം മുട്ടുമേ നിന്നിട്ടാണല്ലോ പ്രാർത്ഥിക്കുന്നത്. ഒരു ഭയങ്കര എൻകറേജിങ് ആണ് അങ്ങനത്തെ ഒരു മീറ്റിംഗ്. പാസ്റ്റർ എവിടെയുള്ള ആളെ, അവിടുത്തുകാരൻ തന്നെയാണോ അതോ? പാസ്റ്റർ ശ്രീലങ്ക എന്നുള്ള പാസ്റ്റർ ജെയിംസ് എന്നാ പേര്. വൈഫും ശ്രീലങ്ക എന്നുള്ള, രണ്ടുപേരും കുറച്ച് പ്രായമുള്ള ആൾക്കാരാ. മക്കളൊക്കെ വേറെ ഈ രാജ്യത്തൊന്നും അല്ല, അവര് വേറെ ഓസ്ട്രേലിയയിലും വേറെ എവിടെയൊക്കെയാണ് അവരുള്ളത്. ശരി ശരി ശരി. ഒരുപാട് മലയാളികളുണ്ട് ഒരുപാട്. ഓക്കെ, എന്തോ ഒരു ആക്സിഡന്റിന്റെ കാര്യം നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പിന്നെ നമുക്ക് സാക്ഷ്യത്തിൽ ഞാൻ ഒരുപാട് കാര്യം പറഞ്ഞിട്ടില്ല, കാരണം ഇപ്പൊ തന്നെ അത്യാവശ്യ കാര്യങ്ങൾ പറയാം കേട്ടോ, സമയം പോയെന്ന് ചിന്തിക്കണ്ട. അതല്ല, എനിക്കാണെങ്കിൽ പാസ്റ്റർ ചിലപ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടാവില്ല, കാരണം ഒത്തിരി സമയം. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ കേൾക്കാനുള്ള ആകാംക്ഷ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ. ധൈര്യമായിട്ട് പറഞ്ഞു. പറയാനുള്ള അനുഭവങ്ങള് വിട്ടുപോകാൻ പാടില്ലാത്തത് നമ്മുടെ അസാധ്യതയുടെ പ്രേക്ഷകര് കേൾക്കണം എന്നുള്ള മറക്കാനാവാത്ത അനുഭവങ്ങൾ 2-3 പറഞ്ഞോ, കുഴപ്പമില്ല. വേഗത്തിൽ ചുരുക്കത്തിൽ പറഞ്ഞു. ചുരുക്കത്തിൽ പറയാം. അതായത് എന്റെ വിവാഹം തീരുമാനിച്ച സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് ദൈവം ചെയ്തായോണ്ട് അതിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു ആ വിവാഹം നടക്കുന്നതിന് തൊട്ട് മുന്നായിട്ട്. അതിലൊന്നുള്ളതാണ് ഞാനാണെങ്കിൽ സത്യം ഇപ്പോഴും എനിക്ക് അറിയത്തില്ല അത് എന്താ സംഭവിച്ചതെന്ന്. ഞാൻ തലയിടിച്ച് വീണെന്ന് എനിക്കറിയാം, പക്ഷേ എന്റെ ബോധം പോയി, ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടായി. ഹോസ്പിറ്റൽ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട്, ഞാൻ ജോലിക്ക് പോകുന്ന സമയത്താണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വൊമിറ്റ് ചെയ്തു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചേച്ചി നാട്ടിൽ നിന്ന് വന്നിട്ടാണെങ്കിൽ എന്നെ നാട്ടിൽ തിരിച്ചു കൊണ്ടുപോയി. അങ്ങനെ ഒരു മാസത്തോളം ഞാൻ റെസ്റ്റ് ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ആയി. അവർ കുറെ സ്കാനൊക്കെ ചെയ്ത് നോക്കിയിട്ട് അവർ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും വന്ന് ജോലിക്ക് കയറി കഴിഞ്ഞപ്പോൾ അടുത്ത പ്രശ്നം. ആ സമയത്തൊന്നും എനിക്ക് തോന്നുന്നു ഒരു തണുപ്പ് കാലത്താ, ആ സമയത്തൊന്നും നമുക്ക് ഈ ചിക്കൻ ബോക്സ് ഒന്നും വരുന്ന സമയമില്ല, അത് ചൂടുകാലത്തല്ലേ വരുന്നത്. അടുത്ത രണ്ടാമത്തെ പ്രശ്നം, ഞാൻ ജോലിക്ക് കയറിയ 2-ാമത്തെ ദിവസം വീണ്ടും 1 മാസം ലീവ് എടുത്ത് പോകേണ്ടത്. ചിക്കൻ ബോക്സ്, ശരീരം മുഴുവൻ. ഒന്ന് മാത്രം പ്രാർത്ഥിച്ചു, കർത്താവ് എന്റെ കല്യാണം കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ, എന്റെ മുഖത്ത് കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിച്ചു. മുഖത്ത് ഒരു പാടും വന്നില്ല, ദേഹത്തുള്ളത് മാറി. അങ്ങനെ കുറെ തടസ്സങ്ങൾ ആ സമയത്ത് വിവാഹത്തിന് മുന്നേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പ്രസവം കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ വേദന വന്നു. ഈ തലയുടെ ആ വീണ ഒരു സ്ഥലം എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയാം. ആ സ്ഥലത്ത് എനിക്ക് വേദന വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. വന്നു. ഒരു ദിവസം ആയപ്പോഴത്തേക്കിന് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മൂക്കീന്നും ചെവിന്നും ഒക്കെ എനിക്ക് ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ വരുന്നുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, കാരണം അതിന്റെ കാരണം നമ്മൾ ആശുപത്രി കൊണ്ടുപോയി കാണിച്ചില്ല. അപ്പൊ അവന്റെ സിസ്റ്ററും ഒക്കെ പറഞ്ഞു, അവൾ നേഴ്സാണല്ലോ, മേ ബി ഇത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ലീക്കേജ് ഒക്കെ ആണോ, കാരണം എന്റെ വേറൊരു ഫ്രണ്ടിന് ഇങ്ങനെ പറഞ്ഞു പണ്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, എന്നിട്ട് അവർ അൺകോൺഷ്യസ് ആയിട്ട് കുറെ കാലം കിടപ്പായി പോയതൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിന് ഇനി അങ്ങനെ എന്തെങ്കിലും ആണോ എന്നൊക്കെ വിചാരിച്ചു. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുത്തെ എമർജൻസി പോയിട്ട് നമുക്ക് എമർജൻസി പോയിട്ട് നമുക്ക് ഡോക്ടറെ കാണാന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നി, ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുന്നില്ല, ഞാൻ ഇരുന്നിട്ട് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചോളാം ഞാൻ മുട്ടുമടക്കി ഇന്ന് പ്രാർത്ഥിച്ചപ്പം അത് ഞാൻ ചേച്ചിയോട് പറഞ്ഞു, അങ്ങനെ പ്രാർത്ഥന കറക്റ്റ് ആണോ ഒന്നും എനിക്കറിയത്തില്ല, എൻ്റെ ഇതിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ശരിയാണ്, ഏത് നിമിഷവും കർത്താവിനെ കാണാൻ വേണ്ടി നോക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവിനെ വിളിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ എനിക്ക് ആയുസ് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കറക്റ്റ് ആണോ എനിക്കറിയത്തില്ല, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത് എൻ്റെ കർത്താവെ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് ഫ്യൂ മോർ ഇയേഴ്സ് എനിക്ക് ലൈഫിൽ തരണേന്ന് പറഞ്ഞിട്ട് ഞാൻ മുട്ടുമടക്കി ഇന്ന് പ്രാർത്ഥിച്ചു. അതെനിക്ക് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഹീലായി. അതാണ് ഒരു സംഭവം ഉണ്ടായത്. പിന്നെ അതുപോലെ ഞാനാണെങ്കിൽ 2 വർഷം മുന്നേ ഇതുപോലെ ഞാൻ നാട്ടിൽ പോകാൻ വേണ്ടി നിന്ന ഒരുപാടുണ്ട് കേട്ടോ. എനിക്ക് പ്രാർത്ഥിച്ച് മാത്രം കർത്താവ് എനിക്ക് അസുഖം മാറ്റി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാട്ടിൽ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നിന്ന സമയത്ത് അത് ഇതുപോലെ ഞാൻ ടെസ്റ്റിമണി ഇങ്ങനെ വിചാരിച്ച് എല്ലായിടത്തും ചെന്ന് പറയും, കാരണം ഞാൻ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് പോവുക. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കല്യാണം കൂടാനല്ല പോകുന്നത്, കാരണം ബന്ധുക്കാരൊക്കെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു സഹകരണം ഇല്ലാണ്ടിരിക്കുക. ഒരു കല്യാണം ആയപ്പോഴത്തേക്കും എൻ്റെ കല്യാണത്തിന് ആരും ഉണ്ടായിരുന്നില്ല, അപ്പൊ ഈ കല്യാണത്തിന് എല്ലാവരും വന്നു. അപ്പൊ ഇവരെല്ലാവരും കാണുമ്പോൾ ഞാൻ ചെന്നിട്ട് ഞങ്ങൾ ഈ സാക്ഷ്യമൊക്കെ ഞാൻ ഇന്ന് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ഫ്ലൈറ്റിലൊക്കെ ഇത് പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷെ പോകുന്നതിന് മുന്നേ എനിക്ക് വലിയൊരു തടസ്സം ഉണ്ടായി. ആ രാത്രി ആയപ്പോഴത്തേക്കും മോക്ക് ഭയങ്കര ചൂട്, അതിഭയങ്കര ചൂടെന്ന് വെച്ചാൽ ചുട്ടുപൊള്ളുന്ന പനി എന്ന് പറഞ്ഞവർക്ക്. പിറ്റേ ദിവസം വെളുപ്പിനെയാണ് ഫ്ലൈറ്റ്. അപ്പോഴും പക്ഷേ മോള് മരുന്ന് കഴിക്കാറില്ല. അപ്പൊ ഞാൻ എപ്പോഴും ആൾക്ക് എന്താ ചെറിയ അസുഖം വന്നു കഴിഞ്ഞാലും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച്, കർത്താവ് എനിക്ക് നാളെ പോയേ പറ്റത്തുള്ളൂ, ഫ്ലൈറ്റ് ക്യാൻസൽ ആയിപ്പോയി, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവിടെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് മരുന്നൊന്നും കൊടുത്തില്ല, പ്രാർത്ഥിച്ചു. പക്ഷെ രാവിലെ ആയപ്പോഴത്തേക്കും അവള് കംപ്ലീറ്റ് ആയിട്ട് ഹീലായി. അങ്ങനെ ഒരുപാട് തവണ ഹീലിംഗിന്റെ കാര്യം ഒരുപാട് ഇൻസിഡന്റ് പറയാൻ വേണ്ടിയിട്ടുണ്ട്, ഒത്തിരി കാര്യം നടന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ കുടുംബമായിട്ട് ഇനി കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കഷ്ടതയെക്കുറിച്ച് കേട്ടൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങളാണ് വായിച്ചത്. കർത്താവിന് വേണ്ടി കഷ്ടപ്പെടണം, അല്ലാതെ നമ്മൾ സാമ്പത്തികമായിട്ട് ഉയരുമെന്നോ അനുഗ്രഹിക്കപ്പെടുമെന്നോ ഒന്നും ചിന്തിച്ചല്ല വിശ്വാസം, അല്ലേ? ഒരിക്കലും അല്ല. എനിക്ക് ആ സമയത്ത് എനിക്ക് ഒരു അറിവുമില്ല. ആകെ വായിച്ചപ്പോൾ എന്നെ സ്ട്രൈക്ക് ചെയ്തത് മാത്രം, ഞാൻ വായിച്ച എല്ലാ ദേവദാസന്മാരും കഷ്ടത സഹിച്ച് ലോകത്തിന്റെ അങ്ങേയറ്റം പോയി സുവിശേഷം ചെയ്തവരാ. അപ്പൊ എനിക്ക് ഇത് ഞാനും പോയി പറയണം എല്ലായിടത്തും. എനിക്ക് എവിടെ പോയി, പക്ഷെ ഞാൻ പറയില്ല, അത് പറയുമ്പോൾ എനിക്ക് ഇത്ര ഒരു അറിവുമില്ല. കാരണം തുടക്ക സമയത്തിൽ എനിക്ക് ആദ്യം എന്റെ മനസ്സിൽ തോന്നിയ കാര്യം അത് തന്നെയായിരുന്നു. പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞു, വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ, വെറുതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അത് നടക്കുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് എങ്കിൽ മാത്രമേ നടക്കൂ. ആ രണ്ട് കാര്യം. പക്ഷെ ഒന്നാമത്തെ കാര്യം ഇത് എല്ലാവരോടും പറയണമെന്നുള്ളതാ. അത് അന്ന് തൊട്ടിട്ട് ഇന്ന് വരെയും അത് പറയണമെന്നുള്ളത് അത് ആദ്യം ഉണ്ടായ ചിന്ത തന്നെയായിരുന്നു. നാട്ടിൽ കല്യാണത്തിന് പോയിട്ട് സാക്ഷ്യം പറഞ്ഞോ? നാട്ടിൽ പോയിട്ട് ബന്ധുക്കാരുടെ അടുത്തും എല്ലാവരുടെയും അടുത്തിട്ട് പറയാൻ പറ്റി. അത് പറഞ്ഞപ്പോഴാണ് 2 വർഷം മുന്നേ നാട്ടിൽ ചെന്ന് ഞാൻ പള്ളിയിൽ ഈ സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം പറയുമ്പോൾ നമ്മുടെ പള്ളിയിൽ എല്ലാവർക്കും നമ്മുടെ സാക്ഷ്യം അറിയത്തില്ല. കാരണം വെച്ചാൽ അന്ന് വിശ്വാസത്തിൽ വരുന്ന സമയത്ത് നമുക്ക് ടെസ്റ്റിമണി പറയാൻ അറിയാത്തതുകൊണ്ട് ഇതൊന്നും ആരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. നമ്മൾ ഇങ്ങനെയാ കർത്താവിനെ അറിഞ്ഞെന്നൊന്നും അന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഇത് പറഞ്ഞപ്പം ഒത്തിരി പേർക്ക് ഭയങ്കര അതായത് റാന്നി AG ചർച്ചിലോ? ഇപ്പോഴും അച്ഛനും അമ്മയൊക്കെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല, അമ്മയും ചേച്ചിയും ഒക്കെ പോകുന്നത് റാന്നി AG ചർച്ചിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ 2 വർഷം മുന്നേ ഇങ്ങനെ ടെസ്റ്റിമണി പറഞ്ഞപ്പം എന്നോട് അന്ന് ഒരാൾ അവിടെ വന്നിട്ട് പറഞ്ഞു, മോളെ ഈ ഇങ്ങനെ ആസാദി എന്ന് ഞാൻ ചേച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആസാദി എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്, ഒത്തിരി കർത്താവ് ഒരുപാട് നല്ല നല്ല സാക്ഷ്യങ്ങൾ വരുന്ന ഒരു നല്ലൊരു ചാനലാണ്, മോൾ അവിടെ ചെന്നിട്ട് ഈ ടെസ്റ്റിമണി 2 വർഷം മുന്നേ പറഞ്ഞു ഇത് പറയണമെന്ന് പറഞ്ഞു. അപ്പം എനിക്കിത് എങ്ങനെ പറയണം, മീൻസ് എങ്ങനെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം, അങ്ങനെയൊന്നും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴാണ് ദൈവത്തിന്റെ സമയമായത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കർത്താവ് ഇങ്ങനെ ഒരു അവസരം തന്നു, കർത്താവ് കറക്റ്റ് റൈറ്റ് ടൈമിൽ അത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ സാക്ഷ്യം ഇന്ന് ആസാദിയിലൂടെ തന്നെ അനേക ആയിരങ്ങളിലേക്ക് എത്തുകയാണ്. ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഇനി എന്തെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം. സൂര്യ തന്നെ പ്രാർത്ഥിച്ചാട്ട് അനേകർക്കൊരു വിശ്വാസവും ധൈര്യവും അനുഗ്രഹവും ഒക്കെ തീരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ, അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇത്ര അനുഗ്രഹീതമായൊരു സമയം അപ്പ അടിയന്റെ ജീവിതത്തിൽ തന്നതിനായിട്ട് ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അപ്പ ഇത് വെറുതെ ഒന്നും സംഭവിച്ചു പോയതല്ല എന്ന് എനിക്കറിയാം. എൻ്റെ കുറേ നാളുകളായിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു. ഒരുപാട് പേര് കേൾക്കുന്നത് പോലെ എൻ്റെ സാക്ഷ്യം പറയാൻ എനിക്കൊരു അവസരം തരണം. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നതിനായിട്ട് കർത്താവെ ഞാൻ അധികമായിട്ട് എൻ്റെ കർത്താവെ നന്ദിയോട് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അപ്പ ഇത് അനേകരിൽ ഈ സാക്ഷ്യം എത്തുവാനായിട്ട് കർത്താവെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ എൻ്റെ സാക്ഷ്യം കേട്ടിട്ട് കർത്താവെ യേശുവിനെ അറിയുവാനായിട്ട് ഇടയായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പേര് പിന്മാറ്റത്തിലുണ്ടെന്ന് അറിയാൻ കർത്താവ്. ഒരിക്കൽ കർത്താവിൽ നിന്ന് എല്ലാ നന്മകളും പ്രാപിച്ചിട്ട് ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ കാരണം ഒരുപാട് അകന്നു പോയ ഒരുപാട് പേര് ഉണ്ടെന്ന് അപ്പം അറിയാം. അങ്ങനെയുള്ള ഒരുപാട് പേര് അനേകർ ഈ ദിവസങ്ങളിൽ കർത്താവിനെ അറിയുന്നതിന് വേണ്ടി, കർത്താവിലേക്ക് മടങ്ങി വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഈ ആസാദി ചാനലിലെ കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാസ്റ്ററേയും വൈഫിനെയൊക്കെ അവരെ കുടുംബമായി കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അധികമായിട്ടും കർത്താവെ അവർ ഉപയോഗിക്കണമേ. ഇനിയും ഈ ചാനലിൽ കർത്താവെ അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അടിയങ്ങളെല്ലാം ഒരിക്കൽ കൂടി കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവ് വരെയും വിശുദ്ധിയോടെ വിശ്വസ്തയോടെ നിൽക്കുവാനായിട്ട് കർത്താവെ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം, യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസക്കാവൽ നമ്മെല്ലാവരുടെ പേരും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ സൂര്യയോടൊപ്പം തൻ്റെ കുടുംബത്തോടൊപ്പം ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ മോളെ. താങ്ക് യു മോളെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. തീർച്ചയായിട്ടും അനേകർക്ക്, പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള യൗവനക്കാർക്ക് എല്ലാം ഈ സാക്ഷ്യം അനുഗ്രഹം വിടുതലുമായി തീരട്ടെ. അവരെ വിശ്വാസം വർദ്ധിക്കട്ടെ. അനേകരെ കർത്താവിലേക്ക് നേടുവാൻ സാക്ഷ്യം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. കുടുംബമായിട്ട് കർത്താവ് ഉപയോഗിക്കട്ടെ. ഞങ്ങളുടെ ചർച്ചിൽ എൻ്റെ അസോസിയേറ്റ് പാസ്റ്ററായിരുന്ന റെനി ജോർജിൻ്റെ വൈഫ് പണ്ട് പറയുമായിരുന്നു, പാസ്റ്ററെ കല്യാണം കഴിക്കാനായിരുന്നു ഇഷ്ടം, കല്യാണം കഴിച്ചത് പാസ്റ്ററെ അല്ല. എന്നാൽ എൻ്റെ ഹസ്ബൻഡ് ഇപ്പം ചർച്ചിൻ്റെ അസോസിയേറ്റ് പാസ്റ്ററാണെന്നൊക്കെ പറയുമായിരുന്നു. അപ്പം നിങ്ങളെ കുടുംബമായിട്ട് കർത്താവ് തൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ജോലിയോടൊപ്പം ഒക്കെ തന്നെ വിവിധ തരത്തിൽ ഉപയോഗിക്കട്ടെ. ആഗ്രഹങ്ങളെല്ലാം കർത്താവ് നടത്തട്ടെ എന്ന് ഞങ്ങൾ ബ്ലസ് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ വ്യൂവേഴ്സിനോടെല്ലാം നന്ദി പറയുന്ന ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. God bless you all. Have a wonderful time. God bless you. Thank you for watching.